Hello. Hello, good evening all. Am I audible? Okay, yes. Welcome. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Okay. Okay, fine. So a very good evening all. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ദ്രോണ സീരീസിന്റെ KTET ദ്രോണ സീരീസിന്റെ ഭാഗമായിട്ട് കാറ്റഗറി 1, 2, 3, 4 വരുന്ന കോമൺ പേപ്പർ ഇംഗ്ലീഷിൽ വരുന്ന ഗ്രാമർ ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഗ്രാമർ ആക്ച്വലി ഒരു ട്രിക്കി പാർട്ടാണ്. നമുക്ക് കുറച്ച് അധികം കൺഫ്യൂഷൻസ് അറൈസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഗ്രാമർ. സോ ഇന്ന് നമ്മൾ ഗ്രാമറിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് കോൺകോർഡ്. കോൺകോർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേട്ടിട്ട് ഗ്രാമർ പേപ്പറിൽ അല്ലെങ്കിൽ പാർട്ട് 2 ഇംഗ്ലീഷ് പേപ്പറിൽ ലാംഗ്വേജ് എടുത്ത ആൾക്കാർക്ക് വരുന്നത് ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ടീച്ചിങ് മെത്തേഡ്സ് ചോദിച്ചിട്ട് വരാറുണ്ട്. ബട്ട് ഗ്രാമർ ബേസിസിൽ വരുന്ന ഒരു വൺ ഓഫ് ദ മേജർ ടോപ്പിക് ആണ് കോൺകോർഡ് അല്ലെങ്കിൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. I hope I am very much audible for you. Any clarity issues ഉണ്ടെങ്കിൽ please do drop your concern in the comments. Okay, chat box ൽ നിങ്ങൾക്ക് if I'm not audible അല്ലെങ്കിൽ നിങ്ങൾക്ക് visibility any issues, please do comment in the chat box. Okay. So English grammarലുള്ള concord ആണ് we are going to deal with, which is also known as subject verb agreement. So what is subject verb agreement? എന്തൊക്കെ rules and regulations ആണ് ഈ kind of അല്ലെങ്കിൽ ഈ type of grammarൽ we are dealing with, and concord വരുമ്പം ഏതൊക്കെ subject verb agreement, you know it is in that ആ ടൈറ്റിൽ തന്നെ ഉണ്ട്, it is subject verb agreement. സബ്ജക്റ്റിനനുസരിച്ച് വേർബ് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ. സബ്ജക്റ്റിനനുസരിച്ച് എന്തൊക്കെ ചേഞ്ചസ് ആണ് വേർബിൽ ഒരു പെർട്ടിക്കുലർ സെന്റൻസിൽ വരാന്നാണ് ഒരു ടൈപ്പ് ഓഫ് ഗ്രാമറിൽ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത്. സോ വാട്ട് ഈസ് ബേസിക്കലി കോൺകോർഡ്? കോൺകോർഡ് അല്ലെങ്കിൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ ദ വേർഡ് കോൺകോർഡ് ആക്ച്വലി മീൻസ് എഗ്രിമെന്റ്. എഗ്രിമെന്റ് അല്ലെങ്കിൽ ഹാർമണി. എഗ്രിമെന്റ് ഓർ ഹാർമണി, ഇതാണ് കോൺകോർഡ് മീൻ ചെയ്യുന്നത്. സോ വാട്ട് കൈൻഡ് ഓഫ് എഗ്രിമെന്റ്, എന്ത് കൈൻഡ് ഓഫ് എഗ്രിമെന്റ് അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ഹാർമണി ആണ് കോൺകോർഡിലൂടെ മീൻ ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ സെന്റൻസ് എടുത്താൽ വി നോ ദർ ഈസ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നതാണ് നമ്മൾ ഈ സബ്ജക്ട് വേർബിനെ നമ്മൾ ഡിസ്റ്റിങ്റ്റീവ്ലി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് മനസ്സിലാക്കും വാട്ട് ഈസ് ദ സബ്ജക്ട് ഇൻ ദാറ്റ് സെന്റൻസ്. ആ ഒരു പെർട്ടിക്കുലർ സെന്റൻസിൽ ഏതാണ് സബ്ജക്ട് ഏതാണ് വേർബ് എന്ന് നമ്മൾ ഡിസ്റ്റിങ്റ്റീവ്ലി എടുത്തിട്ട് പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ദാറ്റ് പെർട്ടിക്കുലർ സെന്റൻസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഓർ നോട്ട്. ഒരു വേർബ് ആ ഒരു സെന്റൻസിലെ സബ്ജക്റ്റുമായിട്ട് ഇൻ ഹാർമണി അല്ലെങ്കിൽ ഇൻ എഗ്രിമെന്റിൽ പോവുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സെന്റൻസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. സോ ഈ കോൺകോർഡിന്റെ വെരി ബേസിക് കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ഫോർ a singular subject a singular verb, plural subjectന് plural verb. This is the basic idea. Concordന്റെ very basic idea ആണ് singular subject takes a singular verb whereas a plural subject takes a plural verb. പക്ഷെ ചില സമയത്ത് നമുക്ക് ഒരു സബ്ജക്റ്റിന് ഒരു സെന്റൻസിൽ ലൊക്കേറ്റ് ചെയ്യാൻ വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട്. കാരണം സബ്ജക്റ്റ് ചിലപ്പോൾ ഹിഡൻ ആയിട്ട് വരാം. ഒരു വേർബിന്റെ തൊട്ടടുത്തായിരിക്കണം എന്ന സബ്ജക്റ്റിന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി നെസസറിലി ദാറ്റ് സബ്ജക്ട് വിൽ ബി നിയർ ടു ദ വേർബ്. വേർബിന്റെ അടുത്തായിട്ട് തന്നെ സബ്ജക്ട് ഉണ്ടാവണമെന്നില്ല. ചിലപ്പം പ്ലൂറൽ ആയിരിക്കാം വേർബിന്റെ അടുത്തുള്ള ഒരു പെർട്ടിക്കുലർ വേർഡ്. നമ്മൾ മിസ്റ്റേക്കൻലി അത് സബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ച് വിൽ കൺസിഡർ ഇറ്റ് ഈസ് എ പ്ലൂറൽ അല്ലെങ്കിൽ സിംഗുലർ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേർബിന് അതിനനുസരിച്ച് ബൈൻഡ് ചെയ്യും. സോ ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോൺകേർഡ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സെന്റൻസിൽ എങ്ങനെ നമ്മൾ സബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യും, ഏതാണ് ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാകും എന്നുള്ളത് കോൺകോർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് കോൺകോർഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺകോർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ വെരി ബേസിക് കോൺസെപ്റ്റ് ആണ് ദാറ്റ് സിംഗുലർ സബ്ജക്ട് ടേക്സ് എ സിംഗുലർ വേർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട് ടേക്സ് എ പ്ലൂറൽ വേർബ്. ഇതാണ് വെരി ബേസിക് കോർ ഐഡിയ ഓഫ് കോൺകോർഡ്. പക്ഷേ ലോട്ട് ഓഫ് ടൈപ്സ് ഉണ്ട്, ലോട്ട് ഓഫ് റൂൾസ് ഉണ്ട് ഈ ഒരു കോൺകോർഡ് അല്ലെങ്കിൽ സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എസ്പെഷ്യലി KTET എക്സാമിൽ ഗ്രാമർ ബേസ്ഡ് ചോദിക്കുമ്പോൾ ഈ ബേസിക് കാര്യം ചോദിക്കില്ല.
അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഈസിലി, അത് വെരി ബേസിക് ലെവലാണ്. പക്ഷെ കുറച്ചും കൂടി ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ട്രിക്കി ലെവലിലാണ് പൊതുവെ കേട്ടിട്ടിൽ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാറ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് കോൺകോഡ് വെച്ചിട്ട് ട്രിക്കിയസ്റ്റ് ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് ബിൽഡ് ചെയ്യുക, കേട്ടിട്ടിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ബിഫോർ ദാറ്റ് വി ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് വാട്ട് ഇസ് കോൺകോഡ്. So the concord means agreement, as I told you, especially grammar. Concord refers to the agreement between the subject and the verb in number. Number എന്തൊക്കെയാ? അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണോ നോക്കും, പ്ലൂറൽ സബ്ജക്റ്റ് ആണോ നോക്കും, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ വേർബിനെ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യും. പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട്. ഗ്രാമാറ്റിക്കലി നമ്മളൊരു സെന്റൻസിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിലുള്ള സബ്ജക്ട് ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റ് ആണോ, സെക്കൻഡ് പേഴ്സൺ ആണോ, തേർഡ് പേഴ്സൺ ആണോ നമ്മൾ ചെക്ക് ചെയ്യും. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ ഓക്കെ, ഐ വി ഒക്കെ, അതിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എന്നെ പറ്റി പറയുമ്പോൾ ഇട്ട് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, അതായത് ഐ, മൈ, മൈൻ, മൈസെൽഫ്, ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഇനി സപ്പോസ് ഞാൻ ഒരു ഗ്രൂപ്പിൽ നിന്നിട്ട് പറയുകയാണെങ്കിൽ ഇട്ട് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആയിട്ട് മാറും. അവിടെ വി, അസ് എന്നുള്ള കോൺസെപ്റ്റ് വരും. പിന്നെ സെക്കൻഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ വേറൊരാളെ പറയാണ്, സോ ഇറ്റ് ഈസ് യു ആണ് സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരിക. യു ജനറലി നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് യുവിനെ എടുക്കുക. ദെൻ തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ മറ്റൊരു ആളെ ഫ്രം എ ഡിസ്റ്റന്റ് വി ആർ ഒബ്സർവിങ് ആൻഡ് സേയിങ് ദാറ്റ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹി, ഷീ, ഇതൊക്കെ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ദേ ഒക്കെ തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. സോ ഐ എം ഗിവിംഗ് ജസ്റ്റ് എ ബ്രീഫ്. വി ക്യാൻ ചെക്ക് ഇറ്റ് ഇൻ ടു ദാറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. ഒരു സ്പെസിഫിക് ബ്രീഫിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്തത്. വിൽ ഗോ ഇൻ ടു ദാറ്റ് ഡീറ്റെയിൽ. സോ വെരി ബേസിക് റൂൾ, ഞാൻ പറഞ്ഞ പോലെ വെരി ബേസിക് റൂൾ ഓഫ് കോൺകോഡ് എന്താണ്? A singular subject takes a singular verb. A plural subject takes a plural verb. So എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാന്ന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ നോക്കാം. So these are the very basic examples. She writes neatly. She actually എന്താണ്? It's a തേർഡ് പേഴ്സൺ സിംഗുലർ. ഓക്കെ, ഷീ എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഷീ ആക്ച്വലി സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർബ് എന്തായിരിക്കും? സിംഗുലറിനെയാണ് ഫോളോ ചെയ്യുക. ഇപ്പൊ ജനറലി എസ്ഒ അല്ലെങ്കിൽ ഇ എസ്ഒ ഒരു വേർബിന്റെ ഏറ്റവും എൻഡിൽ കണ്ടാൽ വി ക്യാൻ ജനറലി ഐഡന്റിഫൈ ഇറ്റ് ആസ് സിംഗുലർ. ഒരു വേർബിന്റെ എൻഡിൽ എസ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം ഫോർ ദാറ്റ് വേർബ് ടു ബിക്കം സിംഗുലർ. ഓക്കെ, ഇവിടുത്തെ വേർബ് ഏതാണ്? റൈറ്റ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഷീ. ഈ ഷീ ആക്ച്വലി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ റൈറ്റിന്റെ കൂടെ എസ് കൂടി ആഡ് ചെയ്യാണ് ടു മേക്ക് ദറ്റ് വേർബ് എഗ്രി വിത്ത് ദ സബ്ജക്ട് ഷീ. ഇവിടെയുള്ള വേർബ് റൈറ്റിനെ നമ്മൾ ഇവിടെയുള്ള സബ്ജക്ട് ഷീയുമായിട്ട് എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എസ് ആഡ് ചെയ്യാണ്. ഈ എസിനെ പെർട്ടിക്കുലർലി നമ്മൾ ആഡ് ചെയ്യാണ്. സോ ഷീ റൈറ്റ്സ് നീറ്റ്ലി. ദെൻ ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് എ തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. ദേ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഈ ഒരു സെന്റൻസിൽ പെർട്ടിക്കുലർലി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സബ്ജക്ട് ഇസ് ദേ. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദേ ആണ്. ആൻഡ് ഇവിടെ വേർബ് ആയിട്ട് വരുന്നത് റൈറ്റ് ആണ്. സോ ഈ റൈറ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യും. പക്ഷെ ഇവിടെ എസ് ആഡ് ചെയ്തിട്ടില്ല. വൈ? ബിക്കോസ് the subject is plural here. They ഇവിടെ plural ആയതുകൊണ്ട് നമ്മൾ റൈറ്റിനെ റൈറ്റ് ആസ് സച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. We haven't added any s or es. Okay. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. The boy plays cricket. The boy play cricket എന്നല്ല, the boy plays cricket. Why? The boy is the subject in the sentence and play is the verb here. ആ വെർബിനെ നമ്മൾ എങ്ങനെ സിംഗുലർ ആക്കി? എസ് എൻഡിൽ ആഡ് ചെയ്തുകൊണ്ട് plays എന്നാക്കിയിട്ട് we changed it into a singular verb. Just because the subject in the sentence is a singular subject, we change the play verb here to a singular verb which is plays. ഇനി ഈ ഒരു the boys എന്നുള്ളത് ആക്ച്വലി ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വിചാരിക്കും. The boy എന്നുള്ളത് മാറി the boys ആയി. അവിടെ ആ സ്റ്റേറ്റ്മെന്റിൽ സബ്ജക്റ്റ് ചേഞ്ച് ആയി. The boy എന്നുള്ള സബ്ജക്റ്റ് ആക്ച്വലി the boys ആയി. ആ എണ്ണം കൂടി. So it is a plural subject. ആ പ്ലൂറൽ സബ്ജക്റ്റ് ആയ സമയത്ത് ഇവിടുത്തെ verb എന്താവണം? വെർബും പ്ലൂറൽ ആവണം. സോ നമ്മൾ ആ നേരത്തെ ഉണ്ടായിരുന്നുള്ള എസ് എടുത്ത് ഒഴിവാക്കുകയാണ്. ബിക്കോസ് പ്ലൂറൽ വേർബ് ആവുമ്പോൾ
towards the end, we can't add s. പക്ഷെ വേർബിൽ s end വരുന്ന വേർബ്സിനെ നമ്മൾ അതേപോലെ ആഡ് ചെയ്യണം. ഓക്കെ, സോ വോയിസ് ക്ലിയർ അല്ലേ? Is there an issue? ഇപ്പൊ ഓക്കെ. ഇത്ര നേരം ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ കറക്റ്റായി. Okay, okay. In case any voice cut issues or clarity issue verayaniki, please do put on your mic and please do say to me, or else do drop in the chat box. Okay. So if you want any further explanation, you can also comment that. Okay. I hope it is clear now. Screen share ആയിട്ടില്ലേ? I'm sharing the screen. Like screen visible ആവുന്നില്ലേ? അതെ വിസിബിൾ ആവുന്നുണ്ട്. Danya, what is the issue? Danya told me that she couldn't see the screen. ഇവരുടെ മുഖം ഒന്ന് കാണിക്കാവോ? ഈ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ Danya ഒന്നും കൂടി rejoin ചെയ്യോ? Because I hope that everybody can see the മുഖം കാണിക്കണം. ആ പെണ്ണിന്റെ മുഖം അതെന്താ? Binsi. Okay. എല്ലാവർക്കും വിസിബിൾ അല്ലേ സ്ക്രീൻ? വിസിബിൾ ആണോ സ്ക്രീൻ? Can I continue? Yes, no problem. Okay, should I stop it and okay. Okay, fine. Okay. Screen sharing visible അല്ലാത്തവർ ഒന്നുകൂടി ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ. മൈറ്റ് ബി ദർ ഇസ് എ ടെക്നിക്കൽ ഇഷ്യൂ. യു ക്യാൻ സോൾവ് ഇറ്റ്. ഓക്കെ, റീജോയിൻ ചെയ്ത് നോക്കൂ. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സീ ഇറ്റ് അഗെയിൻ, പ്ലീസ് ഡു കോമെന്റ്. ഓക്കെ, ഓക്കെ ഫൈൻ. ഓക്കെ, സോ ഈ എക്സാമ്പിൾസ് വെരി ബേസിക് എക്സാമ്പിൾസ് ആണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. കോൺകോർഡിന്റെ വെരി ബേസിക് ഐഡിയ ആണ് സിംഗുലർ സബ്ജക്ട് ടേക്സ് എ സിംഗുലർ വേർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട് ടേക്സ് എ പ്ലൂറൽ വേർബ്. സോ ഹിയർ ഷീ ആയതുകൊണ്ട് നമ്മൾ റൈറ്റിനെ സിംഗുലർ ആക്കി. ഹൗ we added s towards the end of that verb, and they plural ആയതുകൊണ്ട് നമ്മൾ റൈറ്റിന് റൈറ്റ് ആയിട്ട് തന്നെ വെച്ചു. ദാറ്റ് വേർബിനെ ആസ് സച്ച് തന്നെ വെച്ചു. സോ പ്ലൂറൽ വോണ്ട് ടേക്ക് s towards the end അങ്ങനെ വെച്ചു. സോ ഈ എക്സാമ്പിൾസ് വെരി ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ റൂൾസിലേക്കും ടൈപ്സ് ഓഫ് കോൺകോർഡിലേക്കും വെൻ വി ലുക്ക് ഇൻ ടു ദാറ്റ് നമുക്ക് കുറച്ചുകൂടി അധികം കോംപ്ലിക്കേഷൻസ് കാണാം. സോ ആ കോംപ്ലിക്കേഷൻസിനെ ഞാൻ മാക്സിമം ഈസി ആയിട്ട് നിങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നതാണ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ബിറ്റ്വീൻ, പ്ലീസ് ഡു ആസ്ക്. ഓക്കെ, സോ ദർ ആർ 5 types of concord. കോൺകോർഡിന്റെ 5 types ഉണ്ട്. മെയിൻലി 5 types ആണ്. ദർ ആർ other ടൈപ്സ് അല്ല, അതർ എക്സെപ്ഷൻസ് ഉണ്ട്. ബട്ട് മെയിൻലി അല്ലെങ്കിൽ മേജർ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഈ ഒരു 5 ടൈപ്സിലൂടെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഗ്രമാറ്റിക്കൽ കോൺകോർഡ് ഉണ്ട്, നോഷണൽ കോൺകോർഡ് ഉണ്ട്, പ്രോക്സിമിറ്റി കോൺകോർഡ് ഉണ്ട്, കോൺകോർഡ് ഓഫ് പേഴ്സൺ, കോൺകോർഡ് ഓഫ് നമ്പർ. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദിസ് കംസ് അണ്ടർ ദിസ് കാറ്റഗറി, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ഈ കാറ്റഗറിന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് നിങ്ങൾക്ക് ഈസിലി പഠിക്കാം. കോൺകോർഡിനെ ഒരു ജനറൽ ഓവർവ്യൂവിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഒക്കെ കൂടെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് വൈ ഐ ഡിവൈഡഡ് ഇൻ ടു ദ ടൈപ്സ് ആൻഡ് ലെറ്റ് യു നോ അബൌട്ട് ദാറ്റ്. അപ്പം നിങ്ങൾക്ക് ഈസിലി പഠിക്കാൻ പറ്റും. സോ ഈ ടൈപ്സിൽ ഏതൊക്കെ, ഓരോരോ ടൈപ്സിലും എന്തൊക്കെയാണ് വിച്ച് കംസ് അണ്ടർ ഓൾ ദോസ് കാറ്റഗറീസ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഗ്രമാറ്റിക്കൽ കോൺകോർഡ് എന്ന് പറഞ്ഞാൽ ദ ബേസിക് ഐഡിയ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത സെയിം ഐഡിയ. അതായത് ദ വേർബ് മസ്റ്റ് എഗ്രി ഗ്രമാറ്റിക്കലി വിത്ത് ദ സബ്ജക്ട് ആൻഡ് നമ്പർ ആൻഡ് പേഴ്സൺ. എന്തായിരിക്കണം വേർബ്? ഏതൊരു സെന്റൻസ് എടുത്ത് നോക്കിയാലും ആ വേർബ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിന്റെ നമ്പർ പ്ലസ് പേഴ്സൺ, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അത് എഗ്രി ചെയ്തിട്ടേ വേർബിനെ യൂസ് ചെയ്യാവൂ. അതർവൈസ് ഇറ്റ് ഈസ് ഗ്രമാറ്റിക്കലി റോങ്. ഓക്കെ, സോ എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾസ് ആണ്. ഗ്രമാറ്റിക്കൽ കോൺകോർഡ് ആണ് ദ ബേസിക് കോൺകോർഡ് ടൈപ്പ്. ദെൻ വി വിൽ ബി മൂവിങ് ഓൺ ടു ദ ഇന്റർമീഡിയറ്റ് ടൈപ്സ്. ഇപ്പം ഈ ഒരു ടൈപ്പ് നിങ്ങൾ ചെക്ക് ചെയ്യാം. സോ ഇൻ ദിസ് എക്സാമ്പിൾ വി ക്യാൻ സീ ദ ഗേൾ സിംഗ്സ് വെൽ. ദ ഗേൾ സിംഗ്സ് വെൽ, സിംഗ് ആണ് ഇവിടുത്തെ വേർബ്, ആൻഡ് ഗേൾ ആക്ച്വലി സിംഗുലർ ആയതുകൊണ്ട് വി ആർ ആഡിങ് എസ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വേർബ് ടു മേക്ക് ഇറ്റ് സിംഗുലർ. സോ ദ ഗേൾസ്, അവിടെ നമ്പർ കൂടി. ഒരു ഗേളിൽ നിന്ന് ഗേൾസ് ആയി, പെൺകുട്ടികളിൽ നിന്ന് പെൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടികളായി. അപ്പം അവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയി. സോ ഇറ്റ് ഇസ് സിംഗ്.
Sings in the sing ആയിട്ട് മാറി. Then a cat chases mice. Chases mice. അവിടെ നമ്മൾ s ആഡ് ചെയ്ത് കൊടുത്തു because a cat is a singular one. Then cats chase mice. Cats എന്ന് പറഞ്ഞാൽ plural subject ആയതുകൊണ്ട് we consider the verb as also plural. So it is chase. This student studies hard. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സ്റ്റഡീസിൽ ദിസ് സ്റ്റുഡൻറ് സ്റ്റഡീസ് ഹാർഡിൽ ഈ ഒരു സെന്റൻസിൽ സബ്ജക്ട് ആൻഡ് വേർബ് ഏതാന്ന് ആർക്കെങ്കിലും ക്യാൻ യു വോയിസ് ഔട്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദിസ് സ്റ്റുഡൻറ് സ്റ്റഡീസ് ഹാർഡ്. വാട്ട് ഇസ് ദ സെപ്പറേഷൻ ഹിയർ? ഇവിടുത്തെ സബ്ജക്ട് ഏതാണ്, ഇവിടുത്തെ വേർബ് ഏതാണ്? ഇറ്റ്സ് സിമ്പിൾ, വെരി ഈസി വൺ. ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റുഡൻറ്. ഓക്കെ, സ്റ്റുഡൻറ് ആണ് സബ്ജക്ട്. സോ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിംഗുലർ വൺ. ആൻഡ് സ്റ്റഡീസ് എന്നുള്ളത് ആക്ച്വലി സ്റ്റഡി ആണ് പ്രോപ്പർ വേർബ്. സ്റ്റഡി STUDY അല്ലേ? സോ അത് നമ്മൾ സിംഗുലർ ആക്കി മാറ്റുമ്പോൾ ES ആണ് വരാം. ഓക്കെ, ആ കുറച്ച് വേർഡ്സ് സിംഗുലർ ആകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആ വരേണ്ടതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, സിംഗുലർ വേർബ് പഠിക്കുക. കാരണം എസ് ആഡ് ചെയ്യാൻ പറ്റാതെ ഇവിടെ നമുക്ക് STUDY എസ് എന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഇസ് റോങ്. ഇവിടെ ES ആയിട്ടാണ് വരാം. സോ ദ സ്റ്റുഡൻറ് സ്റ്റഡീസ് ഹാർഡ്. ഇവിടുത്തെ വേർബ് ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് സ്റ്റഡി. എന്തുകൊണ്ട് അത് സ്റ്റഡീസ് ആയി? ബിക്കോസ് ദ സ്റ്റുഡൻറ് ഹിയർ ദാറ്റ് ദ സബ്ജക്ട് ഓർ ഈ സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ള സബ്ജക്ട് സ്റ്റുഡൻറ് ആക്ച്വലി സിംഗുലർ ആയതുകൊണ്ട് വി ആർ ആഡിങ് ES ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വേർബ്. ഓക്കെ, സോ നെക്സ്റ്റ് ദീസ് സ്റ്റുഡൻസ് സ്റ്റഡി ഹാർഡ്. ഇവിടെയുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഇവിടെ വേർബിന്റെ തൊട്ടടുത്താണ് സബ്ജക്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ചില സിറ്റുവേഷൻസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് വൈ ഈ ബേസിക് കോർ ഐഡിയ നിങ്ങൾ വെരി കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഹെഡിലേക്ക് എടുക്കാം. കാരണം ഈ ബേസിക് ഐഡിയ വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ബാക്കി ഉള്ള ടൈപ്സ് ആക്ച്വലി കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ ഇത് വെരി സിമ്പിൾ, വെരി ഈസി ടൈപ്പ് ആണ്. സോ ഇത് കംപ്ലീറ്റ്ലി ഐഡിയ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. സോ ദീസ് സ്റ്റുഡൻസ് സ്റ്റഡി ഹാർഡ്. ഇവിടെ സ്റ്റുഡൻസ് ആക്ച്വലി പ്ലൂറൽ സബ്ജക്ട് ആയതുകൊണ്ടാണ് വി ആർ ഹാവിങ് എ പ്ലൂറൽ വേർബ് ഹിയർ വിച്ച് ഇസ് സ്റ്റഡി. നമ്മൾ ESO SO ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദ ബുക്ക് ബിലോങ്സ് ടു മീ. ബുക്ക് ആക്ച്വലി സിംഗുലർ സബ്ജക്ട് ആണ്. സോ വി ആർ ആഡിങ് S ടു ദ വേർബ് വിച്ച് ഇസ് ബിലോങ്ങിന്റെ കൂടെ S ആഡ് ചെയ്ത് ഇറ്റ് ഇസ് ബിക്കമിങ് ബിലോങ്സ്. Then books എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, കാരണം എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. സോ വേർബ് ഓൾസോ ബിക്കംസ് എ പ്ലൂറൽ വേർബ്. The books belong to me. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് കോൺകോഡിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനുള്ള വാട്ട് ഈസ് യുവർ ടേക്ക് അവേ? ദാറ്റ് ഈസ് ഇഫ് ദ സബ്ജക്റ്റ് ഇസ് സിംഗുലർ. ഈ ഒരു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിന്റെ കൂടെ നിങ്ങൾ ആ ഒരു വേർബ് ഏത് രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ സെൻസ് യൂസ് ചെയ്തിട്ട് യു ഷുഡ് ഐഡന്റിഫൈ. എന്നിട്ട് S ആണെങ്കിൽ S ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ES ആണെങ്കിൽ ES ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഗ്രാമാറ്റിക്കലി നിങ്ങൾക്ക് തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസിലെ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേർബിന്റെ കൂടെ SO ESO ഉണ്ടെങ്കിൽ യു ക്യാൻ കൺഫേം ദാറ്റ് ഇറ്റ് ഈസ് എ സിംഗുലർ സബ്ജക്ട്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് സിംഗുലർ സബ്ജക്റ്റ് ആണോ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് സിംഗുലർ വേർബ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും, വിച്ച് ഇസ് ആ വേർബിന്റെ എൻഡിൽ S അല്ലെങ്കിൽ ES ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത് പ്രസന്റ് ടെൻസ് ആണ്. ആൻഡ് നിങ്ങൾ കോൺകോഡ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ, ടെൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യും കോൺകോഡ്. സോ നമ്മൾ പ്രസന്റ് ടെൻസിലുള്ള കോൺകോഡ് ഇതാണ് പഠിക്കുന്നത്. ദെൻ ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ആർ ദി അതർ കോംപ്ലിക്കേഷൻസ് വിത്ത് ദാറ്റ്. പക്ഷെ ടെൻസിനെ നിങ്ങൾ വെൽ അവെയർ ആയിട്ട് വെച്ചാൽ യു ക്യാൻ ഈസിലി ഫോളോ ദിസ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ടെൻസിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ കൂടി ഉണ്ടാവണം when you go through the concept of concord. If the subject is plural, do not add S. ഈ ഒരു ടൈപ്പ് ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇതാണ് വെരി ബേസിക് ഐഡിയ, ഇതാണ് വെരി ബേസിക് ടൈപ്പ് ഓഫ് കോൺകോഡ് ഓൾസോ. എന്താണ് സിംഗുലർ, അതായത് ഒരു സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വേർബിന്റെ കൂടെ SO അല്ലെങ്കിൽ ESO ആഡ് ചെയ്തിട്ട് ആ വേർബിനെ സിംഗുലർ ആക്കണം. ഇനി സബ്ജക്റ്റിന്റെ നമ്പർ ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആക്ച്വലി ഒരു
സബ്ജക്റ്റ് ആക്ച്വലി ഒന്നിൽ കൂടുതലുണ്ട് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് ആഡ് എസ്, കീപ് ദ വേർബ് ആസ് ഇറ്റ് ഇസ്. ആ വേർബ് എങ്ങനെയാണോ ഉള്ളത് അതിനെ അതേപോലെ തന്നെ വെക്കുക. ഡു നോട്ട് ആഡ് എസ് ഓർ എസ് വിത്ത് ദാറ്റ്. ബേസിക് ഐഡിയ. ഓക്കെ. So next is notional concord. What is notional concord? Notion വെച്ചാൽ എന്താ? Notion means what? Notion എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഐഡിയ അല്ലെങ്കിൽ ഒരു മീനിങ് അല്ലെങ്കിൽ ആശയം എന്നൊക്കെ പറയില്ലേ. നമുക്കൊരു സെന്റൻസ് വായിച്ചാൽ അത് കൺവേ ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് നോഷണൽ കോൺകോർഡ്. So here the verb agrees with the meaning of the subject, not necessarily it is form. ആ ഫോം മാത്രം നോക്കിയിട്ട് ഫോളോ ചെയ്യില്ല, പക്ഷെ എന്താ ഫോളോ ചെയ്യുക? ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഏതൊരു മീനിങ് ആണോ കൺവേ ചെയ്യുന്നത്, ആ മീനിങ് നമുക്കൊരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് എന്താ മീൻ ചെയ്യുന്നത്. അത് മീൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിന്റെ വേർബിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. Okay, this often happens with collective nouns or phrases that imply plurality. അതായത് നമ്മുടെ അടുത്ത് കളക്റ്റീവ് നൗൺസ് ഉണ്ട്. വാട്ട് ഡു യു മീൻ ബൈ കളക്റ്റീവ് നൗൺസ്? കളക്റ്റീവ് നൗൺസ് എന്ന് വെച്ചാൽ ഒരു കളക്ഷൻ, അതിന് കുറേ ആൾക്കാരുണ്ടാവും, കുറേ മെമ്പേഴ്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിനൊരു ഗ്രൂപ്പ് ആയിട്ടാണ് കാണുന്നത്. ഒരു സിംഗിൾ ഫോം ആയിട്ട് കാണുന്നത്, ഗ്രൂപ്പ് ആയിട്ടല്ല, സിംഗിൾ ഫോം ആയിട്ടാണ് കാണുന്നത്, യൂണിഫൈഡ് ഫോം ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വി കൺസിഡർ ഇറ്റ് ആസ് കളക്റ്റീവ് നൗൺ. അതായത് കുറേ ആൾക്കാരുള്ളൊരു ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കമ്മിറ്റി എന്ന് പറയും. ആ കമ്മിറ്റീനെ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുക. നമുക്ക് എക്സാമ്പിൾസിലൂടെ പോകുമ്പോൾ കുറച്ചും കൂടി ക്ലാരിഫൈഡ് ആവും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി എക്സാമ്പിൾസ്. സോ ദ കമ്മിറ്റി ഹാസ് റീച്ച്ഡ് എ ഡിസിഷൻ. ഇവിടെ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ആ കമ്മിറ്റീൻ്റെ അണ്ടറിൽ ലോട്ട് ഓഫ് മെമ്പേഴ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ വി കൺസിഡർ ഇറ്റ് ആസ് സിംഗുലർ. കാരണം അത്രയും മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഒറ്റ അല്ലെങ്കിൽ ഒരു സിംഗുലർ ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് ഫിഗർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കമ്മിറ്റിയിൽ നിങ്ങൾ ആലോചിക്കരുത്, ഓക്കെ കമ്മിറ്റിയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാകും, സോ അത് ആക്ച്വലി ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കാമല്ലോ എന്ന് ആലോചിച്ചിട്ട് യു ഷുഡൻ ചേഞ്ച് ദ വേർബ് ഇൻ ടു എ പ്ലൂറൽ വൺ. കമ്മിറ്റി, റിമെമ്പർ ഇറ്റ് ഈസ് എ കളക്റ്റീവ് നൗൺ. അതുകൊണ്ട് എപ്പോഴും അത് സിംഗുലർ ഫോം ആയിട്ടാണ് ഇറ്റ് എക്സിസ്റ്റ്. ഓക്കെ, പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ എന്താന്ന് ഐ വിൽ ടീച്ച് യു. സോ ഇപ്പം റിമെമ്പർ ചെയ്യുക, കമ്മിറ്റി ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു യൂണിഫൈഡ് ഡിസിഷൻ ആണ് കൺവേ ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഡു റിമെമ്പർ അവിടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വേർബ് ആണ്. കമ്മിറ്റി ഗ്രൂപ്പിൽ കുറേ ആൾക്കാരുണ്ടാവും, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ടേക്ക് എ സിംഗുലർ വേർബ്. ഓക്കെ, the committee has reached a decision. ഇവിടെ the committee has reached a decision എന്ന് പറയുന്ന സെന്റൻസിൽ the subject is committee. Okay, the committee is the subject and the verb is has. ഇവിടെ ഹാസും റീച്ച്ഡും ഒരുമിച്ച് വേർബാണ്, ബട്ട് ദ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് വേർബ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഹാസ് ആണ്. സോ ഹാസ്, ഹാവ്, ഹാഡ്. Has will always go with singular, have always go with plural, and had both singular and plural past form. ഒരു ഹാസ്, ഹാവ്, ഹാഡ് നിങ്ങൾക്ക് ധാരണ ഉണ്ടാക്കി വെക്കുക. ഹാസ് എപ്പോഴും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് പോവുക, ഇറ്റ്സ് എ സിംഗുലർ വേർബ്. ആൻഡ് ഹാവ് പ്ലൂറൽ വേർബാണ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പോവുള്ളൂ. ആൻഡ് ഹാഡ്, ഈ ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ഫോം ആണ് ഹാഡ്. അത് ബോത്ത് സിംഗുലറിന്റെയും ബോത്ത് പാസ്റ്റിന്റെയും കൂടെ പോവും ഇഫ് ദാറ്റ് സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് നടക്കുന്നത് ഒരു പാസ്റ്റ് ഇവന്റ് ആണെങ്കിൽ വി യൂസ് ഇറ്റ് ആസ് ഹാഡ്. ഓക്കെ, സോ ദ കമ്മിറ്റി ഹാസ് റീച്ച്ഡ് ദ ഡിസിഷൻ. അവിടെ കമ്മിറ്റി ഒരു യൂണിഫൈഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. കൺഫ്യൂസ്ഡ് ആവരുത്. നെക്സ്റ്റ് സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞ നേരത്തെ എക്സെപ്ഷൻ വരുന്നത്. വി ക്യാൻ ചെക്ക് വാട്ട് ഇറ്റ് ഈസ്. The committee have disagreed among themselves. The committee have disagreed among themselves. ഇവിടെ ഡിസഗ്രിമെന്റ് ആണ്. അപ്പൊ ഒരു യൂണിറ്റി ഉണ്ടാവുമോ കമ്മിറ്റിയിൽ? ഡിസഗ്രിമെന്റ് വരുമ്പോൾ യൂണിറ്റി ഉണ്ടാവില്ല. ഒരു പെർട്ടിക്കുലർ കമ്മിറ്റി ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട്, അപ്പം ആ മെമ്പേഴ്സ് തമ്മിൽ ആർഗ്യുമെന്റ്സ് ആണ്. അവർക്ക് ഒരാൾ പറഞ്ഞ ആശയം മറ്റൊരാൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ആ കമ്മിറ്റി അവിടെ സ്പ്ലിറ്റഡ് ഫോമിലേക്ക് പോവാണ്. സോ ആ സ്പ്ലിറ്റഡ് ഫോമാറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ ആ സബ്ജക്റ്റിനെ, കമ്മിറ്റി എന്ന് വരുമ്പോൾ അവിടെ ആ സബ്ജക്റ്റിനെ വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് പ്ലൂറൽ. അത് നമ്മൾ ആശയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം എന്ന് പറയില്ലേ, അതാണ്. അതായത് ഇവിടെ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദ കമ്മിറ്റി ഹാസ് റീച്ച്ഡ് എ ഡിസിഷൻ. അതായത് അവിടെ ഒരു കമ്മിറ്റി എല്ലാവരും കൂടി യൂണിഫൈഡ് ആയിട്ട് ഒരുമിച്ച്
അവർ ഏകമായിട്ട് ഒരുമിച്ച് ഒരു ഡിസിഷനെ അപ്രൂവ് ചെയ്യാണ്. അപ്പൊ ആ കമ്മിറ്റിനെ നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം ആർക്കും അവിടെ ഒരു ഡിസഗ്രിമെന്റോ അല്ലെങ്കിൽ ഒപ്പീനിയൻസിൽ വ്യത്യാസമോ ഇല്ല. പക്ഷെ സെക്കൻഡ് സെന്റൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ വരുന്നത്? ദ കമ്മിറ്റി ഹാവ് ഡിസഗ്രീഡ്. അവിടെ ഹാവ് പ്ലൂറൽ ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കളക്റ്റീവ് നൗൺ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സെപ്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് എക്സെപ്ഷൻ? ഒരു കമ്മിറ്റിയിൽ നിന്ന് ഡിസഗ്രിമെന്റ് എന്നാണ് ആ ഒരു സെന്റൻസ് കൺവേ ചെയ്യുന്നത്. ഈ ഒരു സെന്റൻസിന്റെ മീനിങ് എന്താ? ഒരു കമ്മിറ്റി അവർക്ക് പരസ്പരം ഡിസഗ്രിമെന്റിലാണെന്നാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ്. അപ്പൊ മീനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കമ്മിറ്റി യൂണിഫൈഡ് അല്ല, അവരൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പം അവര് പരസ്പരം തമ്മിൽ എന്താണ് ഒപ്പീനിയൻസിൽ വ്യത്യാസമുണ്ട്. There is a difference of opinion among that committee, so obviously they are going to be unified form. അവർ യൂണിഫൈഡ് ഫോർമാറ്റിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എ സിംഗിൾ സബ്ജക്ട്, ഇറ്റ്സ് ഗോയിങ് ടു ബി എ പ്ലൂറൽ സബ്ജക്ട്. സോ ദാറ്റ്സ് വൈ വി ചോസ് ഹാവ് ഹിയർ. ഹാവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹാസ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂറൽ ആണ്. സോ ഇവിടെ കമ്മിറ്റി തമ്മിൽ ഡിസഗ്രിമെന്റിൽ ആയതുകൊണ്ട് വി ആർ ചൂസിങ് ഇറ്റ് ആസ് ഹാവ്. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ടൈപ്പ് ഓഫ് കോൺകോഡ് ഇസ് നോൺ ആസ് നോഷണൽ കോൺകോഡ്. നോഷണൽ കോൺകോഡ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ആശയത്തിനനുസരിച്ച് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളൊരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഏത് മീനിങ് ആണ് ഇത് കൺവേ ചെയ്യുന്നത്. സോ പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ് ഈ ഒരു ടൈപ്പ് ഓഫ് ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. സോ മനസ്സിലാക്കി വെക്കുക, കമ്മിറ്റി യൂണിഫൈഡ് ആയിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സിംഗുലർ സബ്ജക്ട്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഇൻ എ ഡിസഗ്രിമെന്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ പ്ലൂറൽ സബ്ജക്ട്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽസ് ആക്ടിങ് സെപ്പറേറ്റ്ലി വിത്തിൻ എ ഗ്രൂപ്പ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ പ്ലൂറൽ സബ്ജക്ട്. ഐ തിങ്ക് സോ ഫാർ ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഡു comment. Okay, so let's check another example. The team is winning the match. ഇവിടെ ടീം നമുക്കറിയാം, ടീമിൽ ഒരു ടീം എടുക്കുമ്പോൾ, ഒരു ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ ഫുട്ബോൾ ടീം എടുക്കുമ്പോൾ ആ ഒരു ടീമിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണുക. ഓക്കെ, അതായത് ഇപ്പം വാട്ട് യൂസ് ചെയ് നിങ്ങളുടെ ക്ലബ്, ഫുട്ബോൾ ക്ലബ്സ് ഉണ്ടാവും, റയൽ മാഡ്രിഡോ ബാഴ്സലോണ വാട്ട്സോഎവർ, ഓർ ക്രിക്കറ്റിൽ IPL ടീംസ് ഉണ്ടാവും. സോ ഈ ഒരു ടീമൊക്കെ കുറേ there will be 11 members in a team for cricket, right? സോ ആ ഒരു അത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എത്ര കൺസിഡർ ചെയ്യുക? ഒരു സിംഗിൾ ടീം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, യൂണിഫൈഡ് ടീം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഈസ് ആണ് അവിടെ യൂസ് ചെയ്യുക. is actually is a singular verb ആണ്, അതുകൊണ്ട് ഈസ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഫോർ ടീമിൽ ഞാൻ പറഞ്ഞു മെമ്പേഴ്സ് കുറെ പേരുണ്ടാവും, ബട്ട് സ്റ്റിൽ ഒരു യൂണിഫൈഡ് ഗ്രൂപ്പ് ആയിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ സിംഗുലർ സബ്ജക്ട് ആൻഡ് ദ verb that follows will be a singular verb. ഇനി the team are putting in their best efforts. Putting in their best efforts. അപ്പൊ ടീം ആർ പുട്ടിങ് ഇൻ their best efforts എന്ന് പറയുമ്പോൾ ഓരോ മെമ്പറും ബെസ്റ്റ് എഫേർട്ട് ആണ്. their കണ്ടോ, ഇവിടെ their വന്നു. their എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ, ആ ടീമിലുള്ള ആളുകൾ അതിൽ ബെസ്റ്റ് എഫേർട്സ് കൊടുക്കുന്നുണ്ട് ആ ടീമിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ ഒരു ക്രിക്കറ്റ് ടീം എടുത്ത് നോക്കിയാൽ അതിലത്തെ ഓരോ മെമ്പറും, വെദർ ഇറ്റ് ഇസ് എ ബാറ്റ്സ്മാൻ, വെദർ ഇറ്റ് ഇസ് എ ബോളർ, ഓൾറൗണ്ടേഴ്സ്, whoever be, അവര് ഓരോരുത്തരും they are putting their best efforts. Whatever be, football ആയിക്കോട്ടെ, there will be divisions, right? Attacking wing ഉണ്ടാവും, defense wing ഉണ്ടാവും. So all those ആ ഒരു മെമ്പേഴ്സ്, ഇപ്പോൾ whatever be, ഗോൾ കീപ്പർ ഉണ്ടാവും, അവർ ഓരോരുത്തരും they are putting their efforts അല്ലെ, അവർ ഓരോരുത്തരും പുട്ടിങ് their efforts എന്ന് പറഞ്ഞിട്ടാണ് ഈ സെന്റൻസ് കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക? ഇറ്റ് വിൽ ബി എ പ്ലൂറൽ വേർബ്. ഓക്കെ, അതായത് ഒരു ടീം ഒരുമിച്ചുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ എപ്പോഴും അതിനെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് ദ വേർബ് ദാറ്റ് ഫോളോസ് വിൽ ബി എ സിംഗുലർ വേർബ്. ഓക്കെ, ആൻഡ് ഇനി ആ ടീമിലുള്ള മെമ്പേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ plural subject and the verb that comes will be a plural verb. Okay, sound, is there an issue? Okay, സൗണ്ട് ക്ലിയർ ആവുന്നില്ലല്ലോ. is there a jerking in Oh. the തീരെ കേൾക്കുന്നില്ല? It's okay. ഓക്കെ ആണോ? കേൾക്കുന്നില്ല? It's okay here too. സൗണ്ട് ക്ലിയർ അല്ലേ?
എനിബഡി ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല പറയൂ, ആണെങ്കിൽ പറയൂ. ഓക്കെ ഓക്കെയാണ് ഓക്കെയാണ്. ഓക്കെ ഫൈൻ. Okay, so next example is the government has announced a policy. ഒരു ഗവൺമെന്റ് ഒരു പോളിസി അനൗൺസ് ചെയ്തു. ഒരു ഗവൺമെന്റ്, ഓക്കെ, ഒരു ഗവൺമെന്റ് നമ്മൾ മീനിങ് എടുക്കുക. ആ ഒരു ഗവൺമെന്റിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു പോളിസി അനൗൺസ് ചെയ്തു. അപ്പൊ അവിടെ എന്തായിരിക്കും ആ സബ്ജക്ട്? ഗവൺമെന്റ് എന്നുള്ള ഒരു സബ്ജക്ട് ഇറ്റ് വിൽ ബി സിംഗുലർ. ഓക്കെ, അവരെല്ലാവർക്കും ഒരു സിംഗിൾ ഒപ്പീനിയൻ ആണ്. സോ ദാറ്റ് ഗ്രൂപ്പ് വിൽ ബി കൺസിഡേർഡ് ആസ് എ സിംഗിൾ ഗ്രൂപ്പ്. ആ ഒരു സിംഗിൾ യൂണിഫൈഡ് എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കാണും. സോ ദാറ്റ് വിൽ ഹാവ് എ സിംഗുലർ വേർബ് ആയിരിക്കും. ഗവൺമെന്റ് അവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക, ആൻഡ് അവിടെ സിംഗുലർ വേർബ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഗവൺമെന്റ് ഹാവ് ഡിഫറെന്റ് ഒപ്പീനിയൻസ്. ഞാൻ നേരത്തെ കമ്മിറ്റി പറഞ്ഞ പോലെ തന്നെ ആ ഒരു കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആകുമ്പോൾ ആ ഒരു സബ്ജക്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ പ്ലൂറൽ സബ്ജക്ട്. അതേപോലെ ഈ ഗവൺമെന്റിലുള്ള ഓരോ മെമ്പറിനും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണെന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ പ്ലൂറൽ വേർബ് ആയിരിക്കും ഫോളോ ചെയ്യുക. ബിക്കോസ് അവിടെ ഗവൺമെന്റ് ഒരു സിംഗിൾ ഒപ്പീനിയനിലല്ല നിൽക്കുന്നത്. അവരുടെ ഒപ്പീനിയൻസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അവർ വ്യത്യസ്തമായ ഒപ്പീനിയൻസ് ആ പറയുന്നത്. ദർ ഇസ് എ ഡിസഗ്രിമെന്റ് ഒക്കറിംഗ് ദർ. അതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റ് സിംഗിൾ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. വിൽ ബി കൺസിഡറിംഗ് ഇറ്റ് ആസ് എ പ്ലൂറൽ സബ്ജക്ട്. സോ ദാറ്റ് വൈ ഇറ്റ് ഇസ് given that here a plural verb ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, which is have. നിങ്ങൾ has, have, had, be clear with that. Has is a singular one, have is a plural one. Okay, then the audience was large. The audience was large. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്റ്റീവ് നൗൺ ആണ്. ഓഡിയൻസിൽ കുറേ പീപ്പിൾ ഉണ്ടാവും, കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓഡിയൻസിനെ സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. സോ ദാറ്റ്സ് വൈ വാസ്. ഈസ്, വാസ് ഒക്കെ നമ്മൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യും അക്കോർഡിംഗ് ടു ദ ടെൻസ്. ആ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് ഏത് ടെൻസ് ആണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ സിംഗുലർ വേർബ്സിൽ നിന്ന് ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് സിംഗുലർ വേർബ്സ് ഈസിലി മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ എസ് കൊണ്ട് എൻഡ് ചെയ്യുന്ന മിക്കവാറും വേർബ്സ്, ഈ ഓക്സിലറി വേർബ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ബി, ജനറലി എസ്സിലായിരിക്കും ഈ സിംഗുലർ വേർബ്സ് എൻഡ് ചെയ്യുക. അതായത് ഈസ്, ഹാസ്, വാസ്. ഓക്കെ, സോ ഈസ്, ഹാസ്, വാസ് ഇതൊക്കെ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. റെസ്റ്റ് ഓൾ യു ക്യാൻ ഫൈൻഡ്, മെജോറിറ്റി ഓഫ് ദ ടൈംസ് യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് പ്ലൂറൽ. ഓക്കെ, ദ ഓഡിയൻസ് വർ ക്ലാപ്പിംഗ് ലൗഡ്ലി. ഇതൊരു കൺഫ്യൂസിംഗ് ആണ്. ദ ഓഡിയൻസ് വർ ക്ലാപ്പിംഗ് ലൗഡ്ലി. ഇവിടെ നിങ്ങൾക്ക് ഇന്റർചേഞ്ചബിളി വേറും യൂസ് ചെയ്യാം, വാസും യൂസ് ചെയ്യാം, ബട്ട് സ്റ്റിൽ വി പ്രിഫർ വേർ. കാരണം ക്ലാപ്പിംഗ് ലൗഡ്ലി അപ്പൊ ഒരു അതിലത്തെ മെമ്പേഴ്സിന്റെ ഒരു ആക്ടിവിറ്റി പറയുന്നത് കൊണ്ട് വേർന്ന് പറയും. യു ക്യാൻ ഓൾസോ വാസും യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ജനറലി ഇഫ് ഗ്രാമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ഇസ് ആസ്ക്ഡ് വേർ ദ മെമ്പേഴ്സിന്റെ ഒരു ആക്ടിവിറ്റീസിന്, ഓരോരുത്തരുടെ ആക്ടിവിറ്റീസിനെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണെങ്കിൽ പ്ലീസ് യൂസ് വേർ ദർ. ഓക്കെ, the family is on vacation. The family is on vacation. Family is on vacation means ആ ഫാമിലി ഒരുമിച്ച് ഒരു വെക്കേഷന് പോയിരിക്കുകയാണ്. ദേ ആർ ഓൺഗോയിങ്ലി ഇൻ ദാറ്റ് വെക്കേഷൻ. അതുകൊണ്ട് അവിടെ ഈസ് ആണ് യൂസ് ചെയ്യുക. കാരണം ആ ഒരു ഗ്രൂപ്പിനെ യൂണിഫൈഡ് ആയിട്ട് നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് സെന്റൻസ്. ദ ഫാമിലി ആർ വാച്ചിങ് TV in different rooms. The family are watching TV in different rooms. That means ഫാമിലിയിലത്തെ ഓരോ മെമ്പേഴ്സും ഓരോ റൂമിൽ പോയിട്ടാണ് TV കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് വേയിലാണ്. അവർ ഫിസിക്കലി പ്രസന്റ് ആയിട്ടുള്ളത് ഡിഫറെന്റ് ഏരിയാസിലാണ്. ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് എ ഗ്രൂപ്പ് ദർ. സോ that's why we use here are, which is a പ്ലൂറൽ വേർബ്. ഇപ്പൊ ഫാമിലിത്തെ ഓരോ മെമ്പേഴ്സും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിലാണ് എൻഗേജ്ഡ് ആയിട്ടുള്ളതെങ്കിൽ വി ഷുഡ് യൂസ് പ്ലൂറൽ. ഓക്കെ, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഒരു സിംഗിൾ ആക്ടിവിറ്റി, ദ ഫാമിലി ഈസ് വാച്ചിങ് TV അങ്ങനെ പറയാം നമുക്ക്. The family are watching TV in different rooms. അല്ലെങ്കിൽ the family വേറെ ഓരോ ഡിഫറെന്റ് ആക്ടിവിറ്റീസിലാണ് എൻഗേജ്ഡ് ആയിട്ടുള്ളതെങ്കിൽ we should use plural verb. Okay, so a tip for you to follow from this type of concord is that singular verb ഒരു ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്ത് വൺ ഫോർമാറ്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ, if the group act as one, if the group is acting as one thing, like ഒരു സിംഗിൾ ആക്ടിവിറ്റിയിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെങ്കിൽ we consider it as a singular subject and we എന്താണ് ഫോളോ ചെയ്യുക? which verb will be followed? A singular verb will be followed. Plural verb, members act individually. ഇവിടെ singular verb എപ്പോഴാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? because the group act as one.
ഒരു ഗ്രൂപ്പ് ആക്ട്സ് ആസ് വൺ ആണെങ്കിൽ നമ്മൾ വിൽ ഗിവ് ഇറ്റ് ആസ് സിംഗുലർ വെർബ്, whereas we'll be considering a plural verb where the members are acting differently or individually. So another form, another type, third type. We have studied so far 2 types of grammar. ഇനി next പഠിക്കാൻ പോകുന്ന type of grammar ഇതാണ്. Concord of proximity. Proximity means what? What do you mean by proximity? Proximity means distance or the closeness. Distance or closeness. എത്ര അകലെയാണോ അടുത്താണോ ദൂരെയാണോ, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. അടുത്താണോ ദൂരെയാണോ എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പ്രോക്സിമിറ്റി എന്ന് പറയാ. സോ ദ റൂൾ ഓഫ് നിയർനെസ്, അതായത് ചില വേർഡ്സ് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ വേർബ് ആ വേർബിന്റെ തൊട്ടടുത്ത് ഏത് സബ്ജക്റ്റ് ആണോ ഉള്ളത്, ഏതൊരു സബ്ജക്റ്റ്, വെദർ ഇറ്റ് ഈസ് പ്ലൂറൽ ഓർ സിംഗുലർ, തൊട്ടടുത്തുള്ള സബ്ജക്റ്റിനെയാണ് ഫോളോ ചെയ്യുക. ഓക്കെ, so നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. So what do you mean by concord of proximity? That means when two subjects are joined by either or, neither nor, or not only but also. ഇതൊക്കെ phrases ആണ് കേട്ടോ. ഈ phrases ഒക്കെ ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ the verb agrees with the nearest subject. അതിന്റെ തൊട്ടടുത്തുള്ള സബ്ജക്റ്റ് ഏതാണോ അതിനെയാണ് ഫോളോ ചെയ്യുക. Okay, so let's check some examples for that. Either Ramesh or his friends are coming. Either Ramesh or his friends are coming. ഇവിടുത്തെ സബ്ജക്റ്റ് നമുക്ക് കാണാം Ramesh or his friends, right? Either Ramesh or his friends. ഇവിടെ രമേശ് ആണ് പ്രൊസീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് രമേശ് ആണ്, ബട്ട് സ്റ്റിൽ ഇവിടെ ഫ്രണ്ട്സ് ആണ് സെക്കൻഡ് വരുന്നത്. അതായത് വേർബിനോട് ക്ലോസ് ആയിട്ട് വരുന്നത് ഫ്രണ്ട്സ് എന്നുള്ള സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാം, ഇതിനെ പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വേർബും ആയിട്ട് മാറ്റും. ഇവിടെ ഇത് രമേശ് ഓർ ഹിസ് ഫ്രണ്ട് എന്നാണെങ്കിലോ, ഇത് രമേശ് ഓർ ഹിസ് ഫ്രണ്ട് എന്നാണെങ്കിൽ വി യൂസ് ഇസ്. ഓക്കെ, കാരണം അവിടെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അതിനെ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ആൻഡ് ആ പ്ലൂറൽ സബ്ജക്റ്റ് ആവുമ്പോൾ നമ്മൾ എന്താ ഫോളോ ചെയ്യുക, വിൽ ബി ഫോളോയിങ് ദ സെന്റൻസ് വിത്ത് the subject with the plural verb. Okay, either Ramesh or his friends are coming. Out of friends എന്നുള്ളത് plural ആയതുകൊണ്ട് we will consider either or യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസിൽ, either or വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള സെന്റൻസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ വേർബിന്റെ തൊട്ടടുത്ത് ഏതാണോ ഉള്ളത് ആ സബ്ജക്റ്റിനെ മാത്രം ഫോളോ ചെയ്യാം. ഒരു പെർട്ടിക്കുലർ വേർബിന്റെ തൊട്ടടുത്തുള്ള ഏത് സബ്ജക്റ്റ് ആണോ അത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ അതിന്റെ നമ്പർ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ തൊട്ടടുത്തുള്ള വേർബിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് move on to the next sentence, which is either the teachers or the principal is responsible. ഇവിടെ ടീച്ചേഴ്സ് പ്ലൂറൽ ആണ് അല്ലേ? ടീച്ചേഴ്സ് പറഞ്ഞാല് ടീച്ചർമാർ പ്ലൂറൽ ആണ്. ഇവിടെ പ്രിൻസിപ്പൽ സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ നമ്മള് ഈസ്, ഇവിടെ വേർബിന്റെ തൊട്ടടുത്ത് വരുന്നത് പ്രിൻസിപ്പൽ ആണ്. അതുകൊണ്ട് നമ്മൾ പ്രിൻസിപ്പൽ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ വേർബ് ആണ് ഫോളോ ചെയ്യുക. പക്ഷെ ഇൻ കേസ് either the principal or the teachers ആണ് പറയുന്നതെങ്കിലോ, ടീച്ചേഴ്സ് ആണ് ഈ പ്രിൻസിപ്പലിന്റെ പൊസിഷനിൽ വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ആറായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു പ്രോക്സിമിറ്റി അനുസരിച്ചാണ് കോൺകോഡ് ഏതിനൊക്കെ യൂസ് ചെയ്യുക. either or വരുമ്പോൾ, neither nor വരുമ്പോൾ, not only but also. ഈ രണ്ട് ഇതിനെ നമ്മൾ പറയും കണക്റ്റിംഗ് ഫ്രേസസ് ആണ്. ഇത് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് ഒരു വേർബിന്റെ തൊട്ടടുത്ത് ഏത് സബ്ജക്റ്റ് ആണോ പ്രസന്റ് ആയിട്ടുള്ളത് ആ സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ തൊട്ടടുത്തുള്ള വേർബിനെ വിൽ ബി ഫ്രെയിമിങ്. ഓക്കെ, സോ either the teachers or the principal is responsible. I think it is ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർ യു. നിങ്ങൾക്ക് നിയർനെസ് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. തൊട്ടപ്പുറത്തെ സബ്ജക്റ്റ് എന്തോ ആയിക്കോട്ടെ, whether it is plural, whether it is singular, it doesn't matter. What does matter is that ഈ വേർബിന്റെ തൊട്ടടുത്തുള്ള സബ്ജക്റ്റ് അത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യാം. അതിൽ കുറേ മെമ്പേഴ്സിനെ പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ഇഫ് ഇറ്റ് ഇസ് പ്രിൻസിപ്പൽ ഓൺലി, ഇറ്റ് ഇസ് എ സിംഗിൾ സബ്ജക്ട്, സോ ദ സിംഗുലർ വേർബ് വിൽ ബി ഫോളോഡ് ബൈ ദാറ്റ് സബ്ജക്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. Neither my parents nor my brother is home. എൻ്റെ പാരൻസോ എൻ്റെ ബ്രദറോ വീട്ടിലില്ല. പാരൻസോ ഇല്ല,
ബ്രദറും വീട്ടിലില്ല. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വിചാരിക്കും ഓക്കെ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കില്ല, കാരണം പേരൻസും ഇല്ല ബ്രദറും ഇല്ല, രണ്ട് സബ്ജക്റ്റ് കമ്പൈൻ ചെയ്യാണ്, അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഉണ്ട് അതിൽ, അതുകൊണ്ട് അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിക്കൂടെ എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ പ്ലൂറൽ സബ്ജക്റ്റ്. ആ പെർട്ടിക്കുലർ വേർബ് ആ ഒരു സെന്റൻസിൽ വേർബ് വരുന്നതിന്റെ തൊട്ട് മുന്നേ ഏതാണോ ഉള്ളത് അത് ഇപ്പൊ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ആ സിംഗുലർ സബ്ജക്റ്റിനെ മാത്രമേ ആ വേർബ് ഫോളോ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ പേരൻസ് എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, പക്ഷെ ഇവിടെ വേർബിന്റെ തൊട്ടടുത്ത് വരുന്നത് ബ്രദർ ആണ്. ബ്രദർ ഇസ് എ സിംഗുലർ സബ്ജക്ട്, സോ ഒബ്വിയസ്ലി സിംഗുലർ വേർബ് വിൽ ബി യൂസ്ഡ്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. neither the teacher nor the students were late. ഇവിടെ ടീച്ചർ ഫസ്റ്റ് സബ്ജക്ട് ടീച്ചർ ആണ്. ടീച്ചർ ഇസ് ആക്ച്വലി എ സിംഗുലർ സബ്ജക്ട്, ബട്ട് യെറ്റ് ഇവിടെ സ്റ്റുഡൻസ് എന്നുള്ളത് ആക്ച്വലി പ്ലൂറൽ ആണ്, അല്ലെ? പ്ലൂറൽ ആണ്, സ്റ്റുഡൻസ് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യുന്ന വേർബും ആക്ച്വലി പ്ലൂറൽ ആയിട്ട് മാറും. ഇവിടെ ടീച്ചറും സ്റ്റുഡൻസും ആരും വൈകി എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്, വൈകിട്ടില്ല. neither the teacher nor the students were late. ടീച്ചറും സ്റ്റുഡൻസും ആരും ലേറ്റ് ആയിട്ടില്ല. സോ ഇവിടെ സ്റ്റുഡൻസ് കഴിഞ്ഞാലാണ് വേർബ് വരുന്നത്. അതുകൊണ്ട് സ്റ്റുഡൻസ് എന്താണ്? സ്റ്റുഡൻസ് ആക്ച്വലി പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതിന്റെ തൊട്ടടുത്ത് വരുന്ന വേർബും ആക്ച്വലി പ്ലൂറൽ ആയിട്ട് മാറണം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. നെക്സ്റ്റ് ഒരു സിനേറിയോ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് സിനേറിയോ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വരുന്ന കേസസിൽ എങ്ങനെയായിരിക്കും ഫോളോ ചെയ്യുന്നത് നോക്കാം. Not only the boys but also the teacher was happy. ബോയ്സ് മാത്രമല്ല, അല്ലെങ്കിൽ ബോയ്സിനെ കൂടാതെ ടീച്ചറും ഹാപ്പി ആയിരുന്നു. ബോയ്സ് മാത്രമല്ല ടീച്ചറും കൂടെ ആ ഒരു whatever situation be whatever be ആ ഒരു സെന്റൻസ് മീൻ ചെയ്യുന്നത് ബോയ്സിനെ കൂടാതെ അല്ലെങ്കിൽ ആ ബോയ്സ് മാത്രമല്ല ടീച്ചറും കൂടി ഹാപ്പി ആയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ടീച്ചറും ഹാപ്പിയാണ്, ബോയ്സും ഹാപ്പിയാണ്, സോ ഒബ്വിയസ്ലി അത് പ്ലൂറൽ ആയിരിക്കില്ലേ? ടീച്ചറും ഉണ്ട് ബോയ്സും ഉണ്ട്, മെമ്പേഴ്സ് കൂടുതലാണ്, അതുകൊണ്ട് അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിക്കൂടെ എന്നൊരു തോട്ട് നമുക്ക് മൈൻഡിൽ വരാം. ബട്ട് റിമെമ്പർ ഇവിടെയും എന്താണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്? ബട്ട് ഓൾസോക്ക് ശേഷം വന്നിട്ടുള്ളത് ദ ടീച്ചർ ആണ്. ആ ടീച്ചർ ആണ് നിയർ ടു ദ വേർബ്, അല്ലെ? ഇവിടെ കൊടുത്തിട്ടുള്ള വേർബ് വാസ് ആണ്. ഈ വാസിന് തൊട്ടടുത്തായിട്ടുള്ളത് ദ ടീച്ചർ ആണ്. അപ്പൊ ഈ ടീച്ചർ വേർബ് വരേണ്ട സ്ഥലത്തിന്റെ തൊട്ട് മുന്നേ ഏത് സബ്ജക്റ്റ് ആണോ, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ആ വേർബ് സിംഗുലർ ആവും. പ്ലൂറൽ ആണ് തൊട്ടടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എങ്കിൽ വേർബ് പ്ലൂറൽ ആവും. ഇവിടെ ടീച്ചർ സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് വേർബും സിംഗുലർ ആണ്. Another example, not only the teacher but also the boys. ഇന്റർചേഞ്ച് ചെയ്തു. നേരത്തെ പറഞ്ഞ സെന്റൻസിനെ ഇന്റർചേഞ്ച് ചെയ്തു. അതായത് ഫസ്റ്റ് ടീച്ചറെ കൊണ്ടുവന്നു, പിന്നെ ബോയ്സിനെ കൊണ്ടുവന്നു. സെയിം സെന്റൻസ് ആണ്, പക്ഷെ എന്താ ഡിഫറൻസ് വന്നത്? വേർബ് തൊട്ടടുത്ത് വരുന്ന സബ്ജക്റ്റ് ഏതാണോ അത് ചേഞ്ച് ആയി, അല്ലെ? നേരത്തെ വേർബിന്റെ തൊട്ടടുത്തുള്ള സബ്ജക്ട് ടീച്ചർ ആയിരുന്നു, അത് സിംഗുലർ ആയിരുന്നു. പക്ഷെ സെയിം സെന്റൻസ് ആണ്, മീൻ ചെയ്യുന്നത് സെയിം ആണ്, ബട്ട് സ്റ്റിൽ എന്താ ചേഞ്ച് ചെയ്തത്? സബ്ജക്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ടീച്ചർ തൊട്ട് മുന്നത്തേക്ക് പോയി, അത് അവിടെയുള്ള പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്ന ബോയ്സിനെ റീപ്ലേസ് ചെയ്ത് ടീച്ചർ ആദ്യത്തോട്ട് കയറി, ആൻഡ് ബോയ്സ് ആണ് പിന്നെ വരുന്നത്. അപ്പൊ ദ ബോയ്സ് ആണ് പ്ലൂറൽ ആയിട്ട് ബോയ്സ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേർബ് പ്ലൂറൽ ആയിട്ട് മാറും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, സെയിം സെന്റൻസ് ആണ്, ഇവിടെ ഇന്റർചേഞ്ച് ചെയ്തു. ടീച്ചറിൽ നിന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ ബോയ്സിനെ കൊണ്ടുവന്നു. അപ്പം വേർബിന്റെ തൊട്ടടുത്ത് ഏത് സബ്ജക്റ്റ് ആണോ ഫോളോ ചെയ്യുന്നത് അത് അവിടെ എന്തായി മാറി? പ്ലൂറൽ ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഇവിടെ വേർ യൂസ് ചെയ്തത്. ഈസ് വാസ് സിംഗുലർ ആണ്, ആറ് വേർ പ്ലൂറൽ ആണ്. ഐ ഹോപ്പ് യു നോ ദാറ്റ്. സോ ഒരു ടിപ്പ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഈ ഒരു ടൈപ്പ് ഓഫ് അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് കോൺകോർഡിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഓൾവേസ് ചെക്ക് ദ ക്ലോസസ്റ്റ് സബ്ജക്ട് ടു ദ വേർബ് ആൻഡ് മേക്ക് ദ വേർബ് അഗ്രി വിത്ത് ഇറ്റ്. ഒരു വേർബ് വരേണ്ട സ്ഥലത്തിന് തൊട്ട് മുന്നേ ആയിട്ട് ഏത് ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് ആണ് വരുന്നത് ആ സബ്ജക്റ്റിനനുസരിച്ച് തൊട്ടടുത്തുള്ള വേർബിനെ ചേഞ്ച് ചെയ്യുക. സിംഗുലർ ആണ് തൊട്ടടുത്തെങ്കിൽ വേർബ് വിൽ ബി സിംഗുലർ, പ്ലൂറൽ ആണ് തൊട്ടടുത്തുള്ള സബ്ജക്റ്റ് എങ്കിൽ ചേഞ്ച് ഇറ്റ് ടു ദ പ്ലൂറൽ വേർബ്. Okay, I hope this type of concord is clear. ഈ ഒരു type of concord ആണ് generally confusing ആയിട്ട് വരിക. I hope this is okay for you. Okay, next is concord of person. What is concord of person?
പേഴ്സൺ എന്താ നിങ്ങൾ ഗ്രാമറിൽ ഇംഗ്ലീഷിൽ പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഫസ്റ്റ് പേഴ്സൺ മീൻസ് നമ്മളുടെ ഒരു പൊസിഷനിൽ നിന്ന് നമ്മളെ അഡ്രസ് ചെയ്ത് പറയുമ്പോഴാണ് ഇത് ഫസ്റ്റ് പേഴ്സൺ ആവുക. ഓക്കെ, മീ, മൈ, മൈസെൽഫ്, ഐ, ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺ ആണ് വരിക. ഓക്കെ, സോ നമുക്കൊരു ചാർട്ട് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു ചെക്ക് ദിസ് ചാർട്ട്. അതായത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഇസ് ഐ. നമ്മൾ ഐ ആം ഡൂയിങ് ദിസ് എന്നൊക്കെ പറയാറില്ലേ. സോ ഫസ്റ്റ് പേഴ്സണിൽ വി യൂസ്, അവിടെ സബ്ജക്റ്റ് എന്താണ്? ഐ ആയിരിക്കും. അവിടെ യൂസ് ചെയ്യുന്ന വേർബ് ആം ആയിരിക്കും. ഐ ആം. വെരി എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ വേറൊക്കെ യൂസ് ചെയ്യുള്ളൂ. നമ്മളിപ്പോ ഒരു വിഷ് പറയാൻ, ഐ വിഷ് ഐ വർ ദാറ്റ്, അങ്ങനെ ഐ വിഷ് ഐ വർ എ സൂപ്പർ ഹീറോ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ്. അങ്ങനെ നമ്മളൊരു വിഷ് ഒക്കെ പ്രകടിപ്പിക്കുന്ന ടൈമിൽ മാത്രമേ നമ്മൾ ഐന്റെ കൂടെ വേറൊക്കെ യൂസ് ചെയ്യുള്ളൂ. ബട്ട് അതർ ഓൾ ടൈംസ് വി യൂസ് ആം. Okay, I am tired, I am going, I am playing, I am writing, I am going to meet that person, I am going to watch movie, I am playing. So all these things am ആണ് ഐന്റെ കൂടെ വരാ. ഞാൻ പറഞ്ഞു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എവിടെയാണ് എക്സെപ്ഷണൽ കേസ് വരാ? ചില വിഷ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ഐ വിഷ് ഐ വർ എ പൈലറ്റ്, ഐ വിഷ് ഐ വർ എ ക്രിക്കറ്റർ, ഐ വിഷ് ഐ വർ എ സൂപ്പർ ഹീറോ. സോ ഓൾ ദീസ് തിങ്സ്, ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷനിൽ നമ്മൾ ഐ വർ എന്ന് യൂസ് ചെയ്യും. ബട്ട് ദാറ്റ് ഇസ് എ വെരി ഒക്കേഷണൽ കേസ്. ഓക്കെ, ബട്ട് മെജോറിറ്റി ഓഫ് ദ ടൈം എന്താ വരാ? ആം ആണ് വരാ. ഇനി ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, ഞാൻ പറഞ്ഞു നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ പറയും വി ആസ് എ ഗ്രൂപ്പ് അല്ലെ. വി വരുമ്പോൾ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ആറാണ്. ആർ ആക്ച്വലി പ്ലൂറൽ വേർബ് ആണ്. ഓക്കെ, സോ വി ആർ റെഡി. നമ്മൾ ഒരിക്കലും വി ഈസ് റെഡി പറയാറില്ലല്ലോ, ഇല്ല. വി വാസ് റെഡി എന്നും പറയാറില്ല. സോ നമ്മൾ യൂസ് ചെയ്യുക വി ആർ റെഡി, അല്ലെങ്കിൽ വി വർ ഗോയിങ് ടു, വേർ ആർ ഒക്കെ റിപ്പീറ്റഡ്ലി നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യും. സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഐന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുക ആം ആണ്. ദെൻ ഐ വാസ് ഒക്കെ യൂസ് ചെയ്യും. ഇസ് ആർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഐ വാസ് ആൻഡ് ഐ വർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇന്റർചേഞ്ചബിളി, ഒക്കേഷണലി. ബട്ട് മെജോറിറ്റി ഓഫ് ദ ടൈം ആം ആണ് വരാ. ഓക്കെ, ദെൻ വി ആർ റെഡി. ആൻഡ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഞാൻ പറഞ്ഞ എക്സെപ്ഷണൽ പ്ലൂറൽ കേസ് ഐ വിഷ് ഐ വെർ വരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡു റിമെമ്പർ ദാറ്റ്. ദെൻ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വരുമ്പോൾ വി ആർ പ്ലൂറൽ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ്. വീണ്ടും കൂടെ എപ്പോഴും നമ്മൾ ആറാണ് യൂസ് ചെയ്യുക, ആർ ആൻഡ് വർ. ഇനി സെക്കൻഡ് പേഴ്സൺ യു, നീ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരാളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മൾ യു അധികവും നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരിക്കലും നമ്മൾ യു ഏഴ്സ് എന്ന് പറയില്ല, നമ്മൾ യു ആർ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ പ്ലീസ് ഡു ചെക്ക് ദാറ്റ് യുവിന്റെ കൂടെ എപ്പോഴും വരിക ആറാണ്. നെക്സ്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ, അവൻ അവൾ അത്, ഹി ഷീ ഇറ്റ്, അതിൻ്റെയൊക്കെ കൂടെ ഈസ് ആണ് വരിക. ഈസ് അല്ലെങ്കിൽ ഒരു സിംഗുലർ വേർബ് ആണ് അതിനെ ഫോളോ ചെയ്ത് വരിക. കാരണം ഈ തേർഡ് പേഴ്സൺ സിംഗുലറിൽ വരുന്ന കാറ്റഗറീസ് ആണ് ഹി ഷീ ഇറ്റ് ഒക്കെ. നമ്മൾ ഒരിക്കലും ഇറ്റ് ആർ അല്ലെങ്കിൽ ഷീ ആർ, ഷീ ഡു എന്നൊന്നും പറയില്ല. ആൻഡ് ഞാൻ ഹാസ് ഹാവ് ഹാഡ് പറഞ്ഞ പോലെ തന്നെ വി ഹാവ് അനദർ കാറ്റഗറി വിച്ച് ഇസ് ഡു ഡസ് ഡിഡ്. ഇതിൽ ഡു ആക്ച്വലി പ്ലൂറൽ ആണ്, ഡസ് സിംഗുലർ ആണ്, ഡിഡ് രണ്ടിന്റെയും വാട്ട് പാസ്റ്റ് ഫോം ആണ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. വിച്ച് ഇസ് ഹാസ് ഹാവ് ഹാഡ്. ഹാസ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂറൽ ആണ്, ഹാഡ് രണ്ടിന്റെയും പാസ്റ്റ് ഫോർമാറ്റ് ആണ്. ഇതേപോലെ തന്നെ ഡു പ്ലൂറൽ ആണ്, ഡസ് സിംഗുലർ ആണ്, ആൻഡ് ഡു ഡസിന്റെയും രണ്ടിന്റെയും പാസ്റ്റ് ഫോർമാറ്റ് ആണ് ഡിഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈസ്, വാസ്, ഹാസ്, ഡസ് എല്ലാത്തിന്റെ എൻഡിലും എസ് ആണ്. സോ നിങ്ങൾക്ക് ഈസിലി അത് കണക്ട് ചെയ്യാം. അതൊക്കെ സിംഗുലർ വേർബ്സ് ആണ്. ഓക്കെ, ഈ സിംഗുലർ വേർബ്സ് ആണ് സിംഗുലറിന്റെ കൂടെ വരിക. അതായത് ഹി ഡസ്, ഷീ ഡസ്, അല്ലെങ്കിൽ ഷീ ഹാസ്, ഹി ഹാസ് എന്നേ വരുള്ളൂ. ഓക്കെ, പക്ഷെ ഇവർ ചെയ്ത ആക്ടിവിറ്റി ഷീ ഡിഡ് ഹർ ഹോംവർക്ക് വരാം. She does her homework. She does her homework in the past form ആണ് she did her homework. Okay, did both singular and plural കൂടെ വരാം, no issues. But remember she do ഒരിക്കലും വരില്ല, because do is a plural format. Plural format ആണ് doവും haveഉം. അതൊരിക്കലും ഹീന്റെയും ഷീന്റെയും കൂടെ വരില്ല. ഓക്കെ, ഹീന്റെയും ഷീന്റെയും കൂടെ വരിക ഹാസും ഡസും ആണ്.
നോട്ട് ദാറ്റ് പോയിന്റ്. ഓക്കെ, അതേപോലെ ദേ ഡൂന്നേ വരുള്ളൂ, ദേ ഡസ്ന്ന് വരില്ല. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടാവും ആ ഒരു സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന്. അപ്പൊ ഡു ദേ എന്ന് നമ്മൾ ചോദിക്കും. ഡസ് ദേ എന്ന് ചോദിക്കോ? ഇല്ല, കാരണം ഡസ് സിംഗുലർ ആണ്, ദേ ആക്ച്വലി പ്ലൂറൽ ആണ്. തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ് ദേ. അതിന്റെ കൂടെ നമ്മൾ ആറ്, വേർ, ഹാവ്, ഡു ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് വേർബ്സ്, ഇതല്ലാതെ വേർബ്സ് ഇല്ലേ, പ്ലേ, സ്റ്റഡി, ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുക. ഹൗ വി ചേഞ്ച്? സിംഗുലർ ആണെങ്കിൽ എസ് ഓർ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കുക, പ്ലൂറൽ ആണെങ്കിൽ മേക്ക് ഇറ്റ് റിമെയിൻ ആസ് സച്ച്. ആ വേർബ് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത് അതേപോലെ വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് ദാറ്റ് ഈ പേഴ്സണിൽ വരുന്ന കോൺകോർഡ് ടൈപ്പിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു, കാരണം ഇത് വെരി സിമ്പിൾ ആണ്. പ്ലീസ് ഡു ചെക്ക്. ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ്. I am studying English. Am ആണ് വരിക. You are watching TV. You are watching TV. You is വരില്ല, you has വരില്ല, you does വരില്ല. He is singing beautifully. Is, was, does, has ഒക്കെ വരും ഹീന്റെ കൂടെ. ബട്ട് നോട്ട് ഏതൊക്കെ വരില്ല? ആറ് വരില്ല, വേറെ വരില്ല, ഹാവ് വരില്ല, ഡു വരില്ല. He is singing beautifully. These are some random examples, very simple examples. Okay. She is teaching grammar. She are teaching grammar വരില്ല, is എ വരുള്ളൂ. We are planning a trip. വീണ്ടും കൂടെ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും വരിക, ആറ്. ആറ് ഞാൻ പറഞ്ഞു പ്ലൂറൽ ആണ്. വേറ് ആറിന്റെ പ്ലൂറൽ, ആറും വേറും പ്ലൂറൽ ആണ്. ആറിന്റെ പാസ്റ്റ് ഫോമാറ്റ് ആണ് വേർ. They are coming soon. ഞാൻ പറഞ്ഞു പേഴ്സൺസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഫസ്റ്റ് പേഴ്സൺ ആണ് ഐ, സെക്കൻഡ് പേഴ്സൺ ആണ് യു, തേർഡ് പേഴ്സൺ ആണ് ഷീ, ഹി, ഇറ്റ് ഒക്കെ. ഓക്കെ, അതന്നെ തേർഡ് പേഴ്സണിലും ഫസ്റ്റ് പേഴ്സണിലും ഒക്കെ സിംഗുലറും പ്ലൂറലും ഒക്കെ ഉണ്ടാവും. തേർഡ് പേഴ്സൺ പ്ലൂറൽ എന്താണ്? ദേ ഒക്കെ. ദേ വരുന്നതും ദോസ് ഒക്കെ വരുന്നതും ഒക്കെ പ്ലൂറൽ ആണ്. So a tip for you in this type is that third person singular subjects always take S or ES in present tense. S or ES or take ചെയ്യും. സിംഗുലർ സബ്ജക്ട് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്, അതായത് ഷീ വരുന്നത്, ഹി വരുന്നത്, ഇറ്റ് വരുന്നത്, അതായത് ഷീ പ്ലേസ് ഫുട്ബോൾ അല്ലെങ്കിൽ ഷീ റൈറ്റ്സ് നോവൽ, എസ് വരുന്ന കണ്ടില്ലേ. സോ എപ്പോഴും സിംഗുലർ പേഴ്സൺ, സിംഗുലർ ആയിട്ടുള്ള തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഷീന്റെ കൂടെ എപ്പോഴും എന്താ വരാം? സിംഗുലർ വേർബ് ആണ് വരാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് കോൺകോർഡ് ഓഫ് നമ്പർ. കോൺകോർഡ് ഓഫ് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ സിമിലർ ഫാക്ടർ ആണ്. ആ ഒരു സബ്ജക്റ്റിൽ എത്ര നമ്പർ ഉണ്ട് എന്ന് നോക്കാം. ഇപ്പൊ ബോയ് ആണെങ്കിൽ ഒരു ബോയ് ഉണ്ട്, ഒറ്റ ബോയ്. ബോയ്സ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്, മെമ്പേഴ്സ് കൂടുതലാണ്, അതുകൊണ്ട് റൺ ആയിരിക്കും, പ്ലൂറൽ ആയിരിക്കും. സോ ഒരു സബ്ജക്റ്റിൽ എത്ര നമ്പർ ഉണ്ടോ അത് നമ്പർ സെപ്പറേറ്റ്ലി എൻഗേജ് ആയിരിക്കണം. ഞാൻ പറഞ്ഞു കളക്റ്റീവ് നൗൺസ് ഉണ്ട്, കമ്മിറ്റിയിൽ ലോട്ട് ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവും, പക്ഷെ അവർ യൂണിഫൈഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കൺസിഡർ ചെയ്യുക സിംഗുലർ ആയിട്ടാണ്. പക്ഷെ നമ്പേഴ്സ് കൂടുതലുള്ള രീതിയിൽ സബ്ജക്ട് വന്നാൽ ഒബ്വിയസ്ലി വിൽ ബി യൂസിങ് ഇറ്റ് ആസ് എ പ്ലൂറൽ സബ്ജക്ട്. ഓക്കെ, ദ ബോയ് runs fast because boy is a singular subject. The boys run fast because boys എപ്പോഴും പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ പ്ലൂറൽ verb. My friend has a car. ഫ്രണ്ട് ഇവിടെ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ സിംഗുലർ ആയിട്ടുള്ള ഹാസ് അതിന് ഫോളോ ചെയ്തിട്ട് വരുള്ളൂ. Then my friends have cars. My friends have cars. പിന്നെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഈ വേർബ് കഴിഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിനെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വേർബിനെ കൺസിഡർ ചെയ്യരുത്. കാരണം വേർബും ഒബ്ജക്റ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല. വേർബ് എപ്പോഴും എന്തിനെ മാത്രമേ എഗ്രി ചെയ്യുള്ളൂ? സബ്ജക്റ്റിനെ മാത്രമേ നോക്കുള്ളൂ. സബ്ജക്റ്റ് എത്രയാണോ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക വേർബ്. ഒരിക്കലും ഒബ്ജക്റ്റിനെ നോക്കരുത്. ഇപ്പൊ ഇവിടെ കാർസ്, ടോയ്സ് എന്നൊക്കെ കാണാം, അതൊക്കെ ഒബ്ജക്ട്സ് ആണ്. അപ്പൊ നിങ്ങൾ ഈസിലി ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് എന്താണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. ആ സബ്ജക്റ്റ്, അത് നിങ്ങൾക്ക് ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ആ സെന്റൻസ് മെയിൻലി ആരെയാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത്, അതാണ് അതിന്റെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എത്രയുണ്ടോ നമ്പർ, അല്ലെങ്കിൽ എത്രയാണ് നമ്പർ ആയിട്ട് വരുന്നത്, എത്ര കൂടുതലുണ്ട്, ഒരു ഗ്രൂപ്പ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്, കളക്റ്റീവ് നൗൺ ആണോ, സിംഗുലർ ആയിട്ടുള്ള നൗൺ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഒരു വേർബിനെ കൺസിഡർ ചെയ്യാൻ. അപ്പൊ ഈ ഒരു വേർബും സബ്ജക്റ്റും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. ഒരിക്കലും ബാക്കി ആ സെന്റൻസിൽ എന്തൊക്കെ വന്നോട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. പിന്നെ ചില കേസസ് ഉണ്ട്, ഞാൻ പറഞ്ഞ മാതിരി either or വെച്ച് വരുന്നതിൽ ആ വേർബിന്റെ തൊട്ടടുത്തുള്ള സബ്ജക്റ്റിനെ മാത്രമേ അത് ഫോളോ ചെയ്യുള്ളൂ.
ഓക്കെ, ഐ ഹോപ്പ് സോ ഫാർ ക്ലിയർ ആണെന്ന്. കാരണം അത് വെരി ബേസിക് ടൈപ്സ് ഓഫ് either or neither or ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കൺഫ്യൂസിങ് ആവുക. ബട്ട് പ്ലീസ് ഡു മേക്ക് എ വെൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദാറ്റ്. ഇനി കുറച്ച് റൂൾസ് ഉണ്ട്. ഈ റൂൾസ് ആണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഒരു സെറ്റ് ഓഫ് റൂൾസിലാണ് ഈ കോൺകോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതൊക്കെ വെരി ബേസിക് ഫോർമാറ്റ് ആണ്. ഇനി ഈ റൂൾസ് ബേസ് ചെയ്തിട്ടാണ് ജനറലി കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. വെരി ബേസിക് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. മേ ബി കാറ്റഗറി 1 to കുറച്ചുകൂടി ഒരു ലെവൽഡ് അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സോ നമുക്ക് ഏതൊക്കെ റൂൾസ് ബേസ് ചെയ്തിട്ടാണ് കോൺകോഡിനെ നമുക്ക് കുറച്ചും കൂടി ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. ഈ ടൈപ്സിന് പുറമേയുള്ള റൂൾസ് ആണ് കേട്ടോ ഇത്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് റൂൾ? 2 or more singular subjects joined by and will be a plural verb. നമുക്കറിയാം ആൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാണ് രണ്ട് സബ്ജക്ട്സിനെ. അത് സിംഗുലർ ആവാം, പ്ലൂറൽ ആവാം, വാട്ട് എവർ ബി. ആൻഡ് വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് എ പ്ലൂറൽ വെർബ് വിത്ത് സം എക്സെപ്ഷൻ. ആ എക്സെപ്ഷൻ എന്താണെന്ന് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. ബട്ട് ജനറലി രണ്ട് എൻറ്റിറ്റീസിനെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യാണ്. ആൻഡ് അതൊരു രണ്ട് എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് മീൻ ചെയ്യുന്നത്. എൻറ്റിറ്റി മീൻസ് രണ്ട് ഡിഫറെന്റ് തിങ്സ് ആയിട്ടാണ് മീൻ ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും verb. So we can check on to the examples. And നിങ്ങൾ ഈ ഗ്രാമറിൽ ഏതൊരു ഫോർമാറ്റ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് എക്സാമ്പിൾസ് വെച്ച് പഠിക്കാം. കാരണം നിങ്ങൾ തിയറി മാത്രം പഠിച്ചാൽ ഗ്രാമർ വോണ്ട് ബി ഡൈജസ്റ്റബിൾ ഫോർ യു. നിങ്ങൾക്ക് ഗ്രാമർ അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല. നമ്മൾ തിയറി വെച്ച് മനസ്സിലാക്കിയാൽ, ബിക്കോസ് തിയറി എവിടെയും ചോദിക്കില്ല, നമുക്ക് പ്രാക്ടിക്കാലിറ്റി ആണ് വാട്ട് മാറ്റേഴ്സ് ഇൻ ഗ്രാമർ. സോ മാക്സിമം എക്സാമ്പിൾസ് ചെക്ക് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് പഠിക്കുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ബി an expert in grammar. Okay. And use this in your language. നിങ്ങൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ please do use these grammatical ideas that you have studied. So examples. Ram and Sita are friends. ഇവിടെ and വെച്ചിട്ട് രാമനെയും സീതനെയും കമ്പൈൻ ചെയ്തു, അതുകൊണ്ട് are friends. അവിടെ രാമും സീതയും ഫ്രണ്ട്സ് ആണ്, രണ്ടുപേരുണ്ട്. ഒബ്വിയസ്ലി ഈസിയാണ്, രാമും സീതയും ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവിടെ എന്തായിരിക്കും? പ്ലൂറൽ ആണ് സബ്ജക്ട്. രാം ആൻഡ് സീത രണ്ടും കൂടിയാണ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരിക, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ പ്ലൂറൽ വേർബ് ആണ്. മൈ ഫാദർ ആൻഡ് മദർ വർക്ക് ഹാർഡ്. എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പണിയെടുക്കും. അപ്പം അച്ഛനും അമ്മയും ഉണ്ട്, അതുകൊണ്ട് രണ്ടുപേരുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ പ്ലൂറൽ ആയിരിക്കും. ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡും സിൽവറും പ്രഷ്യസ് മെറ്റൽസ് ആണ്. അപ്പൊ അവിടെയും പ്ലൂറൽ വേർബ് ആയിരിക്കും വരിക. സോ ഗോൾഡ് ആൻഡ് സിൽവർ ആർ പ്രഷ്യസ് മെറ്റൽസ്. ഗോൾഡ് ആൻഡ് സിൽവർ ഇസ് പ്രഷ്യസ് മെറ്റൽസ് എന്ന് നമ്മൾ പറയില്ല, കാരണം ഡിഫറെന്റ് മെറ്റൽസ് ആണ്. അപ്പം ആറാണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് എ പ്ലൂറൽ സബ്ജക്ട്, സോ ഒബ്വിയസ്ലി ദ വേർബ് ഓൾസോ വിൽ ബി എ പ്ലൂറൽ വൺ. ഇനി ബ്രെഡ് ആൻഡ് ബട്ടർ. ഓ മൈ ഗോഡ്, 1 minute. Okay. Bread and butter are on the table. Bread and butter are on the table. ഈ ഒരു തിങ് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. ബ്രെഡ് ആൻഡ് ബട്ടർ ആർ ഓൺ ദി ടേബിൾ. ബ്രെഡും ബട്ടറും ടേബിളിൽ ഉണ്ട്. ഓക്കെ, ബ്രെഡും ബട്ടറും ടേബിളിൽ ഉണ്ട്, രണ്ട് ഡിഫറെന്റ് തിങ് ആയിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ പ്ലൂറൽ വേർബ് ആയിരിക്കും വരിക. ഓക്കെ, ഈ ഒരു സെന്റൻസ് ഡു റിമെമ്പർ നിങ്ങൾ. ഇനി എക്സെപ്ഷൻ എന്താന്ന് നോക്കാം. എന്തായിരിക്കും എക്സെപ്ഷൻ? ഞാൻ ബ്രെഡ് ആൻഡ് ബട്ടർ കേസ് പറഞ്ഞു. അതായത് ഒരു രണ്ട് കാര്യങ്ങളെ നമ്മൾ ആൻഡ് വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ അതൊരു വൺ തിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ സിംഗുലർ വേർബ് വരും. കൺഫ്യൂസ്ഡ് ആവണ്ട. അതായത് ഐഡിയ, നമ്മൾ ആ ഒരു ഐഡിയനെ എടുക്കുക. അതായത് ബ്രെഡ് ആൻഡ് ബട്ടർ വാസ് ഓൺ ദ ടേബിൾ പറയോ? ഇല്ല, ബ്രെഡ് ആൻഡ് ബട്ടർ വേർ ഓൺ ദി ടേബിൾ അല്ലെങ്കിൽ ആർ ഓൺ ദി ടേബിൾ എന്നാ പറയുക. കാരണം ബ്രെഡും ബട്ടറും സെപ്പറേറ്റ് ആയിട്ടാണ് ആ ടേബിളിൽ കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അവിടെ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യും. ഓക്കെ, പക്ഷെ ബ്രെഡും ബട്ടറും ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലോ, അവിടെ അത് ബ്രെഡ് ആൻഡ് ബട്ടർ രണ്ട് ഡിഫറെന്റ് തിങ് ആയിട്ട് മാറില്ല. നമ്മൾ ഈസിലി നിങ്ങളുടെ മൈൻഡിൽ ആലോചിച്ച് നോക്കുക. ബ്രെഡും ബട്ടറും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നു ടേബിളിൽ. ഓക്കെ, നിങ്ങൾ അത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുമ്പോൾ ബട്ടർ ബ്രെഡിൽ തേച്ചിട്ടാണ് നിങ്ങൾ അതിനൊരു സിംഗിൾ ആക്കി എടുത്തിട്ടാണ് നിങ്ങൾ വായിൽ വെച്ച് കഴിക്കുന്നത്. അപ്പൊ അവിടെ ബ്രെഡും ബട്ടറും ഒരു സിംഗിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറി. ഓക്കെ, അവിടെ ഒരു
അതായത് ഇപ്പം നമ്മൾ ബ്രെഡ് ഓംലെറ്റ് എന്ന് പറയുന്ന കേസിൽ അവിടെ ബ്രെഡും എഗ്ഗും ആക്ച്വലി രണ്ട് ഡിഫറെന്റ് തിങ്സ് ആയിരുന്നു. പക്ഷെ ബ്രെഡ് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ അത് സിംഗിൾ തിങ് ആയിരിക്കും. അത് ഏതൊരു കേസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ വാട്ട് എവർ ബി, നമ്മളൊരു ഡിഷ് എടുക്കുമ്പോൾ അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും അല്ലെ, പക്ഷെ നമ്മൾ അതൊരു സിംഗിൾ ഡിഷ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ബ്രെഡ് ആൻഡ് ബട്ടർ രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളായിട്ട് ടേബിളിലൊക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള വേർബിനെ യൂസ് ചെയ്യും, വിച്ച് ഇസ് ആർ ഓർ വർ, വാട്ട് എവർ ബി. പക്ഷെ ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് ഞങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ ആൻഡ് യൂസ് ചെയ്തൊരു കാര്യം കാണുമ്പോൾ, അല്ലെങ്കിൽ വാട്ട് എവർ സെന്റൻസ് ബി, നിങ്ങൾ ചാടിക്കയറി സബ്ജക്റ്റിനെ മാത്രം നോക്കി ഇടരുത്. ആ ഫുൾ സെന്റൻസ് വായിച്ച് നോക്കുക, എന്നിട്ട് എന്താണ് ആ സെന്റൻസ് കൺവേ ചെയ്യുന്ന ഐഡിയ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പം ബ്രെഡും ബട്ടറും ടേബിളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളാണ്. പക്ഷെ ബ്രെഡും ബട്ടറും ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് മാറും, സിംഗുലർ വേർബേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു എക്സെപ്ഷൻ നിങ്ങൾ മൈൻഡിൽ കേട്ടുക. അതായത് ബ്രെഡ് ആൻഡ് ബട്ടറിന് ഒരു സിമ്പിൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ മതി. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ ബ്രെഡിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടാണ് നിങ്ങൾ കഴിക്കുക അല്ലേ. അപ്പൊ അത് ഒരു സിംഗിൾ തിങ് ആയിട്ട് മാറുന്നുണ്ട്. ഒരു സിംഗിൾ നിങ്ങൾ സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് കഴിക്കുക, ബ്രെഡ് ആൻഡ് ബട്ടർ ഇൻ ബിറ്റ്വീൻ ചെയ്തിട്ടാണ് നിങ്ങൾ കഴിക്കുക. അപ്പൊ അത് അവിടെ ഒരു സിംഗിൾ തിങ് ആയിട്ട് മാറുന്നു, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു തിങ് അവിടെ പ്ലൂറൽ അല്ല, സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ അതിനെ ഫോളോ ചെയ്ത് വരുന്ന വേർബും എന്തായിരിക്കും? സിംഗുലർ വേർബ് ആയിരിക്കും. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാലോചിക്കുക. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓക്കെ ബ്രെഡ് ആൻഡ് ബട്ടർ രണ്ട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ജനറലി അതൊരു പ്ലൂറൽ ആയിരിക്കാം, അതുകൊണ്ട് ഞാൻ പ്ലൂറൽ യൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പോകരുത്. ഫുള്ള് വായിച്ചു നോക്കുക സെന്റൻസ്. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വരും, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ആണ്, സിംഗിൾ സബ്ജക്റ്റ് ആണ് വരിക, ബ്രെഡ് ആൻഡ് ബട്ടർ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എനിബഡി? ബ്രെഡ് ആൻഡ് ബട്ടർ. ഇതേപോലെ കുറച്ച് എക്സെപ്ഷൻ കേസസ് ഉണ്ട്. നമ്മൾ കുറച്ച് രണ്ടെണ്ണം ഒരുമിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു സിംഗിൾ ഐഡിയ ആണ് തരുന്നതെങ്കിൽ അതിനെ നമ്മൾ ജനറലി സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം ജനറലി എന്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത്? ഒരു സെന്റൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക, അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് സെന്റൻസ്, വാട്ട് ഈസ് ദി ആക്ഷൻ ഇൻ ദാറ്റ് സെന്റൻസ്, വാട്ട് ഈസ് ദ സബ്ജക്ട് ഇൻ ദാറ്റ് സെന്റൻസ്. എന്നിട്ട് ആ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുക. Okay, so bread and butter is my favorite breakfast. I hope this is clear for you. ഇത് ജനറലി ട്രിക്കി ആയിട്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ ആയിട്ട് ഇടും, നിങ്ങളുടെ മൈൻഡ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഫിഷ് ആൻഡ് ചിപ്സ് ഇസ് മൈ ഗോ ടു മീൽ. ഇവിടെ ഞാൻ പറഞ്ഞു ഫിഷ് ആൻഡ് ചിപ്സ് രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നു ഫിഷ് ആൻഡ് ചിപ്സ്, നിങ്ങൾ ഫോറിൻ കൺട്രീസിൽ ഫിഷ് ആൻഡ് ചിപ്സ് കമ്പൈൻ ചെയ്തിട്ട് മീൽ, ഒരു സിംഗിൾ മീലായിട്ട് കഴിക്കാറുണ്ട്. സോ ഫിഷ് ആൻഡ് ചിപ്സ് ഇസ് മൈ ഗോ ടു മീൽ. ഫിഷ് ആൻഡ് ചിപ്സ് രണ്ട് ഡിഫറെന്റ് തിങ്സ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ എന്ന് ആലോചിക്കും. പക്ഷെ ഗോ ടു മീൽ അതൊരു മീലാണ്, ഡിഷാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ അതൊരു പ്രൊവേർബ് ആയിട്ടുള്ളൊരു സെന്റൻസ് ആണ്. പ്രൊവേർബ് പോലെയുള്ള ഒരു പഴഞ്ചൊല്ല് പോലത്തെ ഒരു സെന്റൻസ് ആണ്. അതൊരു അഡ്വൈസ് പോലെ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. സമയവും തീരവും എന്ന് പറയും. അതായത് ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. അവിടെ ടൈം ആൻഡ് ടൈഡിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഒരു ജനറൽ ഐഡിയ ആയിട്ടാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചില സെന്റൻസസിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ ജനറലി ആസ്ക് ചെയ്യുന്ന സെന്റൻസസ് ആണ് ഇത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സെന്റൻസ് എക്സെപ്ഷണൽ കേസ് ആയിട്ട് നോട്ട് ചെയ്യുക. ഇവിടെ ആൻഡ് യൂസ് ചെയ്ത് രണ്ട് കാര്യങ്ങളാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ കൂടി ഇതൊരു സിംഗുലർ ഐഡിയ ആണ് കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാട്ട് വിൽ ബി ഫോളോഡ്? എ സിംഗുലർ വേർബ് വിൽ ബി ഫോളോഡ് ബൈ ദീസ് സബ്ജക്ട്സ്. ഓക്കെ, രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, ആൻഡ് യൂസ് ചെയ്തിട്ടാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ എ സിംഗുലർ വേർബ്, ബിക്കോസ് ഇത് ഒരു സിംഗിൾ കോൺസെപ്റ്റ് ആണ് പുറത്തേക്ക് വിടുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദർ ഇസ് എ റേസ് ബിറ്റ്വീൻ റാബിറ്റ് ആൻഡ് റാബിറ്റ് ആൻഡ് ടേർട്ടിൽ, റൈറ്റ്? റാബിറ്റ് ആൻഡ് ടേർട്ടിൽ. അപ്പൊ അവിടെ ആ ടോർട്ടോയിസ് അല്ലെങ്കിൽ ടേർട്ടിൽ മെല്ലെ ഓരോ സ്റ്റെപ്സ് എടുത്തിട്ട് റേസ് വിൻ ചെയ്യാണ്. ബട്ട് റാബിറ്റ് അവിടെ ലേസി ആയിട്ട് ഇടയിൽ കിടന്നുറങ്ങുന്നു. ഹി ഈസ് നോട്ട് ഏബിൾ ടു വിൻ ദ റേസ്. സോ ആ ഒരു റാബിറ്റ് ആൻഡ് ടേർട്ടിൽ തമ്മിലുള്ള റേസ് എന്ന്
പുറത്തോട്ട് വരുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പുറത്തോട്ട് വരുന്ന ഒരു മോറൽ ആണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അവിടെ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ആ രണ്ട് ക്വാളിറ്റിയും ഒരുമിച്ചുള്ള ഒരാളായിരിക്കും ഒരു റേസ് വിൻ ചെയ്യുക. അപ്പൊ അത് ഒരുമിച്ചുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ വാട്ട് വിൽ ബി ഫോളോഡ് ബൈ ദാറ്റ് സബ്ജക്ട്, സിംഗുലർ വെർബ് വിൽ ബി ഫോളോഡ് ബൈ ദാറ്റ് സബ്ജക്ട്. അവിടെ സ്ലോ ആൻഡ് സ്റ്റഡി രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളാണ്, ബട്ട് സ്റ്റിൽ ആ ക്വാളിറ്റീസ് ഒരുമിച്ച് ഒരാളിൽ വന്നാൽ that person will be winning the race എന്നുള്ള കോൺസെപ്റ്റ് ആണ് ആ ഒരു സെന്റൻസ് ഗിവൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും സിംഗുലർ വെർബ് ആണ് ഫോളോ ചെയ്യുക. I hope this is clear. Do you have any doubts in this area? കാരണം ഇത് ഒരു ബിറ്റ് കൺഫ്യൂസിംഗ് ആണ്. ആൻഡ് വെച്ച് വരുമ്പോൾ രണ്ട് ഡിഫറെന്റ് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം ജനറലി പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും, പക്ഷെ എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് എന്താണ്? ആ രണ്ട് കാര്യങ്ങൾ ആൻഡ് വെച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങൾ സിംഗുലർ ആയിട്ടാണ്, സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി മുന്നിൽ വരുന്ന വേർബും സിംഗിൾ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ ബ്രെഡ് ആൻഡ് ബട്ടർ എക്സാമ്പിൾ മുന്നിൽ വെക്കുക, എന്നിട്ട് you can solve it. Okay, so let's move on to the second rule. ഈ റൂൾ നിങ്ങൾ by heart പഠിച്ചാൽ it will be helpful for you because each, every, either, neither, everyone, anybody ഇതൊക്കെ ഒരു സെന്റൻസിൽ വരാണെങ്കിൽ either or അല്ല, neither nor അല്ല, ഈ ഒരു പെർട്ടിക്കുലർ ഫ്രേസ് മാത്രം ഈച്ച്, എവ്രി, either, neither, everyone, anybody ഇതൊക്കെ വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ whatever the അതിൽ യൂസ് ചെയ്ത എന്തായിരിക്കോട്ടെ സിംഗുലർ വെർബ് മാത്രമേ വരുള്ളൂ. ഓക്കെ, പ്ലീസ് ഡു നോട്ട് ഈച്ച്, എവ്രി, either, neither, everyone, anybody, etc. ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ് നിങ്ങൾ ആ ഒരു സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ കാണുന്നതെങ്കിൽ ഒബ്വിയസ്ലി വാട്ട് വിൽ ബി ദ വെർബ്? A verb will be following, it will be followed by a singular verb. Okay, നമുക്ക് എക്സാമ്പിൾസ് വഴി ചെക്ക് ചെയ്യാം how it works. Each boy has a book. Each boy has a book. ഓരോ ബോയ് ഹാസ് എ ബുക്ക്, അങ്ങനെയാണ്. ഓരോ എന്നുള്ള മീനിങ് ആണ് ഈച്ച് വെച്ച് വരിക. സോ ഈച്ച് യൂസ് ചെയ്ത് നമ്മൾ ഏത് നെക്സ്റ്റ് ഏതായിക്കോട്ടെ വാട്ട് എവർ ബി നെക്സ്റ്റ് വേർബ് വിൽ ബി സിംഗുലർ. ഈച്ച് ബോയ് ഹാസ് എ ബുക്ക്. എവ്രി സ്റ്റുഡൻറ് ഈസ് പ്രസന്റ്. എവ്രി സ്റ്റുഡൻറ് ഈസ് പ്രസന്റ്. നമ്മൾ വിചാരിക്കും എവ്രി വൺ ഉള്ള മീനിങ് ആണോ വരിക? ലൈക്ക് എവ്രി വൺ മീനിങ് വരുമ്പോൾ എല്ലാവരും എന്നുള്ള മീനിങ് ആവില്ലേ? അത് പ്ലൂറൽ വേർബ് ആയിരിക്കില്ലേ? ബട്ട് നോ, എവ്രി വൺ ആയിക്കോട്ടെ എവ്രി ആയിക്കോട്ടെ വാട്ട് എവർ ബി പ്ലൂറൽ സിംഗുലർ വേർബ് ആയിരിക്കും വരിക. അവിടെ പ്ലൂറലിന് ഒരു ചാൻസും ഇല്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് ബി സിംഗുലർ. ഈ ഒരു റൂൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾസോ ട്രിക്കി ക്വസ്റ്റ്യൻ ദാറ്റ് വിൽ ബി കൺഫ്യൂസിംഗ് ഫോർ യു. സോ പ്ലീസ് ഡു റിമെമ്പർ each boy has a book. Every student is present. That means a singular verb will be followed by each, every, either, neither, everyone, anybody. ഇതൊക്കെ വന്നാൽ, ഇതൊക്കെ ഒരു സെന്റൻസിൽ വന്നാൽ ജനറലി എന്താണ്? സിംഗുലർ വേർബ് മാത്രമേ ആ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഗ്രാമാറ്റിക്കലി ഒരു ഗ്രാമാറ്റിക്കൽ റൂൾ അങ്ങനെയാണ് പോകുന്നത്. Either pen is fine. Neither answer is correct. Either pen is fine. അതായത് ഏത് പെണ്ണും ഓക്കെ ആണ്, അല്ലെങ്കിൽ neither answer is correct. രണ്ട് ആൻസറും കറക്റ്റ് അല്ല. സോ ദാറ്റ് മീൻസ് ഇവിടെ പ്ലൂറൽ ആയിരിക്കാം സബ്ജക്ട്സ്, മേ ബി. ഓക്കെ, പ്ലൂറൽ ആയിരിക്കാം സബ്ജക്ട്, ബട്ട് സ്റ്റിൽ ഈ ഒരു കേസസ് ഈച്ച്, എവ്രി, either, neither, everyone, anybody വരുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ വേർബ്. ഇതൊരു റൂളായിട്ട് നിങ്ങൾ പഠിക്കണം. നോ മച്ച് മോർ എക്സ്പ്ലനേഷൻസ് തരാനില്ല. സിംഗുലർ വേർബ് ആയിരിക്കും ഇതിനൊക്കെ ഫോളോ ചെയ്ത് വരാം. ഓക്കെ, എവ്രിബഡി നോസ് ദ റൂൾ. എല്ലാവർക്കും ആ റൂൾ അറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാവർക്കും, കുറെ പേരുണ്ടാവും, എല്ലാവർക്കും നല്ല വരുന്നത്. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി എ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് നമുക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവാം. ബട്ട് ഡു റിമെമ്പർ ദാറ്റ് എവ്രിബഡി വന്നാൽ വാട്ട് വിൽ ബി നെക്സ്റ്റ്? എ സിംഗുലർ വേർബ് വിൽ ബി ഫോളോഡ് ബൈ എവ്രിബഡി. ഓക്കെ, someone is knocking at the door. someone ആരോ ആണ്. ഓക്കെ, someone ആരോ ഒരാൾ, someone. So obviously it is a singular verb. Nobody likes a liar. ആരും ഒരു ലയറിനെ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, കള്ളത്തരം പറയുന്ന ആളെ ആരും ഇഷ്ടപ്പെടുന്നില്ല. ആരും എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി വിചാരിക്കും
ഓക്കെ, ഇതൊരു ജനറലൈസ്ഡ് ആണ്, അപ്പൊ കുറെ ആൾക്കാർ ഉദ്ദേശിച്ച് പറയുന്നതാണ്, അതുകൊണ്ട് അത് പ്ലൂറൽ ആയിക്കൂടെ എന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് നോ, റിമെമ്പർ, നോബഡി, സംവൺ, എവ്രിബഡി, എനിവൺ, ഇതിന്റെ ഒക്കെ കൂടെ എന്താ യൂസ് ചെയ്യാം? സിംഗുലർ വേർബ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സിംഗുലർ വേർബ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യാം? ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വേർബ് ദർ വിൽ ബി എസ്. ഓക്കെ, അല്ലെങ്കിൽ ഈസ്, വാസ്, ഹാസ്, ഡസ്, ഇതൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ES യൂസ് ചെയ്യാം, അല്ലെങ്കിൽ S യൂസ് ചെയ്യാം. So obviously that verb becomes a singular verb. Each of the girls was praised. എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് each of the boys, each of the students, each of the girls. നെക്സ്റ്റ് എന്തായിരിക്കും? ആറാണോ, ഈസ് ആണോ, വാസ് ആണോ, വേർ ആണോ? ആറും വേറും നമുക്ക് ഫസ്റ്റിലെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം, ബിക്കോസ് അവിടെ പ്ലൂറൽ വേർബ് വരില്ല. പിന്നെ നിങ്ങൾ അതിലത്തെ ടെൻസ് നോക്കിയാൽ മതി. ടെൻസ് നോക്കിയിട്ട് ഏതാണ് അപ്രോപ്രിയേറ്റ് എന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഈസ് ആണോ, പ്രസന്റ് ആണെങ്കിൽ ഈസ് ആഡ് ചെയ്യുക, പാസ്റ്റ് ആണെങ്കിൽ വാസ് ആഡ് ചെയ്യുക. ആ ഒരു നിങ്ങൾക്ക് ടെൻസിനെ പറ്റി നല്ല ബോധം ഉണ്ടായിരിക്കണം. പിന്നെ വേർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നിങ്ങൾക്ക് ഈ റൂള് വെച്ച് മനസ്സിലാക്കാം. ഓക്കെ, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോൺകോഡ് ഉള്ളത്. സോ ഈച്ച് ഓഫ് ദ ഗേൾസ് വാസ് പ്രൈസ്ഡ്. ഒരിക്കലും വേർന്ന് വരാൻ പാടില്ല, അല്ലെങ്കിൽ പ്രൈസ്ഡ് ആണ്, പാസ്റ്റ് ആണ്, വേർന്ന് വരാൻ പാടില്ല. ബിക്കോസ് ഗേൾസ് നിങ്ങൾ വിചാരിക്കും ഇറ്റ് ഇസ് എ പ്ലൂറൽ സബ്ജക്ട്, വൈ നോട്ട്, it will be a plural verb also നിങ്ങൾ വിചാരിക്കും. But do remember, each of the girls, each of the students, each of the boys, each of the players, whatever be, it will be followed by a singular verb. Singular verb. Okay. Every teacher and student was honored. Every teacher and student was honored. എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഓണർ ചെയ്യപ്പെട്ടു. ടീച്ചറും സ്റ്റുഡൻറ്റും ഒക്കെ ഉണ്ട്. പ്ലൂറൽ ആണോ? അല്ല, പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യില്ല, സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ബിക്കോസ് എവ്രി വന്നാൽ എപ്പോഴും സിംഗുലർ വേർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വാസേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈസ്, ഇനി ടെൻസ് ഒക്കെ ആണെങ്കിൽ ഈസ് യൂസ് ചെയ്യാം. ഇനി വേറെ സെന്റൻസ് ആണെങ്കിൽ ഹാസ് ആണോ ഡസ് ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ടെൻസ് അനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ല, MCQs അല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുക പ്ലൂറൽ ആണെങ്കിൽ. എവ്രി, ഈച്ച് ഓഫ് ദി, നോബഡി, സംവൺ, എവ്രിബഡി, ഈതർ, നീതർ ഒക്കെ വെച്ച് വരുമ്പോൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വേർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈതർ ഓർ, നീതർ നോർ വെച്ച് കണക്ട് ചെയ്യുന്നതിന് ഡിഫറെന്റ് റൂൾ ആണ്. ഈതർ ഓർ, നീതർ നോർ, അങ്ങനെ വരുന്നതിന് തൊട്ടടുത്തുള്ള സബ്ജക്ട് ഏതാണോ ഫോളോ, സിംഗുലർ ആണോ സിംഗുലർ വേർബ് വരും, പ്ലൂറൽ ആണോ പ്ലൂറൽ വേർബ് വരും. ഈതർ ഓർ, നീതർ നോർ വരുന്ന കേസ് ഡിഫറെന്റ് ആണ്. ഇവിടെ നീതർ ഈതർ മാത്രം വരുമ്പോൾ, ഓറും നോറും ഇല്ലാതെ ഈതർ നോർ മാത്രം വരുമ്പോൾ, അതായത് കണ്ടോ, ഈതർ പെൻ ഇസ് ഫൈൻ, ഇവിടെ ഓർ ഇല്ല. ഈതർ ഓർ വെച്ച് കണക്ട് ചെയ്യുന്ന സെന്റൻസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, രണ്ട് സബ്ജക്ട് കണക്ട് ചെയ്യുന്നതിൽ വേർബിന്റെ തൊട്ടടുത്ത് വരുന്ന സബ്ജക്ട് ഏതാണോ അത് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കാം, സിംഗുലർ ആണെങ്കിൽ വേർബും പ്ലൂറൽ സിംഗുലർ ആയിരിക്കാം. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് വെരി ക്ലിയർ ആക്കിയിട്ട് വെക്കുക. നീതർ ഈതർ മാത്രം യൂസ് ചെയ്യുമ്പോൾ, ഈതർ ഓർ വെച്ച് കണക്ട് ചെയ്യുന്ന സെന്റൻസിൽ വേറെ റൂളാണ്, നീതർ നോർ വെച്ച് കണക്ട് ചെയ്യുന്ന സെന്റൻസിൽ വേറെ റൂളാണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഈ റൂൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ റൂൾ 3. സോ വാട്ട് ഇസ് റൂൾ 3? നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നോഷണൽ കോൺകോർഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ് നൗൺസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുക? ആ കളക്റ്റീവ് നൗൺ ഒരു ഗ്രൂപ്പ് ആയിട്ട്, ഒരു സിംഗിൾ ഗ്രൂപ്പ് ആയിട്ടാണ്, സിംഗിൾ യൂണിഫൈഡ് യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സിംഗുലർ വേർബ് ആയിരിക്കും കൊടുക്കുക. അതൊരു ഡിസഗ്രിമെന്റിലാണ് നിൽക്കുന്നത്, ഓരോ മെമ്പേഴ്സും ഓരോ ആക്ടിവിറ്റിയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അത് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ അവർ കോമൺ സെൻസ്. ഓക്കെ, നമ്മൾ അത് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കുക ആ സെന്റൻസിൽ എന്താ മീൻ ചെയ്യുന്നതെന്ന്. ആ സെന്റൻസ് എന്താണോ മീൻ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ഇന്റർചേഞ്ചബിളി സിംഗുലർ ഓർ പ്ലൂറൽ വേർബിനെ കൊടുക്കുക. ഒരു കമ്മിറ്റി ഒരു സിംഗിൾ ആക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഗിവ് ഇറ്റ് എ സിംഗുലർ വേർബ്. ഇഫ് ദാറ്റ് കമ്മിറ്റി ഈസ് ഓൺ ഡിസഗ്രിമെന്റ് വിത്ത് ഈച്ച് അതേഴ്സ് ഒപ്പീനിയൻ, then please do give a plural verb. Okay, so let's stick on to the examples. The team is practicing well. The team is practicing well. That means the team all together. Team ഒരു യൂണിഫൈഡ് ആയിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാണ്, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാണ് ടീം ഒരുമിച്ച്. സോ ടീം is practicing, സിംഗുലർ വേർബ് ആണ്. ഇനി ടീം ആർ ആർഗ്യൂയിങ് among themselves. അവർ
ടീം മെമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദേഷ്യത്തിൽ അവരുടെ എന്തെങ്കിലും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. അപ്പൊ ഓരോ മെമ്പേഴ്സ് ഓരോ ഒപ്പീനിയൻസ് ആയിരിക്കും പറയുന്നത്. അപ്പൊ അവിടെ ഒരു കളക്റ്റീവ് സിംഗുലർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടീം ആർ ആർഗ്യൂവിങ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഇതിനെ എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്, കോമൺ സെൻസ് വെച്ച് ടാക്കിൾ ചെയ്യുക ഇങ്ങനത്തെ ടൈപ്സ്. ഓക്കെ, കളക്റ്റീവ് നൗൺസ് ജനറലി സിംഗിൾ യൂണിഫൈഡ് ഫിഗർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ആ സെന്റൻസ് ചെക്ക് ചെയ്യുക, അതിൽ തമ്മിൽ വ്യത്യസ്തമായ ഒപ്പീനിയൻസ് ആണ്, വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും ഇടപെടുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരും പല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, ഡിഫറെന്റ് ഫിഗേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, the class has selected its monitor. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ lot of students will be there. പക്ഷെ നമ്മൾ ഒരു ക്ലാസ്സിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക if the whole class is agreeing on something. So the class has selected its monitor. has ആണ് സിംഗുലർ ആയിട്ടാണ്, ജനറലി ക്ലാസ്സിനെ കളക്റ്റീവ് നൗൺ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ബട്ട് ഫോർ ഇൻസ്റ്റൻസ് submitted their projects. അപ്പൊ ഓരോരുത്തരും പ്രോജക്ട് ദയർ, ഈ ദയർ എന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിലത്തെ ഓരോ മെമ്പറിനെ ഉദ്ദേശിച്ചാണ് അല്ലെ. ഇപ്പൊ കമ്മിറ്റി ആണെങ്കിലും ദയർ ഒപ്പീനിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ദ കമ്മിറ്റി ഹാവ് രജിസ്റ്റേർഡ് ദെയർ ഒപ്പീനിയൻസ്, അല്ലെങ്കിൽ ദ കമ്മിറ്റി ഹാവ് റേസ്ഡ് ദെയർ ഒപ്പീനിയൻസ്, അല്ലെങ്കിൽ ദ കമ്മിറ്റി ഹാസ് ടേക്കൺ ആൻ ആക്ഷൻ. അവിടെ ഹാസ് ടേക്കൺ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, കാരണം എന്താ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ആക്ഷൻ എടുത്തു. പക്ഷെ ദ കമ്മിറ്റി ഹാവ് റിപ്പോർട്ടഡ് ദെയർ പ്രോബ്ലംസ്, അവരുടെ ഒരു പ്രോബ്ലംസ് ആണ് പറഞ്ഞതെങ്കിൽ ആ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു പ്രോബ്ലം അല്ല പറഞ്ഞിട്ടുണ്ടാവുക, ഓരോരുത്തരുടെ രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവിടെ എന്തായിരിക്കും, കമ്മിറ്റിനെ നമ്മളൊരു പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ദ ക്ലാസ് ഹാവ് സബ്മിറ്റഡ് ദെയർ പ്രോജക്ട്സ്. എന്തുകൊണ്ട് ഇവിടെ ഹാവ് യൂസ് ചെയ്തു, എന്തുകൊണ്ട് ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള വേർബ് യൂസ് ചെയ്തു? ബിക്കോസ് ദ സബ്ജക്ട് ഇസ് കൺസിഡർഡ് ആസ് പ്ലൂറൽ. ഇവിടെ ദെയർ വന്നതുകൊണ്ട് ഓരോരുത്തരുടെയും ആക്ഷൻസ് ആണ് കാണിക്കുന്നത്, ഓരോരുത്തരും പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്തു, സബ്ജക്റ്റ് നമ്മൾ പ്ലൂറൽ ആയിട്ട് കാണുന്നു. ഓക്കെ, ദ ജൂറി ഹാസ് ഗിവൺ ഇറ്റ്സ് ഡിസിഷൻ. ജൂറി എവിടെയാണ് ഉണ്ടാവുക, അവാർഡ് ഫംഗ്ഷൻസിലൊക്കെ അവാർഡ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ജൂറി ഉണ്ടാവും. ഫസ്റ്റ് ആരാ സെക്കൻഡ് ആരാ എന്ന് പറയുന്ന ഒരു ജൂറി ഉണ്ടാവും. ഇപ്പോൾ റീസെന്റ് വി ഹാവ് ഹാഡ് അവർ സ്റ്റേറ്റ് അവാർഡ്സ്, കേരള സ്റ്റേറ്റ് അവാർഡ്സ്. അതിൽ ഒരു ജൂറി ഉണ്ടായിരുന്നു. അതിലത്തെ ജൂറിയിൽ ലോട്ട് ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവും. Prakash Raj was a member of the jury, Kerala State Awards recently held, right? അപ്പൊ അതേപോലെ ഓരോരോ മെമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഓരോരോ മെമ്പേഴ്സിന്റെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നതെങ്കിൽ അത് അവിടെ കളക്റ്റീവ് നൗൺ ആവില്ല. പക്ഷെ ജനറലി ജൂറി എല്ലാവരും കൂടി ഒരു അവാർഡ് വിന്നറെ സെലക്ട് ചെയ്തു, ബെസ്റ്റ് ആക്ടർ ആയിട്ട് മമ്മൂട്ടിനെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ദ ജൂറി ഹാസ് സെലക്ടഡ് മമ്മൂട്ടി ആസ് എ ബെസ്റ്റ് ആക്ടർ. ഓക്കെ, അവിടെ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ജൂറിയത്തെ ഓരോരുത്തരും ഓരോ ഒപ്പീനിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പ്ലൂറൽ ആയിട്ടുള്ള വേർബ് യൂസ് ചെയ്യും. ഓക്കെ, ദ ജൂറി ഹാസ് ഗിവൺ ഇറ്റ്സ് ഡിസിഷൻ. അവിടെ ജൂറി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒറ്റൊരു ഡിസിഷൻ എടുത്തത്. സോ ഒബ്വിയസ്ലി സിംഗുലർ വേർബ് വിച്ച് ഇസ് ഹാസ് യൂസ്ഡ് ഹിയർ. ഇനി ദ ജൂറി ഹാവ് ഡിസഗ്രീഡ് പറയുമ്പോൾ ഡിസഗ്രിമെന്റ് ആണ്, പലരും പല ഒപ്പീനിയൻസ് പറഞ്ഞു, ആർഗ്യൂയിങ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്ലൂറൽ ആയിട്ടാണ് യൂസ് ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ്, കാരണം ഇതാണ് നിങ്ങൾ ജനറലി ഒരു മിസ്റ്റേക്ക് വരുന്ന ഒരു സെക്ഷൻ ആണ്. അതായത് ഒരു കളക്റ്റീവ് നൗണ് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ് പറയുന്നതെങ്കിൽ അവിടെ പ്ലൂറലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ദയർ പറഞ്ഞ പോലെ തന്നെ, അതായത് ദയർ കണ്ടാൽ നമ്മളത് പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതേപോലെ ഇറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. അതാണ് ഒരു ടിപ്പ് നിങ്ങൾക്ക് തരാനുള്ളത്. അതായത് ഇപ്പൊ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്, ദ ജൂറി ഹാസ് ഗിവൺ ഇറ്റ്സ് ഡെസിഷൻ. ഇറ്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതൊരു ടിപ്പാണ്. നിങ്ങൾക്കിപ്പം ഇറ്റ്സ് ഇല്ലാതെയും വരാം, പക്ഷെ ഇറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന്. ഓക്കെ, കളക്റ്റീവ് നൗൺ ആയിരിക്കാം, പക്ഷെ ഇറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. സോ നെക്സ്റ്റ് റൂൾ, വാട്ട് ഇസ് ദ റൂൾ? സബ്ജക്ട്സ് ജോയിൻഡ് ബൈ വിത്ത് ആസ് വെൽ ആസ് along with ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ what verb agrees with the main subject. എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം എക്സാമ്പിളിലൂടെ. The principal along with the teachers is attending the meeting. ഇവിടെ പ്രിൻസിപ്പൽ ടീച്ചേഴ്സിന്റെ കൂടെ അലോങ് വിത്ത് ടീച്ചേഴ്സ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെന്റൻസിലെ മെയിൻ സബ്ജക്റ്റ് ഏതാണ്?
പ്രിൻസിപ്പൾ. പ്രിൻസിപ്പാൾ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ പ്രിൻസിപ്പാൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്രിൻസിപ്പാൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്രിൻസിപ്പൾ ഇസ് എ സിംഗുലർ സബ്ജക്ട്. അതുകൊണ്ട് തന്നെ വേർബും സിംഗുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇവിടെ ടീച്ചേഴ്സ് ആണ്, തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം ടീച്ചേഴ്സ് ആണ് ഇവിടെ സബ്ജക്ട്, അനാദർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. നോ, ഇവിടുത്തെ സബ്ജക്ട് പ്രിൻസിപ്പാൾ ആണ്. ഓക്കെ, പ്രിൻസിപ്പാളിനെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, എന്നിട്ടാണ് വേർബിനെ നിങ്ങൾ കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ടീച്ചേഴ്സ് എന്ന് കാണാം. അതിനെ ഒരിക്കലും ഫോളോ ചെയ്യരുത്, കാരണം എലോങ് വിത്ത് ടീച്ചേഴ്സ്. കാരണം ഞാൻ പറഞ്ഞു എലോങ് വിത്ത് യൂസ് ചെയ്തിട്ട് വന്നാൽ മെയിൻ സബ്ജക്റ്റ് ഏതാണോ മെയിൻ സബ്ജക്റ്റിന് മാത്രമേ ആ വേർബ് ഫോളോ ചെയ്യുള്ളൂ. ഇവിടെ മെയിൻ സബ്ജക്റ്റ് ആരാണ്? പ്രിൻസിപ്പാൾ ആണ്. പ്രിൻസിപ്പാൾ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗുലർ വേർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്രിൻസിപ്പളിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് സെന്റൻസ്, മൈ ഫ്രണ്ട് ആസ് വെൽ ആസ് ഹിസ് പേരൻസ്. മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടും അവന്റെ പേരൻസും വരുന്നുണ്ട്. ഓക്കെ, അവിടെ എൻ്റെ ഫ്രണ്ടിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് മൈ ഫ്രണ്ട് ഇസ് ദ സബ്ജക്ട് ഹിയർ, ഇറ്റ് ഇസ് ദ മെയിൻ സബ്ജക്ട് ഹിയർ. അതുകൊണ്ട് തന്നെ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പേരൻസ് പ്ലൂറൽ ആണ്, പക്ഷെ നമ്മൾ ഇവിടെ മെയിൻ സബ്ജക്ട് ഫ്രണ്ട് ആണ്. അത് നിങ്ങളൊരു മൈൻഡിൽ നിങ്ങളുടെ സെൻസ് വെച്ചിട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. മൈ ഫ്രണ്ട് ആസ് വെൽ ആസ് ഹിസ് പേരൻസ്, അവിടെ മെയിൻ സബ്ജക്ട് ആരാണ്? മൈ ഫ്രണ്ട് ആണ്. മൈ ഫ്രണ്ടിനെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൈ ഫ്രണ്ട് ഇസ് എ സിംഗുലർ സബ്ജക്ട്, സോ ഒബ്വിയസ്ലി a singular verb will be followed by that. ഇവിടെ പേരൻസ് സിംഗുലർ അല്ലാലോ, പേരൻസ് പ്ലൂറൽ ആണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടെ ആറൊന്നും കൊണ്ടുപോയി കൊടുക്കരുത്, വേർ കൊടുക്കരുത്. ബിക്കോസ് വാട്ട് ഇറ്റ് ഈസ് മെയിൻ സബ്ജക്റ്റിനെ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഇനി the teacher together with the students was on stage. The teacher together with the students was on stage. ടീച്ചർ അവരുടെ സ്റ്റുഡൻസിന്റെ കൂടെ സ്റ്റേജിലുണ്ട്. ടീച്ചർ അവരുടെ സ്റ്റുഡൻസിന്റെ കൂടെ. അപ്പൊ കൂടെ ഉള്ളവരെ നമ്മൾ വി ഷുഡന്റ് മൈൻഡ് ദം. കാരണം മെയിൻ സബ്ജക്ട് ഏതാണോ അതിനെ മാത്രം കൺസിഡർ ചെയ്യുക. ദ ടീച്ചർ, ടീച്ചർ ആണ് ഇവിടെ മെയിൻ സബ്ജക്ട്. അപ്പം മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. വാസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേർ യൂസ് ചെയ്യരുത്. എന്തുകൊണ്ട് ഇവിടെ വേർ വന്നില്ല? വേർ പ്ലൂറൽ ആണ്. ഇവിടെ പ്ലൂറൽ, സ്റ്റുഡൻസ് പ്ലൂറൽ ആണ്. പക്ഷെ ആരെ പറ്റിയാ ഈ സെന്റൻസ് സംസാരിക്കുന്നത്? ടീച്ചറെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടീച്ചർ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ വേർബ് ആണ് ഫോളോ ചെയ്യുന്നത്. ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ദ ക്യാപ്റ്റൻ വിത്ത് ഹിസ് ടീം ഹാസ് അറൈവ്ഡ്. ദ ക്യാപ്റ്റൻ with his team has arrived. ഇവിടെ ക്യാപ്റ്റനെ മാത്രം നോക്കിയാൽ മതി. ക്യാപ്റ്റൻ ആണ് ഇതിലത്തെ മെയിൻ സബ്ജക്ട്. സോ ഒബ്വിയസ്ലി ദ മെയിൻ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് the verb will also be a singular verb. ഇനി the actor along with his crew is shooting here. ക്രൂവില് a lot of members ഉണ്ടാവും, ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക ആക്ടറിനെ മാത്രമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ മെയിൻ സബ്ജക്ട്. ഈ സെന്റൻസ് സംസാരിക്കുന്നത് ആക്ടറിനെ പറ്റിയാണ്. ആൻഡ് ആക്ടർ ആണ് ഇവിടുത്തെ സിംഗിൾ സബ്ജക്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗുലർ വേർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇഗ്നോർ ദ ഫ്രേസ് ആഫ്റ്റർ ദ കോമ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ. നിങ്ങൾ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഒരു മെയിൻ സബ്ജക്റ്റിനെ നിങ്ങൾ സ്പോട്ട് ചെയ്താൽ ആ കോമയ്ക്ക് ശേഷം എന്താണ് വരുന്നത് അതിനെ ഇഗ്നോർ ചെയ്യുക, അതിനെ മൈൻഡ് ചെയ്യാതെ വിടുക. അതാവുമ്പോൾ നിങ്ങൾക്ക് മെയിൻ സബ്ജക്റ്റിനെ മാത്രം ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ വേർബിനെ നിങ്ങൾക്ക് സബ്ജക്ട് സിംഗുലർ ആണോ വേർബിനെ സിംഗുലർ ആക്കാം, സബ്ജക്ട് പ്ലൂറൽ ആണോ വേർബിനെ പ്ലൂറൽ ആക്കാം. ഐ ഹോപ്പ് ദിസ് ഇസ് ഫൈൻ വിത്ത് യു. നെക്സ്റ്റ് റൂൾ. Okay, next rule is indefinite pronouns. Indefinite pronouns എന്താണ്? ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിന് എപ്പോഴും സിംഗുലർ വേർബ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കുറച്ച്. അതായത് എവ്രി വൺ, എല്ലാവരും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. നമുക്ക് ആരെയും പോയിന്റ് ഔട്ട് ചെയ്യാനില്ല. അതാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയാം. സോ എവ്രി വൺ, സം വൺ, എനിബഡി, ഈച്ച് ഓഫ് ദ, ഇതൊക്കെ വന്നാൽ നമ്മൾ സിംഗുലർ വേർബ് മാത്രം യൂസ് ചെയ്താൽ മതി. എവ്രി വൺ ലവ്സ് ഐസ്ക്രീം, എവ്രി വൺ ലവ് ഐസ്ക്രീം അല്ല, എവ്രി വൺ ലവ്സ് ഐസ്ക്രീം. someone has left the door open ആണ്, someone have അല്ല. കാരണം someone ആയാലും everyone ആയാലും എപ്പോഴും സിംഗുലർ വേർബിനെ മാത്രമേ എടുക്കുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ദ കേസ് വിത്ത് എനിബഡി ഓൾസോ. ഈച്ച് ഓഫ്
ദി ആൻസേഴ്സ്. ഇവിടെ ആൻസേഴ്സ് നിങ്ങൾ വിചാരിക്കും ആൻസറുകളാണല്ലോ, ഉത്തരങ്ങളാണല്ലോ, അപ്പൊ അത് പ്ലൂറൽ ആവില്ല. ഇല്ല, ഈച്ച് ഓഫ് ദി ആൻസേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഈ കേസസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എവ്രി വൺ, സം വൺ, എനിബഡി, ഈച്ച് ഓഫ് ദി, നോബഡി, സംതിങ്, വൺ ഓഫ് ദ, ഇതൊക്കെ വന്നാൽ എന്തായിരിക്കും? സിംഗുലർ വേർബ് ആയിരിക്കും. നോബഡി നോസ് ദ ട്രൂത്ത്, ആർക്കും ട്രൂത്ത് അറിയില്ല, ആർക്കും. ഇറ്റ് ഈസ് നോട്ട് എ പോയിന്റിങ് വൺ, പോയിന്റിങ് ആയിട്ടുള്ള ഒരു നൗൺ ഇല്ല. അതുകൊണ്ട് തന്നെ നോബഡി എപ്പോഴും സിംഗുലർ വേർബിനെ മാത്രമേ എടുക്കുള്ളൂ. ആൻഡ് സംതിങ്, ആൻഡ് ഇവിടെ വൺ ഓഫ് ദ ബോയ്സ്, വൺ ഓഫ് ദ, ആ ബോയ്സിൽ ഒരാൾ ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ ഒരാളെ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സിംഗുലർ വേർബ് ആയിരിക്കും ഫോളോ ചെയ്യാം. So let's jump into the next rule. Rule 6. Some nouns look plural but are singular. ചില നമ്മൾ വിചാരിക്കും എസ് എൻഡിൽ ഉള്ളത് കൊണ്ട് ആ ഒരു കാര്യം ചിലപ്പം പ്ലൂറൽ ആയിരിക്കാം, പക്ഷെ അല്ല. അത് ഒരു സിംപിൾ ഐഡിയ ആണ് കൊടുത്തതെങ്കിൽ അത് സിംഗുലർ ആണ്. ഫോർ എക്സാമ്പിൾ, മാത്തമാറ്റിക്സ് ഇസ് ടഫ്, അല്ലെങ്കിൽ മാത്സ് ഇസ് ടഫ്. നമ്മൾ വിചാരിക്കും എസ് ഉണ്ടല്ലോ, അപ്പൊ കുറെ കാര്യങ്ങൾ ഉണ്ടോ അതിൽ? ഇല്ല. മാത്തമാറ്റിക്സ് ഇസ് ടഫ്, ഫിസിക്സ് is interesting, economics is important, politics is a dirty game, politics is a dirty game, narcotics is a dirty business. So ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് വൈ? കാരണം ഇത് ന്യൂസ് ഒക്കെ നമ്മൾ വിചാരിക്കും വാർത്തകൾ ആയിരിക്കോ, അങ്ങനെ ആയിരിക്കോ, എസ് ഉണ്ടല്ലോ ലാസ്റ്റിൽ, അപ്പൊ ഇത് പ്ലൂറൽ ആയിരിക്കും. കാരണം നമ്മൾ പറയും ബോയ് സിംഗുലർ ആണ്, എസ് വരുന്നതുകൊണ്ട്, ബോയിന്റെ എൻഡിൽ എസ് വരുന്നതുകൊണ്ട് അത് പ്ലൂറൽ സബ്ജക്റ്റ് ആവില്ലേ? അല്ലെങ്കിൽ ഗേൾ സിംഗുലർ ആണ്, ഗേൾസ് പ്ലൂറൽ ആണ്. അതേപോലെ തന്നെ എസ് എന്തിന്റെ കൂടെ വന്നാലും ആ സബ്ജക്ട് പ്ലൂറൽ ആവില്ലേ? ന്യൂസ് പ്ലൂറൽ ആവില്ലേ? ബിക്കോസ് എസ് ആണ് എൻഡിങ്ങിൽ എന്ന് വിചാരിക്കരുത്. ന്യൂസ് ഒക്കെ ഒരു സിംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ന്യൂസ് ഇസ് സ്പ്രെഡിങ് ഫാസ്റ്റ് എന്നാണ് പറയാ. മീസിൽസ് ഇസ് കണ്ടേജിയസ്, മീസിൽസ് പറഞ്ഞ ഒരു ഡിസീസ് ആണ്, അത് കണ്ടേജിയസ് ആണ്. ബിക്കോസ് കണ്ടേജിയസ് ആണ്. സോ അതിന് യൂസ് ചെയ്യുന്നത് എസ് എൻഡിൽ വരുന്നത് കൊണ്ട് അത് നെസസറിലി പ്ലൂറൽ ആവണം എന്നില്ല എന്നുള്ളൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഇതിലൂടെ കൺവേ ചെയ്യുന്നത്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ് പവർഫുൾ, ദ ഫിലിപ്പീൻസ് ഇസ് എൻ ഐലൻഡ് നേഷൻ. ഓക്കെ, എസ് ഒരു വേർഡിന്റെ എൻഡിൽ വരുന്നത് കൊണ്ട് അതൊരിക്കലും പ്ലൂറൽ സബ്ജക്റ്റ് ആകുന്നില്ല എന്നുള്ളൊരു ഐഡിയ ആണ് ഈ റൂൾ കൊണ്ട് നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് റൂൾ? റൂൾ 7. നൗൺസ് ദാറ്റ് ആർ ഓൾവേസ് പ്ലൂറൽ. കാരണം ചില സബ്ജക്ട്സ് ഉണ്ടാവും, അത് നമ്മൾ വിചാരിക്കും അത് സിംഗുലർ അല്ലേ, പക്ഷെ ചില സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിട്ട് ആക്ട് ചെയ്യും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഐഡിയ ദാറ്റ് വി ഹാവ്. സിസേഴ്സ് പറഞ്ഞാൽ കത്രിക നമ്മൾ വിചാരിക്കും ഓക്കെ കത്രിക ഇറ്റ് ഈസ് എ സിംഗുലർ. നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. സിസേഴ്സ് എപ്പോഴും പ്ലൂറൽ വേർബിനെ മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സിസേഴ്സ് ആർ ഷാർപ്പ്, സിസേഴ്സ് ആർ ഷാർപ്പ്. ഓക്കെ, സിസേഴ്സിനെ എപ്പോഴും നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇതൊക്കെ ജനറൽ എക്സാമ്പിൾസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. സോ പ്ലീസ് ഡു റിമെമ്പർ ദീസ് വേർഡ്സ്. സിസേഴ്സ് ആർ ഷാർപ്പ്, സിസേഴ്സ് എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക, അതുകൊണ്ട് തന്നെ പ്ലൂറൽ വേർബ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ദെൻ ട്രൗസേഴ്സ് ആർ ന്യൂ, ട്രൗസേഴ്സ് പ്ലൂറൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ദാറ്റ്സ് വൈ വി യൂസ് ആർ ഹിയർ, നോട്ട് ഈസ് ഓർ വാസ്. ഈസ് ഓർ വാസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. സിസേഴ്സ് ആയിക്കോട്ടെ, ട്രൗസേഴ്സ് ആയിക്കോട്ടെ, ഗ്ലാസസ് ആയിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, ഷൂസ് ഒക്കെ നമ്മൾ എന്താണ് പ്ലൂറൽ ആയിട്ടാണ് യൂസ് ചെയ്യുക, പ്ലൂറൽ നൗൺസ് ആയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ പ്ലീസ് ഡു റിമെമ്പർ ദീസ് നൗൺസ്. സിസേഴ്സ്, ട്രൗസേഴ്സ്, ഗ്ലാസസ്, ഷൂസ്, ഇതൊക്കെ നമ്മൾ plural nouns ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. Then about spectacles also. Spectacles. The police. ഈ ഒരു നൗണ്, ഈ ഒരു സെന്റൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക, ബിക്കോസ് ഇത് ജനറലി തെറ്റിക്കാറുള്ളൊരു കാറ്റഗറിയാണ്. ദ പോലീസ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് നമ്മൾ പറയുന്നത്. നമ്മൾ വിചാരിക്കും പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ പോലീസ് മെമ്പേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് എപ്പോഴും പ്ലൂറൽ നൗൺ ആണ്. ഇൻ കേസ് പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഇറ്റ്സ് എ സിംഗുലർ വൺ. പോലീസ് ഓഫീസറിനെ യൂസ് ചെയ്യാണ്, പോലീസ് ഓഫീസർ എന്നാണ് ഒരു സബ്ജക്റ്റ് എങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ്സ് എ സിംഗുലർ സബ്ജക്ട്. പക്ഷേ ദ പോലീസ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ പ്ലൂറൽ സബ്ജക്ട്. സോ ഒബ്വിയസ്ലി പ്ലൂറൽ വെർബ് വിൽ ബി ഫോളോഡ് ബൈ ദാറ്റ് സബ്ജക്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് നമ്മൾ യൂസ് ചെയ്യില്ല, ദ പോലീസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. Then cattle are grazing in the field. Cattle എന്താണ്? Cattle is a group of animals. Generally നമ്മൾ വളർത്തുന്ന cow, bulls, ഇതിനൊക്കെയാണ് നമ്മൾ cattle എന്ന് പറയാം. So cattle
ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആണ്. അതുകൊണ്ട് തന്നെ കൗ, ബുൾസ്, ഓക്കെ, ഫോർ എക്സാമ്പിൾ. കാറ്റിൽ ഇസ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് എന്ന് പറയില്ല. ഇതൊരു കളക്റ്റീവ് നൗൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കുറെ മെമ്പേഴ്സ് അതിന്റെ കൂടെ ഉണ്ടെങ്കിലും ഇത് എപ്പോഴും പ്ലൂറൽ വേർബ് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, ഇവിടെ പ്ലൂറൽ വേർബ് മാത്രമേ ഈ സബ്ജക്റ്റുമായിട്ട് കൂടെ എഗ്രിമെന്റിൽ പോവുള്ളൂ. സോ ഡു റിമെമ്പർ ദ പോലീസ് ആർ, കാറ്റിൽ ആർ. ഇനി കുറച്ച് എക്സെപ്ഷൻസ് പറയാണ്. യൂസ് എ പെയർ ഓഫ് ഇഫ് റെഫറിങ് ടു വൺ ഐറ്റം. അതായത് നിങ്ങൾ ഒരു സിംഗിൾ, ഈ പറഞ്ഞ പ്ലൂറൽ നൗണിനെ നിങ്ങൾ സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ യു ക്യാൻ യൂസ് എ പെയർ. എ പെയർ എന്ന് പറഞ്ഞാൽ എ പെയർ വാട്ട് ഡു യു മീൻ ബൈ പെയർ? പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പോകുന്നതിനാണ് പെയർ എന്ന് പറയാം. അതുകൊണ്ട് പെയർ ഓഫ് ട്രൗസേഴ്സ് ഇസ് ഇൻ ദ ക്ലോസറ്റ്. പെയർ ഓഫ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും? എ പെയർ. 2 പെയർ അല്ല, 3 പെയർ അല്ല. 2 പെയർ 3 പെയർ ഒക്കെ പ്ലൂറൽ സബ്ജക്റ്റ് ആവും. എ പെയർ. A pair of trousers എന്ന് പറഞ്ഞാൽ പെയർ, obviously it will take a singular subject. Please do remember, a pair of വെച്ച് ഏത് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അത് സിംഗുലർ വേർബിനെ മാത്രമേ എടുക്കുള്ളൂ. is, was മാത്രമേ യൂസ് ചെയ്യുള്ളൂ. is, was, has ഇതിനെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. are, were, have ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. Okay, a pair of always takes a singular verb. A pair of trousers ആയിക്കോട്ടെ, a pair of scissors ആയിക്കോട്ടെ, whatever be singular verbിനെ എടുക്കുള്ളൂ. Please do remember that exception. Okay, a pair of വന്നാൽ singular verbിനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. So next, rule number 8, a number of versus the number of. ഇത് ഒരു നോട്ട് ചെയ്യേണ്ട ഒരു കാറ്റഗറിയാണ്, അല്ലെങ്കിൽ ഒരു റൂൾ ആണ്. അതായത് ആ നമ്പർ ഓഫ് എന്ന് വെച്ചിട്ടൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും പ്ലൂറൽ ആയിരിക്കും. A number of students are absent, is absent എന്ന് നമുക്ക് പറയാൻ പാടില്ല. ആ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കൂടെ എപ്പോഴും, അല്ലെങ്കിൽ ആ നമ്പർ ഓഫ് വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അതിൽ പ്ലൂറൽ വേർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ദ നമ്പർ ഓഫ് വന്നാലോ സിംഗുലർ വേർബ്. ഇതൊരു കേസാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് ബൈ ഹാർട്ട് തന്നെ പഠിക്കണം. കാരണം കുറെ എക്സാമ്പിൾസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. ആ നമ്പർ ഓഫ് ഒരു സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ വന്നാൽ എപ്പോഴും അത് പ്ലൂറൽ വേർബ് മാത്രമേ എടുക്കുള്ളൂ. അതായത് ആറ്, വേറ്, ഹാവ് ഇതിനെ മാത്രമേ എടുക്കുള്ളൂ. ആൻഡ് ഡു ഓൾസോ ഇഫ് ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. ആൻഡ് ദ നമ്പർ ഓഫ് വന്നാൽ എപ്പോഴും സിംഗുലർ. സോ റിമെമ്പർ, ആ നമ്പർ ഓഫ് വെച്ച് എന്ത് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും പ്ലൂറൽ ആയിരിക്കും. ദി നമ്പർ ഓഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സിംഗുലർ ആയിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെക്ക് ചെയ്യാം. ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ആബ്സെന്റ്. ഓക്കെ, ഈസ് അല്ല, ആർ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ഇൻക്രീസിങ്. കാരണം എന്താ? ദി നമ്പർ ഓഫ് ആണ്. ആ നമ്പർ ഓഫ് വന്നാൽ പ്ലൂറൽ ആയിട്ടുള്ള ആർ യൂസ് ചെയ്യാം. ദി നമ്പർ ഓഫ് വന്നാൽ സിംഗുലർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ടെൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഈസ് യൂസ് ചെയ്യാം, വാസ് യൂസ് ചെയ്യാം. ആ സെന്റൻസ് സ്ട്രക്ചർ അനുസരിച്ച് നിങ്ങൾക്ക് ഹാസ് യൂസ് ചെയ്യാം. ഓക്കെ, a number of people have applied. Have എന്താണ്? പ്ലൂറൽ വേർബ് ആണ്. അതുകൊണ്ട് തന്നെ ആ നമ്പർ ഓഫിന്റെ കൂടെ എപ്പോഴും പ്ലൂറലേ പോവുള്ളൂ. അതുകൊണ്ട് ഹാവ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. a number of plural, a number of plural ആണ് നിങ്ങൾ മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ആ നമ്പർ ഓഫ് എപ്പോഴും പ്ലൂറൽ വേർബിനെ മാത്രമേ എടുക്കുള്ളൂ. ദി നമ്പർ ഓഫ്, അതേസമയം ദി നമ്പർ ഓഫ് എപ്പോഴും സിംഗുലറിനെ മാത്രമേ എടുക്കുള്ളൂ. ഇനി റൂൾ നമ്പർ 9, മോർ ദാൻ വൺ. മോർ ദാൻ വൺ എപ്പോഴും സിംഗുലർ വേർബിനെ എടുക്കുള്ളൂ. മോർ ദാൻ വൺ സ്റ്റുഡൻറ് ഹാസ് ഫെയിൽഡ്, മോർ ദാൻ വൺ കാർ വാസ് ഡാമേജ്ഡ്, അല്ലെങ്കിൽ മോർ ദാൻ വൺ റീസൺ എക്സിസ്റ്റ് ഫോർ ദ പ്രോബ്ലം. സോ ഇവിടെയൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മോർ ദാൻ വണ്ണിന് ശേഷം ഏത് വേർബ് വരാണെങ്കിലും അതെപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഈ ഒരു കേസ് നിങ്ങൾ മനസ്സിലാക്കുക. മോർ ദാൻ വൺ ഓൾവേസ് ഫോളോഡ് ബൈ എ സിംഗുലർ വേർബ്. ഇനി റൂൾ നമ്പർ 10, none, some, all, half, most. ഇതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നാൽ അതിന്റെ തൊട്ടടുത്ത് അതിനെ ഫോളോ ചെയ്ത് ഏത് നൗൺ ആണോ ഉള്ളത്, ആ നൗൺ എത്ര നമ്പർ ഉണ്ടോ, അത് കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ പ്ലൂറൽ ആയിരിക്കാം, ഒരു നമ്പറേ ഉള്ളൂവെങ്കിൽ ഇറ്റ് വിൽ ബി സിംഗുലർ. അപ്പൊ അത് ഫോളോ ചെയ്ത് വരുന്ന നമ്പർ എത്രയാണോ സബ്ജക്റ്റ് ഉള്ളത് അതിനനുസരിച്ച് ആ വേർബ് ചേഞ്ച് ചെയ്യും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, none of the boys are present. ഇവിടെ ബോയ്സിനെ മാത്രം കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഈ ബോയ്സ് എത്രയുണ്ട്? പ്ലൂറൽ ആണ്, അതുകൊണ്ട് ആർ യൂസ് ചെയ്യുന്നു. none of the water is wasted. വാട്ടർ സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് വരുള്ളൂ. some of the people എന്താ? people ആക്ച്വലി പ്ലൂറൽ ആണ്. people ആളുകൾ പ്ലൂറൽ ആണ്, അതുകൊണ്ട് were.
ഒരു പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുള്ളൂ. സം ഓഫ് ദ മിൽക്ക് ഇസ് സവർ. മിൽക്ക് ഒരു നോൺ കൗണ്ടബിൾ ആണ്, കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ സിംഗുലർ ആണ്. സം ഓഫ് ദ മിൽക്ക് ഇസ് സവർ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത് നൺ വന്നോട്ടെ, സം വന്നോട്ടെ, ഓൾ വന്നോട്ടെ, ഹാഫ്, മോസ്റ്റ് ഒക്കെ വന്നോട്ടെ, അതിന്റെ കൂടെ കമ്പൈൻഡ് ആയിട്ട് ഏത് നൗൺ ആണോ വന്നിട്ടുള്ളത് ആ നൗൺ സിംഗുലർ നൗൺ ആണോ പ്ലൂറൽ നൗൺ ആണോ അതിനനുസരിച്ച് അതിന്റെ തൊട്ടടുത്തുള്ള വേർബ് ചേഞ്ച് ചെയ്യും. ഓക്കെ, all of the apples are ripe. all of the apples are ripe. ഇവിടെ നിങ്ങൾക്ക് വേറെ കേസസ് ഒന്നും ചെക്ക് ചെയ്യണ്ട. ആ സബ്ജക്റ്റ് ഏതാണോ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്ട്, പ്ലൂറൽ വേർബ്, ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, ആപ്പിൾസ് പ്ലൂറൽ ആയതുകൊണ്ട് ആറ് യൂസ് ചെയ്യുന്നു. ഇൻഫർമേഷൻ ഒരുപാട് ഉണ്ടാവും, പക്ഷെ ഇൻഫർമേഷൻ സിംഗുലർ നൗൺ ആയിട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ, അതുകൊണ്ട് തന്നെ സിംഗുലർ വേർബ് ആയിട്ടുള്ള ഈസ് ആണ് വരിക. കേക്ക് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ വേർബും സിംഗുലർ ആണ്. പ്ലേയേഴ്സ് പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ പ്ലൂറൽ ആയിട്ടുള്ള വേർബ് ആറാണ് അവിടെ യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് വൺ, റൂൾ നമ്പർ 11, ഫ്രാക്ഷൻസ് ആൻഡ് ക്വാണ്ടിറ്റീസ്. ഇങ്ങനെ ഫ്രാക്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് പറയാണ് 2/3 ഓഫ് ദ സിറ്റി അല്ലെങ്കിൽ 50 rupees. ഇങ്ങനെ നമ്മൾ ക്വാണ്ടിറ്റി പറയാണ് 10 liters ഓഫ് വാട്ടർ അല്ലെങ്കിൽ 40% ഓഫ് ദിസ് ഓർ ദാറ്റ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും, 2/3 ഓഫ് ദ സിറ്റി ഇസ് ഫ്ലഡഡ് എന്നാ പറയാം. 50 rupees ഇസ് ടു ലിറ്റിൽ. അവിടെയൊക്കെ നമ്മൾ അതൊരു കളക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുക. 5 kilometers ഇസ് എ ലോങ് വാക്ക്. 3 hours is sufficient. 3 hours is sufficient. 10 liters of water is needed. 40% of the students are girls. അവിടെ എന്തുകൊണ്ട് ആറ് യൂസ് ചെയ്തു? കാരണം ഇവിടെ സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിന്റെ 40% ആണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഗേൾസ് യൂസ് ചെയ്തു. ഇവിടെയൊക്കെ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, റുപ്പീസ് ആയിക്കോട്ടെ, കിലോമീറ്റേഴ്സ് ആയിക്കോട്ടെ, ഹവേഴ്സ് ആയിക്കോട്ടെ, 2/3 ഫ്രാക്ഷൻ പറയുന്നതാണ്. അതൊക്കെ എന്തായിരിക്കും, ദാറ്റ് മീൻസ് സിംഗുലർ വേർബ്. ഓക്കെ, ഇവിടെ പ്ലൂറൽ ആയത് എന്തുകൊണ്ടാണ്? 40% പെർസെൻറ്റേജ് പറയുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഗേൾസ്. ഓക്കെ, സ്റ്റുഡൻസിനായതുകൊണ്ട്. ഇനി നെക്സ്റ്റ് വൺ, മേ ബി ലാസ്റ്റ് വൺ. സോ ടൈറ്റിൽസ് ഓഫ് ബുക്സ്, മൂവീസ് ഓർ വർക്ക്സ്. ഇത് വെരി സിമ്പിൾ വൺ. അതായത് ഒരു പെർട്ടിക്കുലർ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ബുക്ക്. അത് നിങ്ങൾ ബുക്ക് ടൈറ്റിൽ ആണ് അല്ലെങ്കിൽ മൂവി ടൈറ്റിൽ ആണ്, ഒരു പെർട്ടിക്കുലർ വർക്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ദ ക്രോണിക്കൽസ് ഓഫ് നാർണിയ ഇസ് എ ക്ലാസിക്. അതൊരു ബുക്കിന്റെ പേരാണ്, അതുകൊണ്ട് തന്നെ അതിന് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പം ബുക്സിന്റെ പേരോ മൂവീസിന്റെ പേരോ ഒരു പെർട്ടിക്കുലർ വർക്ക്സിന്റെ പേരോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ദ അറേബ്യൻ നൈറ്റ്സ് ഇസ് എ ഫേമസ് കളക്ഷൻ. ഗള്ളിവേഴ്സ് ട്രാവൽസ് ഇസ് എൻ അഡ്വഞ്ചർ സ്റ്റോറി. പൊളിറ്റിക്സ് ആൻഡ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് ആൻ എസ്സേ ബൈ ഓർവെൽ. അപ്പൊ നമുക്ക് അവിടെ ഇപ്പം ഈ കൊട്ടേഷൻസ് ഉണ്ടാവണം എന്നില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പൊളിറ്റിക്സ് ആൻഡ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് രണ്ടെണ്ണം ഇല്ല, അതുകൊണ്ട് അത് പ്ലൂറൽ ആവില്ലെന്ന് ആലോചിക്കരുത്. കാരണം ആ സെന്റൻസ് ഫുള്ള് വായിച്ചു നോക്കി. അപ്പൊ എസ്സേ ബൈ ഓർവെൽ എഴുതിയ എസ്സേ ആണ് അത്, അതുകൊണ്ട് തന്നെ ഇതൊരു സിംഗുലർ ആയിട്ടാണ് എനാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സിംഗുലർ വേർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ നിങ്ങൾക്ക് ഇതിനെ പറ്റി വെൽ ഐഡിയ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ എക്സാമ്പിൾസ് തറോലി നിങ്ങൾ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ല. അപ്പൊ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, അതുവഴി നിങ്ങൾക്ക് കോൺകോഡ് ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ഈസ് റൂൾ നമ്പർ 13. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ, ടൈം ആൻഡ് ടൈഡ്, ഫിഷ് ആൻഡ് ചിപ്സ്, ലോ ആൻഡ് ഓർഡർ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ആൻഡ് വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ അതൊരു സിംഗിൾ ഐഡിയ ആണ് ഗിവൻ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും സിംഗുലർ വേർബ് യൂസ് ചെയ്യാം. ഞാൻ ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡിൽ ബട്ടർ സ്പ്രെഡ് ചെയ്യുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു തന്നു. സോ പ്ലീസ് ഫോളോ ദാറ്റ്, പ്ലീസ് ഡു ചെക്ക് ദീസ് എക്സാമ്പിൾസ്. ഓക്കെ, സോ നമ്മൾ ഇപ്പം കുറെ എക്സാമ്പിൾസ് പഠിച്ചു. ബേസിക് പഠിച്ചു, ഇന്റർമീഡിയറ്റ് പഠിച്ചു, അഡ്വാൻസ്ഡ് പഠിച്ചു. ബേസിക് ലെവൽ എന്താണ്? ഷീ പറഞ്ഞാൽ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ സിംഗുലർ വേർബ് ആണ് ഫോളോ ചെയ്യുക. ദേ പറഞ്ഞാൽ വാട്ട് ഇറ്റ് ഈസ് എ പ്ലൂറൽ, അത് തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്, അതുകൊണ്ട് എപ്പോഴും പ്ലൂറൽ സബ്ജക്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ബേസിക് ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സിംഗുലർ സബ്ജക്ട് ടേക്സ് എ സിംഗുലർ വേർബ്. ഓക്കെ, ഇനി ഇന്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ ഏതൊക്കെയാണ് നോക്കിയിട്ടുള്ളത്? നെയ്തർ വെച്ച് ജോയിൻ ചെയ്തത്, നെയ്തർ നോർ വെച്ച് വരുന്ന സെന്റൻസിൽ ഒരു ഒരു വേർബിന്റെ തൊട്ടടുത്തുള്ള സബ്ജക്ട് സിംഗുലർ ആണോ, വേർബ് സിംഗുലർ ആയിരിക്കും. പ്ലൂറൽ ആണോ, വേർബ് പ്ലൂറൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെയ്തർ ജോൺ നോർ ഹിസ് ഫ്രണ്ട്സ്. ഇവിടെ നെയ്തർ നോർ വെച്ച് ജോയിൻ ചെയ്ത സെന്റൻസ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് വേർബിന്റെ തൊട്ടടുത്ത് വരുന്ന ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ വേറെ അല്ലെങ്കിൽ ആരൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഈസ് വാസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ,
ഇനി എവ്രി ബോയ് ആൻഡ് ഗേൾ ഞാൻ പറഞ്ഞിട്ട് എവ്രി വെച്ച് എന്ത് കമ്പൈൻ ചെയ്തോട്ടെ എപ്പോഴും അത് സിംഗുലർ വേർബേ വരുള്ളൂ. എവ്രി വെച്ച് എന്ത് ജോയിൻ ചെയ്താലും സിംഗുലർ വേർബ്. പ്ലീസ് ഡു മേക്ക് ഇറ്റ് രജിസ്റ്റേർഡ് ഇൻ യുവർ മൈൻഡ്. മാത്തമാറ്റിക്സ് ഇസ് ഡിഫിക്കൾട്ട്. എസ് ലാസ്റ്റിൽ വന്നതുകൊണ്ട് അത് പ്ലൂറൽ ആവണം എന്നില്ല. ഇറ്റ് ഇസ് എ സിംഗുലർ തിങ്. ഓക്കെ, ദ കമ്മിറ്റി ഹാവ് ഡിസഗ്രീഡ്. കമ്മിറ്റി ആക്ച്വലി സിംഗുലർ സബ്ജക്റ്റ് ആണ്, പക്ഷെ ഡിസഗ്രിമെന്റ്സിനെ പറ്റിയാണ്, ആ മെമ്പേഴ്സ് ചെയ്യുന്ന ഓരോരോ ആക്ഷൻസിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് അവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി അഡ്വാൻസ്ഡ് ലെവലിൽ $10 ഇസ് എ സ്മോൾ എമൗണ്ട്. ഞാൻ പറഞ്ഞു ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ ഈ കാറ്റഗറീസിലുള്ള ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ ജനറലി സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക. ദ ക്വാളിറ്റി ഓഫ് ദ മാംഗോസ് ഇസ് പുവർ. ഇവിടെ മാംഗോസ് അല്ല സബ്ജക്റ്റ്, ക്വാളിറ്റി ആണ്. ക്വാളിറ്റി സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സിംഗുലറെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നീദർ ഓഫ് ദ മെൻ വാസ് ഗിൽറ്റി. ഇവിടെ മെന്ന് പ്ലൂറൽ ആണ്, പക്ഷെ എന്താണ് നീദർ, ഞാൻ പറഞ്ഞു നീദർ ഈദർ ഫസ്റ്റിൽ വന്നാൽ എപ്പോഴും സിംഗുലർ വേർബേ വരുള്ളൂ. ഈദർ ഓർ നീദർ ഓർ വെച്ച് കണക്ട് ചെയ്ത സെന്റൻസ് ആണെങ്കിൽ വേർബിന്റെ തൊട്ടടുത്തുള്ള സബ്ജക്ട് ഏതാണോ അതിനെ ഫോളോ ചെയ്യുള്ളൂ. പക്ഷെ നീദർ ഓഫ് അല്ലെങ്കിൽ ഒന്ന് കട്ടായി പോയി. ഡു ചെക്ക്. ഓക്കെ, ഇപ്പൊ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഐ തിങ്ക് സോ ഫാർ ഇറ്റ് ഇസ് ക്ലിയർ. ഇത്ര വരെ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓൾ ഗുഡ് സോ ഫാർ? ഓക്കെ, ദീസ് ആർ ദ ടിപ്സ് ടു റിമെമ്പർ. ഈ ഒരു ചാർട്ട് നിങ്ങൾ ഓക്കെ ആക്കിയിട്ട് വെക്കുക. ബിക്കോസ് ഇത് നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ട്രൂ സബ്ജക്റ്റ് എപ്പോഴും ഒരു സെന്റൻസ് വായിച്ച് നോക്കിയിട്ട് അതിലത്തെ ട്രൂ സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഈ ഒരു എക്സാമ്പിൾ നോക്ക്, ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ഇസ് ലവ്ലി. ഇവിടെ ഫ്ലവേഴ്സ് കണ്ടിട്ട് നിങ്ങൾ നേരെ പോയി വേർബിനെ മാർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ അവിടെ തെറ്റും. കാരണം ഇവിടെ ഫ്ലവേഴ്സിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ ബൊക്കെ എന്ന് പറഞ്ഞാൽ വൺ സിംഗുലർ ആണ്. അപ്പൊ ബൊക്കെ സിംഗുലർ ആയതുകൊണ്ട് തന്നെ സിംഗുലർ വേർബ് മാത്രമേ യൂസ് ചെയ്യാൻ ഇടാൻ പാടില്ല. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബൊക്കെ ആണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് സബ്ജക്ട്, അതുകൊണ്ട് ട്രൂ സബ്ജക്ട്. ഓക്കെ, ഇവിടുത്തെ സബ്ജക്ട് ആക്ച്വലി ബൊക്കെ ആണ്, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. പക്ഷെ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ആണ് ആക്ച്വൽ സബ്ജക്ട്, അതുകൊണ്ട് തന്നെ ബൊക്കെ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ സിംഗുലർ വേർബ് ആണ് ഫോളോ ചെയ്യും. പിന്നെ വേർഡ്സ് ആഫ്റ്റർ കോമാസ്. ഈ വേർബിന് വേർഡ്സ് ആഫ്റ്റർ കോമാസ്, ഈ ഒരു സബ്ജക്റ്റിന് ശേഷം വരുന്ന കോമ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, കാരണം ട്രൂ സബ്ജക്ട് ഇവിടെ ടീച്ചർ ആണ്, അതുകൊണ്ട് തന്നെ ഈസ് സിംഗുലർ വേർബ് ആണ് വരിക. സോ ദാറ്റ് ഇസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി ഫ്രഷൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ പ്ലീസ് ഡു ചെക്ക് ദിസ് ചാർട്ട്. ഓക്കെ, if any confusions please ask me. Okay, in a singular noun, it is a quick summary about what we have taught today. Singular noun എപ്പോഴും singular verb ആയിരിക്കും
വെർബിനെ ആയിരിക്കും എടുക്കുക. എഗ്രിമെന്റ്, കോൺകോർഡ് സെർമണി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസ് എഗ്രിമെന്റിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദയർ? സിംഗുലർ നൗണിന് എപ്പോഴും സിംഗുലർ വെർബേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. പ്ലൂറൽ വെർബ് കൊടുത്താൽ അത് എടുക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് പ്ലൂറൽ വെർബ് സിംഗുലർ സബ്ജക്റ്റിന് കൊടുത്താൽ ആൻസർ റോങ് ആയിരിക്കും. കാരണം അവിടെ എഗ്രിമെന്റ് ഇല്ല, അവിടെ ഹാർമണി ഇല്ല, അവിടെ തെറ്റി ഇല്ലേ? അതേപോലെ തന്നെ പ്ലൂറൽ നൗണിന് എപ്പോഴും പ്ലൂറൽ വെർബേ കൊടുക്കാൻ പാടുള്ളൂ. ഗേൾസിന് കൊണ്ടുപോയി പ്ലേസ് എന്ന് കൊടുക്കാൻ പാടില്ല, പ്ലേ എന്ന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ കളക്റ്റീവ് നൗൺ ഒരു സിംഗുലർ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്, കളക്റ്റീവ് നൗൺ കമ്മിറ്റി, ജൂറി, ടീം ഒക്കെ, ക്ലാസ്, ഇതൊക്കെ സിംഗുലർ ആയിട്ടുള്ള നൗൺ ആണ്. അവര് സിംഗുലർ ഒരു ആക്ഷൻ ആണ് എടുക്കുന്നത്, എപ്പോഴും സിംഗുലർ വേർബ് കൊടുക്കുക. പക്ഷെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ ആക്ഷൻസ് ആണ് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ വാട്ട് ഷുഡ് ബി ഗിവ്? പ്ലൂറൽ സബ്ജക്ട് ഗിവ് ചെയ്യുക. ഓക്കെ, so number of plural ആണ്, the number of singular verb-നെ ആണ് എടുക്കുക. Please do check this, please do mark this. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നോട്ട് ഉണ്ടാക്കി വെക്കുക. മാക്സിമം എക്സാമ്പിൾസ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മളുടെ ഹോൾ ക്ലാസ് ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്ത എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മളൊരു KTET കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് ഒരു 899 ഓഫ് തരുന്നുണ്ട്. വെൻ യു ജോയിൻ, പ്ലീസ് ഡു കോൺടാക്ട് ദിസ് നമ്പർ ടു ജോയിൻ അവർ ക്ലാസ്സസ്. നിങ്ങൾക്ക് വെരി എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, പോപ്പപ്പ് ടെസ്റ്റ്. കാരണം ഞാൻ പറഞ്ഞു പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്, റൈറ്റ്? നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുന്നു, എത്രത്തോളം fill in the blanks ഒക്കെ ചെയ്ത് നമ്മൾ പഠിക്കും. നമുക്ക് MCQs ആണ്, ബട്ട് സ്റ്റിൽ നമ്മൾ എത്രത്തോളം എക്സാമ്പിൾസ് പഠിക്കുന്നു, എത്രത്തോളം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുന്നു, rather than theory, it is what matters. എത്ര ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ വിൽ ബി പ്രൊവൈഡിങ് യു എക്സ്പേർട്ട് ലെവൽ ക്ലാസസ് ആൻഡ് മെറ്റീരിയൽസ് rather than this ടെസ്റ്റ്. നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി വെരി ഷോർട്ട് ഫോർമാറ്റിൽ 20-25 ഡ്യൂറേഷൻ മാത്രമുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അറ്റൻഷൻ സ്പാനിൽ ഉൾക്കൊള്ളാവുന്ന വെരി ക്യാപ്സ്യൂൾ ഫോർമാറ്റിലുള്ള ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഈസിലി കോംപ്രിഹെൻഡ് ചെയ്ത് നിങ്ങൾക്ക് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. സോ എവറിബഡി ഹു ഈസ് അറ്റൻഡിങ് ദിസ് വെബിനാർ, പ്ലീസ് ഡു കോൺടാക്ട് ദിസ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 899 ഓഫ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഈ ഓഫർ ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പ്ലീസ് do avail this offer and please do join our expert level training regarding every aspect of this KTET exam. Okay, so നമുക്ക് ഒരു set of practice questions ലോട്ട് പോയാലോ? We can check how നമ്മൾ ഇത്രത്തോളം പഠിച്ചതിൽ how far we can solve these questions എന്ന് നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ തിയറി പഠിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ ഈ റൂൾസ് ഒക്കെ പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇതിലൊരു എക്സ്പേർട്ട് ലെവൽ കിട്ടാൻ ചാൻസ് ഇല്ല. യു ഹാവ് ടു സോൾവ് മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നോ അത്രത്തോളം വിൽ ബി വെൽ ട്രെയിൻഡ് ഇൻ ദിസ് സെക്ടർ. ഗ്രാമറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാലും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗിവ് യു an upper hand. നിങ്ങൾക്ക് ഒരു ഹെഡ്സ് അപ്പ് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഓവർ ദി അതർ സ്റ്റുഡൻസ് കിട്ടണമെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്തായിരിക്കണം? മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കാൻ, മാക്സിമം എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കുക. ഓക്കെ, തിയറി ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു എവരിവെയർ. പക്ഷെ ഗ്രാമർ മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് നീഡ് തിയറി. പക്ഷെ അതിനൊരു ഹെഡ്സ് അപ്പ് കിട്ടണമെങ്കിൽ ഐ എം സ്റ്റിൽ സേയിങ് ദാറ്റ് യു നീഡ് ടു സോൾവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ what is the answer to this question? Please do check. നിങ്ങൾക്ക് തന്നെ evaluate ചെയ്യാം. The list of participants dash displayed on the notice board. The list of participants. Good. I'm seeing your answers in the chart. So ഇവിടെ actual subject എന്താ? The list ആണ്. Participants ആണോ? അല്ല. പാർട്ടിസിപ്പൻസ് ആക്ച്വലി ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ആക്ച്വൽ സബ്ജക്ട് എന്താണ്? ലിസ്റ്റ് ആണ്. ലിസ്റ്റ് സിംഗുലർ സബ്ജക്ട് ആണോ പ്ലൂറൽ സബ്ജക്ട് ആണോ? ലിസ്റ്റ് is actually a singular subject, so obviously the answer will be is. Okay, the answer will be is. Regina, Jolsna, Shruti, you have given the correct answer. Good, okay. So the answer is എന്തുകൊണ്ട് ഈസ് ആയി? ഇവിടുത്തെ സബ്ജക്ട് ആക്ച്വലി ലിസ്റ്റ് ആണ്.
Okay, list singular ആയതുകൊണ്ട് നമ്മൾ singular verbനെ എടുക്കുള്ളൂ. Are, were, have, these all are what? Plural verbs ആണ്. അതുകൊണ്ട് നമ്മൾ plural verbsനെ ignore ചെയ്യുക. Because list is actually a singular subject. As simple as it is. Okay. So this question, either the principal or the teachers dash attending the workshop. Either the principal or the teachers dash attending the workshop. ഞാൻ പറഞ്ഞിട്ടുണ്ട് either or വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള സെന്റൻസിൽ വിൽ ബി ചെക്കിംഗ് വേർബ് വരുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വിൽ ബി ഗിവിംഗ് ദി ആൻസർ. Good, 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 good. Shahid, Henna, Regina, good, good it is. So let's check. R will be the answer. കാരണം ഇവിടെ verbന്റെ തൊട്ട് മുന്നേ വരുന്ന എന്താണ് ടീച്ചേഴ്സ് ആണ്, പ്രിൻസിപ്പാൾ അല്ല ടീച്ചേഴ്സ് ആണ്. അതായത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്താൽ മതി, ഈതർ കഴിഞ്ഞിട്ട് വരുന്ന ആളെ നിങ്ങൾ മൈൻഡേ ചെയ്യണം അല്ലെ. സോ ടീച്ചേഴ്സ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ പ്ലൂറൽ സബ്ജക്ട് ആണ്, അതുകൊണ്ട് തന്നെ പ്ലൂറൽ വേർബ് ഏതായിരിക്കും? ആണ് ഇതിലുള്ള പ്ലൂറൽ വേർബ്. വാസ്, ഈസ്, ഹാസ് ഒക്കെ സിംഗുലർ ആണ്. സോ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് ആൻഡ് ദി കറക്റ്റ് ആൻസർ ഇസ് ആർ. സോ നെക്സ്റ്റ് വൺ, എവറി മാൻ, വിമൻ ആൻഡ് ചൈൽഡ് dash expected to attend the event. Every വരുമ്പോ ഏത് റൂളാ നമ്മൾ ഫോളോ ചെയ്യാ? എവ്രി വരുമ്പോ നമ്മൾ ഏത് റൂളാണ് ഫോളോ ചെയ്യാ? എവ്രി വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്ട് എവർ ബി, വേറെ എന്തൊക്കെ ആഡ് ഓൺ ചെയ്തോട്ടെ സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇതിലുള്ള സിംഗുലർ ആയിട്ടുള്ള വേർബ് ഏതാ? Good, Jyotsna. The answer is yes. Okay. ഇവിടെ മാൻ ഉണ്ട്, വിമൻ ഉണ്ട്, ചൈൽഡ് ഉണ്ട്. യെറ്റ് എവ്രി ഒരു സെന്റൻസിന്റെ മുന്നിൽ വന്നാൽ എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിട്ടുള്ള വേർബിനെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. സോ ദാറ്റ് is. Okay. So next question. A series of lectures dash planned for the semester. ഇവിടുത്തെ ആക്ച്വൽ സബ്ജക്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. A series of lectures dash planned for the semester. A series of lectures dash planned for the semester. എന്താ കൺഫ്യൂഷൻ? ഇവിടെ ലെക്ചേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, ലെക്ചേഴ്സ് അല്ല ആക്ച്വലി ഇതിലത്തെ സബ്ജക്ട്, സീരീസ് ആണ് ആക്ച്വലി ഇതിലത്തെ സബ്ജക്ട്. സീരീസ് എപ്പോഴും എന്തായിരിക്കും? സീരീസ് പറഞ്ഞാല് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു മൂവി സീരീസ് എടുത്ത് നോക്കിയാല് അതില് കുറേ എന്താണ് പാർട്ട് 1, 2, 3, 4 എപ്പിസോഡ് 1, 2, 3, 4 ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്ട്രേഞ്ചർ തിങ്സ് കാണാറുണ്ടോ? സ്ട്രേഞ്ചർ തിങ്സ് ആക്ച്വലി സീരീസ് ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അതിന് ഒറ്റ പേരല്ലേ കൊടുക്കുക? അതെന്തുകൊണ്ടാ? സിംഗുലർ ആയതുകൊണ്ട്. സീരീസ് എപ്പോഴും ഒരു വേർഡ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി പ്ലൂറൽ. സീരീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇതിലുള്ള സിംഗുലർ ആയിട്ടുള്ളത് ഏതാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാവ് ഒരിക്കലും ബീൻ, ഹാവ് ബീൻ, ഹാസ് ബീൻ, ഇതൊക്കെ ടെൻസ് അനുസരിച്ചുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ട് വി ഹാവ് ടു ചെക്ക് ഇസ് ദാറ്റ് വെദർ ഇറ്റ് ഇസ് സിംഗുലർ ഓർ പ്ലൂറൽ. ഇവിടെ വേർ പ്ലൂറൽ ആണ്, സോ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആറ് പ്ലൂറൽ ആണ്, എടുക്കാൻ പറ്റില്ല. ഹാവ് ബീനും പ്ലൂറൽ ആണ്. സോ ഒബ്വിയസ്ലി വാട്ട് വിൽ ബി ദി ആൻസർ? ഹാസ് ബീൻ ആയിരിക്കും ആൻസർ. ബിക്കോസ് സീരീസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ മൂവീസ് എടുത്ത് നോക്കിയാൽ മതി. മൂവി സീരീസിനൊക്കെ കൂടി ഓരോന്നിനും അങ്ങനെ അല്ലാതെ നമ്മൾ ഒറ്റതായിട്ടല്ലേ പറയും. ഫോർ എക്സാമ്പിൾ 1000 TVs in മലയാളം, റൈറ്റ്? അതിനൊക്കെ കുറെ എപ്പിസോഡ്സ് ഉണ്ടാവും മേ ബി, പക്ഷെ വി കൺസിഡർ ഇറ്റ് ആസ് എ സിംഗിൾ വൺ. അതുകൊണ്ട് തന്നെ ഒരു സീരീസ് യൂസ് ചെയ്യുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഫോളോസ് എ സിംഗുലർ വേർബ്. അതുകൊണ്ട് ഇവിടുത്തെ വേർബ് കറക്റ്റ് ആൻസർ ഇസ് ഹാസ് ബീൻ. ഓക്കെ, ഹാസ് ആണ് സിംഗുലർ, അതുകൊണ്ട് ഹാസ് ബീൻ. നെക്സ്റ്റ്, 10 years dash a long time to wait. പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടിറ്റീസ് ജനറലി വരുമ്പോൾ പെർസെൻറ്റേജ് അല്ല,
like these things quantities ആയിട്ട് വരുമ്പോൾ what will be it? Ten years ആറാണോ? Good. It is എന്തുകൊണ്ടാ? ഒരു വെയിറ്റ് ചെയ്യാൻ എടുത്ത ഒരു ലോങ്, പിന്നെ ഇത് കുറെയൊക്കെ നിങ്ങൾ സെൻസ് യൂസ് ചെയ്തും ഐഡന്റിഫൈ ചെയ്യണം. കാരണം ലോങ് ടൈം ടു വെയിറ്റ്. എത്ര ടൈം എടുത്തു? 10 years. അതൊരു സിംഗിൾ ഐഡിയ അല്ലേ? ഈ 10 years പീരീഡ് എടുത്തു ഞാൻ വെയിറ്റ് ചെയ്യാൻ. അപ്പൊ അത് സിംഗിൾ ഐഡിയ പോലെ പറയുന്നത്, അതുകൊണ്ട് ഈസ് ആണ്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ആ സെന്റൻസ് വായിച്ചു നോക്കി കോമൺ സെൻസ് യൂസ് ചെയ്ത് അതിനെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, കാരണം ചില സമയത്ത് ചില ഡിഫറെന്റ് സെൻസ് ആയിരിക്കും അത് കൊടുക്കുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദിസ്. None of the information dash reliable. None of the information dash reliable. Answer this. None of the information dash reliable. None of the information dash reliable. പറഞ്ഞിട്ടുണ്ട് none of the information. None of the കഴിഞ്ഞ് വരുമ്പോൾ എന്താണ്? ഇൻഫർമേഷൻ. നൺ ഓഫ് ദ കഴിഞ്ഞ് വരുന്ന സബ്ജക്ട് ഏതാണോ അത് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വേർബ്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ. ഇവിടെ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പക്ഷെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് കളക്റ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് അൺകൗണ്ടബിൾ ആണ് ഇൻഫർമേഷൻ. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺ കാറ്റഗറിയിലാണ് ഇൻഫർമേഷൻ വരിക. അതുകൊണ്ട് തന്നെ അതൊരു സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഒബ്വിയസ്ലി ദി ആൻസർ വിൽ ബി ഈസ്. ഓക്കെ, I appreciate those who gave the correct answers. Okay. So next question. A pair of shoes dash lying near the door. A pair of shoes dash lying near the door. It's very simple. ഞാൻ പറഞ്ഞിട്ടുണ്ട് a pair of വരുമ്പോൾ a pair of യൂസ് ചെയ്യുമ്പോൾ generally yes. Good. Okay. A pair of വരുമ്പോൾ is ആണ് വരിക. A pair of കഴിഞ്ഞിട്ട് എന്ത് വന്നോട്ടെ, പ്ലൂറൽ ആയിക്കോട്ടെ, പ്ലൂറൽ നൗൺ ആയിക്കോട്ടെ, സിംഗുലർ നൗൺ ആയിക്കോട്ടെ, വാട്ട് എവർ, ആ പെയർ ഓഫിന് ശേഷം നമ്മൾ എപ്പോഴും സിംഗുലർ മാത്രം യൂസ് ചെയ്താൽ മതി. ആ പെയർ ഓഫ്. ഓക്കെ, 2 pair of വന്നാൽ അത് ഇവിടെ പ്ലൂറൽ ആവും. ആ പെയർ ഓഫ് വന്നാൽ എപ്പോഴും സിംഗുലർ. So answer this question. The manager, together with his assistants, dash arrived early. The manager, together with his assistants, dash arrived early. ഇവിടെ assistants പ്ലൂറൽ നൗൺ ആണ്, മാനേജർ സിംഗുലർ നൗൺ ആണ്. നിങ്ങൾ ഏതായി ഇതിലത്തെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്? ആ മെയിൻ സബ്ജക്റ്റ് ഏതാണ് ഫോളോ ചെയ്യുക? Okay, it is has. കാരണം ടുഗെദർ വിത്ത് എന്നൊക്കെ പറഞ്ഞ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്, നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്യണം. ഞാൻ പറഞ്ഞു മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി വിടാം. കാരണം ഇവിടെ മാനേജർ ആണ് നമ്മുടെ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് മാനേജർ സിംഗുലർ ആണ്. അതുകൊണ്ട് ഹാസ് ഇസ് വാട്ട് വി ഹാവ് ഇൻ ഓപ്ഷൻ ആസ് സിംഗുലർ. സോ അത് യൂസ് ചെയ്യാം. സോ എ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡാഷ് ഡിമാൻഡിങ് ബെറ്റർ ഫെസിലിറ്റീസ്. Please do answer. A number of workers demanding what is the answer? A number of വരുമ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? A number of പറഞ്ഞാൽ മെനി, a number of ഒരു കൂട്ടം ആൾക്കാർ എന്നുള്ള ഇതൊരു പ്ലൂറൽ ആണ് അല്ലെ? അപ്പൊ ആ നമ്പർ ഓഫ് വർക്കേഴ്സ് എപ്പോഴും പ്ലൂറൽ
പ്ലൂറലിന് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. അതുകൊണ്ട് വാട്ട് ഇസ് ദ പ്ലൂറൽ ആൻസർ ഹിയർ? R. Very good, very good. I appreciate. Okay, those are answering. Very good, very good. It is R. R ആണ് ഇവിടെ. കാരണം ഞാൻ പറഞ്ഞു ആ നമ്പർ ഓഫ് വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വർക്കേഴ്സ് അങ്ങനെയാണ് മീൻ ചെയ്യുക. അപ്പൊ ഒരു ഗ്രൂപ്പ് നമ്പർ ഓഫ് പീപ്പിൾ ആണ്, മെനി പീപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും പ്ലൂറൽ ആയിരിക്കും യൂസ് ചെയ്യുക. ഈസ് വാസ് ഹാസ് ബീൻ ഒക്കെ സിംഗുലർ ആണ്. സോ യു ഡോണ്ട് ഹാവ് ടു മൈൻഡ് ദാറ്റ്. സോ നെക്സ്റ്റ് വൺ, the number of accidents, the number of accidents. ഇവിടെ എന്തായിരിക്കും വരാ? The number of. A number of plural ആണ്. The number of എന്തായിരിക്കും വരാ? Good, good, good. The number of. എന്താ വരാ? Has. ഞാൻ പറഞ്ഞു ആ നമ്പർ ഓഫ് വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരാണ്. ദി നമ്പർ ഓഫ് വരുമ്പോൾ അതൊരു സിംഗിൾ ഐഡിയ ആണ്, സിംഗുലർ കോൺസെപ്റ്റ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വേർബ് ആണ് യൂസ് ചെയ്യുക, which is has. So next question for you. Neither the students nor the teacher dash aware of the change. Neither the students nor the teacher. Neither nor either or ഒക്കെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓറിന് ശേഷം അല്ലെങ്കിൽ നോറിന് ശേഷമുള്ള സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്താൽ മതി, ബാക്കിയുള്ള സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. So what is the answer here? ഇവിടുത്തെ റൂൾ എന്താണ്? The verb agrees with the closest subject. Closest സബ്ജക്റ്റിനോടാണ് agree ചെയ്യുക, which is teacher. Teacher singular ആണോ പ്ലൂറൽ ആണോ? It is singular. അതുകൊണ്ട് തന്നെ സിംഗുലർ ആയിട്ടുള്ള is ആണ് നമുക്ക് ആൻസർ ആയിട്ട് ഉണ്ടാവുക. Okay, very good guys. So next one, the police dash arrested the suspects. The police dash arrested the suspects. The police dash arrested the suspects. The police ഞാൻ പറഞ്ഞിട്ടുണ്ട് സിംഗുലർ ആണോ? പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്കത് സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ പോലീസ് എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ അതിനെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം ഇവിടെ ഹാസ് സിംഗുലർ ആണ്, വാസ് സിംഗുലർ ആണ്, ഈസ് സിംഗുലർ ആണ്. സോ ദി ഓപ്ഷൻ ദാറ്റ് ഇസ് ലെഫ്റ്റ് ഫോർ യു ടു ആൻസർ, ഇറ്റ് ഈസ് ഹാവ്. ഓക്കെ, ഹാവ് ആണ് ഇതിലത്തെ ആൻസർ ആയിട്ട് വരുന്നത്. വൈ? കാരണം പോലീസ് എന്ന് പറഞ്ഞത് പ്ലൂറൽ നൗൺ ആണ്. ഓക്കെ, ഒരിക്കലും അതിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യരുത്. കാരണം സിംഗുലർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇപ്പം പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ. ബട്ട് പോലീസ് മാത്രം പറയുമ്പോൾ വി ഷുഡ് യൂസ് ഇറ്റ് ആസ്
Plural, okay. Next one. This is something confusing. Please do remember. Bread and jam. പറഞ്ഞിട്ടുണ്ട് bread and jam, bread and butter വരുന്ന ഒരു exceptional case ഉണ്ട്. How do you, നിങ്ങൾ എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യുക? Good. Good. Very good. So the answer is ആണ്. Bread and jam is served for the breakfast. ബ്രേക്ക്ഫാസ്റ്റിൽ വരുമ്പോൾ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ജാം ആണ് പറയുക, അല്ലാതെ ബ്രെഡും ജാമും രണ്ട് സെപ്പറേറ്റ് ഉണ്ട്. ഇനിയിപ്പോ സപ്പോസ് ബ്രെഡ് ആൻഡ് ജാം ഡാഷ് കെപ്റ്റ് ഓൺ ദി ടേബിൾ എന്നാണെങ്കിലോ, ഡാഷ് കെപ്റ്റ് ഓൺ ദി ടേബിൾ, കെപ്റ്റ് ഓൺ ദി ടേബിൾ എന്നാവുമ്പോൾ അതവിടെ രണ്ടും രണ്ട് ഡിഫറെന്റ് തിങ്സ് ആയിട്ട് മാറുന്നു. അപ്പൊ അത് പ്ലൂറൽ ആയിട്ട് മാറും. അപ്പൊ ടേബിളിന്റെ മുകളിലുള്ള കാര്യങ്ങൾ രണ്ടെണ്ണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ആറാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് ജാമ് തേച്ച് അല്ലെങ്കിൽ ബട്ടർ തേച്ച് കഴിക്കുകയാണെങ്കിൽ ഹൗ വിൽ വി കൺസിഡർ ഇറ്റ് ആസ്, അവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഒബ്വിയസ്ലി സിംഗുലർ ആയിട്ടുള്ള വേർബിനായിരിക്കും നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ബ്രെഡ് ആൻഡ് ജാം ഇസ് സർവ്ഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The crowd dash cheering loudly for the players. Crowd actually group ആണ്. പക്ഷെ ഒരു ക്രൗഡ് അല്ലെങ്കിൽ ഓഡിയൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ സിംഗുലർ ആയിട്ടാണോ കാണുക, പ്ലൂറൽ ആയിട്ടാണോ കാണുക? Very good. Josna, Hannah, Regina. 1 minute. Okay. So good, okay. Good. Sorry. Oh, there is a glitch. Okay, this is the question. The crowd നമ്മൾ എന്തായിട്ട് കാണാം? സിംഗുലർ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആയിട്ടാണ് കാണുക. സോ ഒബ്വിയസ്ലി സിംഗുലർ വേർബ് ആയിരിക്കും ഫോളോ ചെയ്യുക. ആർ, വർ, ഹാവ് ബീൻ ഒക്കെ പ്ലൂറൽ ആണ്. സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി വാസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, something there is an issue. So answer already mark ചെയ്തു. But remember, the quality of these goods has ആണ്. ഇവിടെ ഗുഡ്സ് പ്ലൂറൽ ആണെങ്കിൽ കൂടി ഇവിടുത്തെ എക്സാക്ട് ആയിട്ടുള്ള സബ്ജക്ട് എന്താണ്? ക്വാളിറ്റി ആണ്. ഓക്കെ, ക്വാളിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സിംഗുലർ ആയിട്ടുള്ള വേർബ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഞാൻ ആക്ച്വലി ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു, ദർ ഇസ് എ ഗ്ലിച്ച്, അതുകൊണ്ട് ആൻസർ ഓൾറെഡി വിസിബിൾ ആയി. ബട്ട് ഡു റിമെമ്പർ ദ ക്വാളിറ്റി ഓഫ് ദ മാംഗോസ് dash poor. What is the answer? The quality of the mangoes dash poor. The quality of the mangoes dash poor. What is the answer? The quality of the mangoes. avada mangoes aano quality aano subject aayittu vera? No. adayathu is allengil are were ആണ് ഞാൻ ഓപ്ഷൻസ് ആയിട്ട് തരുന്നത്. ഹാസ് അല്ല. is, were, are. Okay, Joseph, good. Is ആണ്. Okay, അതായത് the quality of the mangoes is poor. Mangoes നിങ്ങൾ വിചാരിക്കും പ്ലൂറൽ അല്ലേ, അതുകൊണ്ട് എന്തുകൊണ്ട് ഈസ് വന്നു, ആറല്ലേ വരേണ്ട മാംഗോസ് ആയതുകൊണ്ട്. ബട്ട് നോ, സിംഗുലർ ആണ്. മാംഗോസ് ആയിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ, ഓറഞ്ചസ് ആയിക്കോട്ടെ, ബുക്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ബി, ദ ക്വാളിറ്റി ആണ്. ക്വാളിറ്റിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ക്വാളിറ്റി ആണ് സബ്ജക്ട്. അപ്പൊ ക്വാളിറ്റി എന്താണ്? സിംഗുലർ ആണ് സബ്ജക്ട്. അതുകൊണ്ട് സിംഗുലർ വേർബ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഇവിടുത്തെ ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോ. ദ ക്വാളിറ്റി ഓഫ് ദീസ് ഗുഡ്സ് ഹാസ് ഇംപ്രൂവ്ഡ്. ഹാസ് അവിടെ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് യൂസ് ചെയ്തു. ക്വാളിറ്റിനെ പറ്റിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ദിസ് വൺ ആൻസർ, മോർ ദാൻ വൺ സ്റ്റുഡന്റ്. മോർ ദാൻ വരുന്ന റൂൾ ഏതായിരുന്നു? മോർ ദാൻ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? മോർ ദാൻ വൺ ഓൾവേസ് ടേക്സ് എ which verb?
സിംഗുലർ വേർബ് ആണ് ജനറലി മോർ ദാൻ വൺ സ്റ്റുഡന്റ് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇതിലത്തെ സിംഗുലർ ആയിട്ടുള്ള വേർബ് ഏതാണ്? മോർ ദാൻ വൺ. നിങ്ങൾ ഈ റൂൾസ് ഈവൻ ആഫ്റ്റർ ദ ക്ലാസ് പ്ലീസ് ഡു റിവൈസ്. ഓക്കെ, ഏതൊക്കെ റൂൾസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ റൂൾസ് വെൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക നിങ്ങളുടെ മൈൻഡിൽ. അപ്പൊ ഈ മോർ ദാൻ വൺ, ഈച്ച്, എവറി വൺ ഒക്കെ കാണുമ്പോൾ ഓക്കെ യു ക്യാൻ ഈസിലി, നിങ്ങൾക്ക് ഓപ്ഷൻസ് പോലും കാണാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യണം എപ്പം, കാരണം ടെൻസും കൂടി ഇന്റർപ്ലേ ആയിട്ട് വരും. ടെൻസ് കൂടി ചെക്ക് ചെയ്യണം. ആ ഒരു സെന്റൻസ് വായിച്ചിട്ട് അത് ഏത് ടെൻസ് ആണോ, പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണോ, അതാണോ ഇതാണോ നോക്കുന്നത്, ബീൻ ആണോ വരിക, അതൊക്കെ കൂടി ചെക്ക് ചെയ്യണം. പക്ഷെ കോൺകോർഡ് കേസ് മാത്രം ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, സിംഗുലർ വേർബ് ആണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് ഏത് ടെൻസ് പാറ്റേൺ ആണെന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ചിലപ്പം കോൺകോർഡും ടെൻസും ഒരുമിച്ച് നിങ്ങളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് ടെൻസ് പഠിച്ച ഉടനെ കോൺകോർഡ്, അല്ലെങ്കിൽ കോൺകോർഡ് പഠിച്ച ഉടനെ നിങ്ങൾ ടെൻസ് പഠിക്കുക. ഈ രണ്ട് ചാപ്റ്റേഴ്സും ടുഗെദർ ഒരുമിച്ച് അറ്റ് എ ടൈം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു വിൽ ബി വെരി ഈസിലി ക്വാളിഫൈ ഇൻ ദിസ്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവും. സോ മോർ ദാൻ വൺ സ്റ്റുഡൻറ് ഹാസ്, ഓക്കെ, ഹാസ് ഫെയിൽഡ്. മോർ ദാൻ വൺ കൂടെ വരുന്നത് ഏതായിക്കോട്ടെ, ഇറ്റ് വിൽ ടേക്ക് എ സിംഗുലർ വേർബ്. ഓക്കെ, സോ ദ സിസേഴ്സ് ഡാഷ് kept on the shelf. What is the answer? The scissors dash kept on the shelf. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില നൗൺസ് നമ്മൾ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ട്രൗസേഴ്സ് ആയിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, ട്രൗസേഴ്സ്, ഷൂസ്, സിസേഴ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ദ സിസേഴ്സ് എപ്പോഴും നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദി ആൻസർ ഇസ് ആർ. Okay, very good, very good, very good for those who answered. Next question. Several of the houses damaged in the storm. Several of the houses dash damaged in the storm. Several വരുമ്പോൾ several ഒരുപാടുണ്ട് അല്ലെ, മെനി. ഇപ്പൊ മെനി എന്നുള്ള ഒരു മീനിങ് ആ വരാം, ഒരു കൂട്ടം. അപ്പൊ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണെങ്കിൽ, പ്ലൂറൽ ആണെങ്കിൽ what is the answer you have? ഡാമേജ്ഡ് ആണ്, പ്രസന്റ് അല്ല, പാസ്റ്റ് ആണ്. അതുകൊണ്ട് പാസ്റ്റ് ആയിട്ടുള്ളൊരു വേർബിനെ വേണം യൂസ് ചെയ്യാൻ. പ്ലസ് സെവറൽ എന്ന് വരുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സെവറൽ ഒരു കൂട്ടം, ഒബ്വിയസ്ലി ഇറ്റ്സ് പ്ലൂറൽ, റൈറ്റ്? പ്ലൂറൽ ആയിട്ടുള്ള ഒരു വേർബ് വേണം സെലക്ട് ചെയ്യാൻ. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള വാസിനെയും ഈസിനെയും നമുക്ക് കട്ട് ചെയ്യാം. വാസും ഈസും എന്തായാലും വരില്ല, കാരണം സെവറൽ വരുമ്പോൾ ഒബ്വിയസ്ലി പ്ലൂറൽ വേർബ് മാത്രമേ വരുള്ളൂ. പിന്നെ ആറും വേറും നമ്മൾ മനസ്സിലാക്കി എങ്ങനെ ടെൻസ് യൂസ് ചെയ്തിട്ട്. ഇവിടെ ഡാമേജ് ആയി കഴിഞ്ഞു. അപ്പൊ എന്താണ് അത്? പാസ്റ്റ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി what will be using? were. Okay, the answer will be were. Very good, very good, very good. So the answer is were. So next question. The cattle dash drinking water near the stream. Cattle, the police എന്ന് പറഞ്ഞ പോലെ തന്നെ the cattle എന്ന് പറയുമ്പോൾ കുറേ പോലീസ് ഓഫീസേഴ്സിനെ നമ്മൾ ഒരുമിച്ച് അവിടെ പോലീസ് ഉണ്ട് എന്ന് പറയും. അതേപോലെ ഒരു കൂട്ടം പശുക്കളോ കാളകളോ ഒക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ പറയും ദ കാറ്റിൽ ഈസ് ഡ്രിങ്കിങ് നിയർ ദ സ്ട്രീം. അപ്പം കാറ്റിൽ പോലീസ് പോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആണ്. പ്ലൂറൽ നൗൺ ആണ് കാറ്റിൽ. ഓക്കെ, കാറ്റിൽ നമ്മൾ വിചാരിക്കും സിംഗുലർ ആയിരിക്കാം, ബട്ട് നോ, ഇറ്റ് ഇസ് എ പ്ലൂറൽ വൺ. അപ്പൊ പ്ലൂറൽ ആയതുകൊണ്ട് ഇതിലത്തെ പ്ലൂറൽ ഏതാ ആൻസർ? Definitely R, അല്ലേ? Definitely R. So R ആണ് ഇവിടുത്തെ ആൻസർ. So let's check the next question. The committee dash decided to postpone the meeting. കമ്മിറ്റി, ഞാൻ പറഞ്ഞു കമ്മിറ്റി, ടീം, ക്ലാസ്, ജൂറി, ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെന്റൻസ് മൊത്തം വായിച്ചു നോക്കാം.
ഒരു എഗ്രിമെന്റിലാണ് പോകുന്നതെങ്കിൽ ഓക്കെ, യൂണിറ്റിയിലാണ് പോകുന്നതെങ്കിൽ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അവർ തമ്മിൽ ഒപ്പീനിയൻസ് വ്യത്യാസമുണ്ട്, ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ്, അവർ ആർഗ്യൂയിങ് ആണ്, അവർ ഡിസഗ്രിമെന്റിലാണ്, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ആണ്, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ യു ഹാവ് ടു ഡു? കമ്മിറ്റി പ്ലൂറൽ ആയിട്ട് എടുക്കണം. ഇവിടെ ഡിസൈഡഡ് കമ്മിറ്റി ഡിസൈഡ് ചെയ്തു, ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുത്തിട്ട് പോസ്റ്റ്പോൺ ദ മീറ്റിംഗ്. അവിടെ ആർക്കും ഡിസഗ്രിമെന്റ്സ് ഇല്ല. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി എ സിംഗുലർ subjects and the answer will be has. Okay, ഇവിടെ has ആയിരിക്കും ആൻസർ. I hope you got it. ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. കമ്മിറ്റി ആക്ടിങ് ആസ് എ സിംഗിൾ ഗ്രൂപ്പ് ഒരു ഡിസിഷൻ എടുത്തു, ഒരു ഒപ്പീനിയൻ എടുത്തു, ഒരു പദ്ധതി പാസ്സാക്കി വിട്ടു, അപ്രൂവ് ചെയ്ത് വിട്ടു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിംഗുലർ സബ്ജക്ട്. റെസ്റ്റ് if they are in an argument, it is going to be a plural subject and the verb following will be a plural verb. Next one, my friend and guide. It is a bit confusing. നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു? Let me check. My friend and guide. Very good, very good, very good. No. It's not were. ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈ ഫ്രണ്ട് ആൻഡ് ഗൈഡ്. മൈ ഫ്രണ്ട് ആൻഡ് ഗൈഡ് ആണ്. അവിടെ ഞാൻ പറഞ്ഞു ബ്രെഡ് ആൻഡ് ബട്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഫ്രണ്ടിനെ തന്നെ മൈ ഫ്രണ്ട് ആൻഡ് ഗൈഡ്, ആ ഒരു ഫ്രണ്ടിനെ പറ്റി തന്നെയാണ് പറയുന്നത്. another പേഴ്സൺ അല്ല. മൈ ഫ്രണ്ട് ആൻഡ് മൈ another ഗൈഡ് അങ്ങനെയൊന്നല്ല. മൈ ഫ്രണ്ട് ആൻഡ് ഗൈഡ്. ഇപ്പൊ നമ്മൾ പറയില്ലേ മൈ ബ്രദർ ആൻഡ് അങ്ങനെയൊക്കെ പറയില്ലേ. എന്റെ ഫ്രണ്ടും ആണ്, എന്റെ ഗൈഡും ആണ്. ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ ഗൈഡ്, ഹിസ് മൈ സപ്പോർട്ടർ, ഹിസ് മൈ പില്ലർ. ഒക്കെ ഒരാളെ പറ്റി തന്നെ നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കില്ലേ. ഇനി സപ്പോസ് ദി ഗൈഡ് എന്നൊക്കെ വന്നാൽ, അങ്ങനെ വന്നാൽ യു ക്യാൻ ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കാം. മൈ ഫ്രണ്ട് ആൻഡ് ഗൈഡ് ഒരുമിച്ച് ഒരു കോൺസെപ്റ്റ് ആക്കിയിട്ട് പറയുമ്പോൾ generally it is going to be a singular one. So the answer will be ആരല്ല. മൈ ഫ്രണ്ട് ആൻഡ് ഗൈഡ്. ഞാൻ പറഞ്ഞു ആൻഡ് ദി ഗൈഡ് എന്നല്ല പറയുന്ന ഗൈഡ്, മൈ ഫ്രണ്ട് ആൻഡ് ഗൈഡ്. അല്ലെങ്കിൽ മൈ ഫ്രണ്ട് ആൻഡ് മൈ പില്ലർ ആയിട്ട് പറയില്ലേ. ഇത് രണ്ട് ഇൻസ്റ്റൻസസ് ഉണ്ട്. മൈ ഫ്രണ്ട് ആൻഡ് മൈ another ഗൈഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ രണ്ട് പേരാണെന്ന് വിചാരിക്കാം. മൈ ഫ്രണ്ട് ആൻഡ് ഗൈഡ്, എന്റെ ഫ്രണ്ട് എന്നായിരുന്നു എന്റെ ഗൈഡും. ഒരാള് തന്നെ രണ്ട് റോള് സെർവ് ചെയ്യാണ്. 2 roles described by a single person. അവിടെ മൈ ഫ്രണ്ട് ആൻഡ് ദി ഗൈഡ് എന്നൊക്കെ പറഞ്ഞാൽ യു ക്യാൻ ഒബ്വിയസ്ലി ഗോ ഫോർ എ പ്ലൂറൽ verb. പക്ഷെ ഇവിടെ എന്താണ്? മൈ ഫ്രണ്ട് ആൻഡ് ഗൈഡ് ഒരുമിച്ചാണ്. മൈ ഫ്രണ്ട് ആൻഡ് ഗൈഡ്. So the answer is going to be has. My friend and guide എന്നുള്ളത് ഒരു സിംഗുലർ ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, അവൾ എന്റെ ഫ്രണ്ടും ആണ്, എന്റെ ഗൈഡും ആണ്, എന്റെ പില്ലറാണ്. ഷീസ് പില്ലർ മീൻസ് പിള്ളേർ അല്ല, പില്ലർ തൂണാണ്. ഷീസ് സപ്പോർട്ട് സിസ്റ്റം ഫോർ മീ. ഓക്കെ, സോ അതെന്താണ് കൺവേ ചെയ്യുന്നത്? ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് റോൾ. മൈ ഫ്രണ്ട് ആൻഡ് ക്രിക്കറ്റർ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. എന്റെ ഫ്രണ്ടാണ്, അവളുടെ ക്രിക്കറ്റർ കൂടിയാണ്. സോ അങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത്, ഒരുമിച്ച് പറയാം. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് ദി ഗൈഡ് എന്ന് വെച്ചുള്ള ഡിസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ മൈ another ഗൈഡ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അത് പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു സിറ്റുവേഷനിൽ സിംഗുലർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഹോപ്പ് ഇറ്റ് ഈസ് ഓക്കെ ഫോർ മീ. ഓക്കെ ഗുഡ്. So next one, all that glitters dash not gold. It's a proverb, right? All that glitters, it's a proverb. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. It's a truth. ചില ട്രൂത്ത് ജനറലി പ്രസന്റ് ഫോമിൽ അല്ലെങ്കിൽ സിംഗുലർ ഫോമിൽ എടുക്കും. ഇവിടെ all that glitters, തിളങ്ങുന്നത് എന്തോ ആയിക്കോട്ടെ, അതെല്ലാം എന്നല്ല. അപ്പൊ അതെന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സിംഗുലർ അല്ലേ ഫോളോ ചെയ്യാം. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ്, തിളങ്ങുന്നത് എന്തോ ആയിക്കോട്ടെ, അതെന്താണ്? ഗോൾഡ് അല്ല. സോ വാട്ട് വിൽ ബി ദി ആൻസർ? ഐ ഹോപ്പ് യു ഹാവ് ഹേർഡ് അബൌട്ട് ദിസ്.
No, it's not R. ദാരല്ല. ചില proverbs ഉണ്ട്. Slow and steady wins the race. ഞാൻ പറഞ്ഞിട്ടില്ല, slow and steady wins the race. അതേപോലെ all that glitters, തിളങ്ങുന്നത് എന്തോ അത് അത് ആ ഒരു മീനിങ്ങിലാണ് ഇത് എടുക്കേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. All that glitters is not gold. Okay, all that glitters is not gold. കാരണം എന്താണ് all that glitters? എന്താ റെഫർ ചെയ്യുന്നത്? അതൊരു വൺ തിങ് ആണ്. തിളങ്ങുന്നത് എന്തോ അത് ഗോൾഡ് അല്ല. ഇവിടെ റെഫർ ചെയ്യുന്നത് ഒരു സാധനത്തിനെയാണ്. ഇപ്പൊ നമ്മൾ പ്രൊവേർബ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളടുത്ത് പറയുമ്പോൾ തിളങ്ങുന്നത് എന്തോ അത് ഗോൾഡ് അല്ല, അത് അവിടെ ഒരു ഫാക്ച്വൽ ഒരു കാര്യം പറയുന്ന പോലെയാണ്. അപ്പൊ അവിടെ ജനറൽ ഈസ് ആണ് യൂസ് ചെയ്യുക. സോ ഈ ഒരു ലൈൻ, ഈ ഒരു പ്രൊവേർബ് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ആൻഡ് എസ്പെഷ്യലി ദാറ്റ് വൺ ഓൾസോ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. വിൻ ദ റേസ് ആണോ വിൻസ് ദ റേസ് ആണോ എന്ന് ചോദിക്കാം. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ കൺഫ്യൂഷൻ. മിന്നുന്നതെല്ലാം പൊന്നല്ല. That is actual translation of that. So all that glitters is not gold. അതൊരു ഫാക്ച്വൽ ഇൻഫോ ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ നിന്നോട്ടെ. ഇറ്റ്സ് എ proverb. All that glitters is not gold ആണ്. ഓക്കെ, is not gold. Okay, all that glitters is not gold. ഇതിൽ കൺഫ്യൂഷൻ വരണ്ട. ഇതൊരു പ്രൊവേർബ് ആണ്, ഒരു ഫാക്ട് ആണ്. അതുകൊണ്ട് ജനറലി ഈസ് എന്നാണ് കൊടുക്കുക. അതുകൊണ്ട് ഈസ് എന്ന് കൊടുക്കുന്നു. നമ്മൾ ഗ്ലിറ്റേഴ്സ് അല്ല യൂസ് ചെയ്യുക. അതിനൊരു സിംഗിൾ ഐഡിയ, ഈ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് എന്നുള്ളത് ഒരു സിംഗിൾ ഐഡിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈസ് കൊടുത്തത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, 60% ഓഫ് ദ പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞു പേഴ്സന്റ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് ഫോളോ ചെയ്യുന്ന സബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കുക. 60% ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഒരു ഗ്രൂപ്പ് ആസ് എ ഹോൾ ആണോ അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടാണോ? പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ആർ ഗ്രോയിങ് ആണോ ഈസ് ഗ്രോയിങ് ആണോ? ഗുഡ് 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 ഗുഡ്. പോപ്പുലേഷൻ ഇസ് എ ഗ്രൂപ്പ് ആസ് എ ഹോൾ. അതുകൊണ്ട് സിംഗുലർ ആണ് വരിക. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ഇസ് ആണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. പേഴ്സന്റ് പറയുമ്പോൾ 40%, 60%. ഞാൻ നേരത്തെ തന്ന എക്സാമ്പിൾ 40% ഓഫ് ദ സ്റ്റുഡൻസ്, അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ആറോ വേറോ യൂസ് ചെയ്യാം. ഇവിടെ 60% ഓഫ് ദ പോപ്പുലേഷൻ എന്താണ്? പോപ്പുലേഷൻ ഇസ് എ സിംഗിൾ ഐഡിയ. ഒരു സിംഗുലർ ആസ് എ ഹോൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക പോപ്പുലേഷൻ. സോ ഒബ്വിയസ്ലി ഇത് സിംഗുലർ വേർബ് ആയിരിക്കും, ഇസ് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് വൺ, ഈച്ച് ഓഫ് ദ ഡാൻസേഴ്സ്. പറഞ്ഞു ഈച്ച് ഓഫ്, എവ്രി വൺ, സം വൺ, ഇതൊക്കെ വരുമ്പോ എന്തായിരിക്കും ഫോളോ ചെയ്യാം? ഈച്ച് ഓഫ്. Okay, my video was not. Okay, I thought my. So each of the dancers dash given a bouquet. What is the answer? Each of വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യാം സിംഗുലർ ആണ്. ഓക്കെ, ആറ് വേർ ഹാവ് ഒക്കെ പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഇത് കറക്റ്റ് ആൻസർ is. ഓക്കെ, is ആണ് കറക്റ്റ് ആൻസർ. ഗുഡ് ഗുഡ്. ഓക്കെ, is ആണ് കറക്റ്റ് ആൻസർ. ജീന ഫസീല. ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ, so next one, last question for you. Already we have got a extended session. So last question. The Arabian Nights dash an interesting collection. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എപ്പോഴും കൊട്ടേഷനിൽ തരണം എന്നില്ല. ഒരു ബുക്കാണ് തരുന്നത് അല്ലെങ്കിൽ ഒരു എസ്സേ വർക്കാണ് തരുന്നത് എന്ന് നിങ്ങൾക്ക് പറയണം എന്നില്ല സ്ട്രേറ്റ് ഫോർവേഡ്. നിങ്ങൾ ആ ഒരു സെന്റൻസ് വായിച്ചിട്ട് മനസ്സിലാക്കണം വെദർ അതൊരു ബുക്കാണോ അതൊരു സീരീസ് ആണോ മൂവി ആണോ തന്നിട്ടുള്ളതെന്ന്. ദി അറേബ്യൻ നൈറ്റ്സ് ഒബ്വിയസ്ലി പ്ലൂറൽ ആണ്. പക്ഷെ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു ബുക്ക് കളക്ഷൻ ആണ്, ഒരു ടേൽസിന്റെ ഒരു കളക്ഷൻ ആണ്. അപ്പം ഒറ്റൊരു സിംഗിൾ നൗൺ ആയിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യും. വെരി ഗുഡ് ദീപ, ജ്യോത്സ്ന, ഷഹീദ്, രജീന. ഓക്കെ, ഇറ്റ്സ് കറക്റ്റ്. എന്താണ്? സിംഗുലർ ആയിട്ടുള്ള വേർബ് ആണ് നമ്മൾ കൊടുക്കുക. അറേബ്യൻ നൈറ്റ്സ്
നൈറ്റ്സ് ഒബ്വിയസ്ലി പ്ലൂറൽ ആണ്, പക്ഷെ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബുക്സ് നെയിം, റൈറ്റ്? അതുകൊണ്ട് ഒരു കളക്ഷൻ ഓഫ് ടെയിൽസ് ആണ്. അത് നമുക്ക് സെന്റൻസ് വായിച്ചാൽ മനസ്സിലാവും, ഇൻട്രസ്റ്റിംഗ് കളക്ഷൻ ഓഫ് ടെയിൽസ്. നമുക്ക് ആ ബുക്ക് അറിയണമെന്ന് പോലും ഇല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എസ്സേന്റെ നെയിം തരും, ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഓർവെൽ എന്ന് നേരത്തെ കൊടുത്തു. അപ്പം അത് എസ്സേ ആണ്, ഓക്കെ, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ സിംഗുലർ ആണ്. നമ്മുടെ മൈൻഡിൽ അത് കണക്കാക്കി വെക്കണം. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇറ്റ് ഈസ് ഓൾ ക്ലിയർ വിത്ത് യു റിഗാർഡിംഗ് കോൺകോഡ് ഓർ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. നിങ്ങൾ ക്ലാസ് വീണ്ടും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ഡു ഗോ ത്രൂ ദിസ് വീഡിയോ വൺസ് അഗെയിൻ. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. കോൺകോഡും ടെൻസും നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാം. ഈ റൂൾസ് വെച്ച് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് തലയിൽ കയറ്റിയാൽ ഇറ്റ് വിൽ ബി എ ബിറ്റ് ഓഫ് എ കൺഫ്യൂഷൻ ഫോർ യു. നിങ്ങൾക്കൊരു ബ്രെയിൻ ക്ലോഗിങ് വരാൻ ചാൻസ് ഉണ്ട്. സോ ബെറ്റർ റൂൾസ് ആൻഡ് കാറ്റഗറീസ് ഡിവൈഡ് ചെയ്തിട്ട് എക്സാക്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാക്സിമം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് പഠിക്കുക. And I hope you got what is basically conquered is singular verb takes a singular subject takes a singular verb, plural subject takes a plural verb. This is the very basic idea. പക്ഷെ നിങ്ങൾ സിംഗുലർ വേർബ് ആണോ പ്ലൂറൽ വേർബ് ആണോ അതിൽ യൂസ് സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ ഒരു സെന്റൻസിൽ ഉള്ളതെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കുറച്ച് ടൈപ്സ് ഞാൻ പഠിപ്പിച്ചു തന്നു, കുറച്ച് റൂൾസ് പഠിപ്പിച്ചു തന്നു. അത് നിങ്ങൾ മാക്സിമം ബൈ ഹാർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ബൈ ഹാർട്ട് ചെയ്യുന്നത് അത്ര പ്രൊമോട്ട് ചെയ്യില്ല, എൻകറേജ് ചെയ്യില്ല. വാട്ട് ഐ സജസ്റ്റ് ഇസ് മാക്സിമം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, മാക്സിമം സെറ്റ് ഓഫ് എക്സാമ്പിൾസിലൂടെ പഠിക്കാം. ഗ്രാമർ ഇസ് നോട്ട് സംതിങ് യു ക്യാൻ ടേക്ക് ഇറ്റ് ത്രൂ തിയറി. തിയറി മനസ്സിലാക്കാൻ വേണം, ഒബ്വിയസ്ലി ദാറ്റ് ഇസ് കറക്റ്റ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം നമ്മളുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിട്ട് സൈൻ ചെയ്ത് വെക്കണമെങ്കിൽ വാട്ട് വി നീഡ് ഇസ് ദാറ്റ് പ്രാക്ടീസ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു got this session as an informative one. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ നിങ്ങൾ ഒരുപാട് നേരം, it was an extended session obviously. So hope you got everything and thank you all.